അപ്പോൾ ഇങ്ങോട്ട് നോക്കിയോ, നമുക്ക് പഠിക്കേണ്ടത് ഡോണർ എനർജി ലെവൽ ഡയഗ്രാമും അക്സെപ്റ്റർ എനർജി ലെവൽ ഡയഗ്രാമും ഉണ്ട്. അതിന് മുമ്പ് എൻ ടൈപ്പ് പി ടൈപ്പ് അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിൽ ഏതാണ് എൻ ടൈപ്പിന്റെ ഏതാണ് പി ടൈപ്പിന്റെ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. എൻ്റെ ചോദ്യം, പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്തോന്നറിയോ? പി ടൈപ്പ് സെമി കണ്ടക്ടർ എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അല്ലെ ഒരു പ്യുവർ സെമി കണ്ടക്ടറായ ജെർമേനിയോ സിലിക്കണോ എടുക്കും, അതിലേക്ക് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. അതിനകത്ത് ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ അത് എൻ ടൈപ്പ്. ഞാൻ എങ്ങനെ ക്ലൂ പറഞ്ഞത്? പെന്റ എൻ പെന്റ അല്ലെ, എൻ ഉണ്ട് എൻ ടൈപ്പ്. അപ്പൊ ട്രൈവാലന്റ് പി ടൈപ്പ്. അപ്പൊ ഒരു പെന്റാവാലന്റ് ആയിട്ടുള്ള ഒരു ഇമ്പ്യൂരിറ്റി ജെർമേനിയോ അല്ലെ പ്യുവർ ആയിട്ടുള്ള സിലിക്കൺ ക്രിസ്റ്റലിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും എക്സസ് ഓഫ് ഇലക്ട്രോൺസ്. മെജോറിറ്റി ചാർജ് കാരിയറായ ഇലക്ട്രോൺസ് കാണും കൂടുതൽ. കാരണം എക്സസ് 5 ഇലക്ട്രോൺ അല്ലേ, പെന്റാവാലന്റ് 5 ഇലക്ട്രോൺ അല്ലേ, ജെർമേനിയോ എന്ന് പറഞ്ഞാൽ 4 അല്ലേ, 4 കൂടെ അല്ലേ ചേർത്തുള്ളൂ. അപ്പോൾ ബാക്കി പറഞ്ഞ എക്സ്ട്രാ വരത്തില്ലേ, എക്സ്ട്രാ വരുന്ന ഇലക്ട്രോൺ അല്ലേ, അപ്പോൾ എക്സസ് ഉള്ളത് ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ ആ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവന്, ഡോണർ. ആ ഇലക്ട്രോണിനെ അവന് എന്ത് ചെയ്യാൻ പറ്റും? ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. ഹോളിലോട്ടായിരിക്കും അല്ലെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോട്ടായിരിക്കും, ലാറ്റിസ് സൈറ്റിലോട്ട് ആണ്. അപ്പോൾ ഡോണർ എനർജി ലെവൽ ഡയഗ്രാം പി ടൈപ്പിന് വേണ്ടിയാണ് വരയ്ക്കുന്നത് അതോ എൻ ടൈപ്പിന് വേണ്ടിയാണ്? പി ടൈപ്പിന് അതോ എൻ ടൈപ്പിന്? എവിടെയാണ് എക്സസ് ഇലക്ട്രോൺ വരുന്നത്? ഡോണർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ കൊടുക്കുന്നു. അപ്പോൾ ഇലക്ട്രോൺ എക്സസ് ആയിട്ടുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റും. അതെവിടാ? എൻ ടൈപ്പ്. പി ടൈപ്പ് അക്സെപ്റ്റർ എനർജി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്ത ഇമ്പ്യൂരിറ്റി ഇല്ലേ, ആ ഇമ്പ്യൂരിറ്റി ട്രൈവാലന്റ് ആണെന്ന് വിചാരിക്കുക. എത്ര ഇലക്ട്രോൺ വരും? 3. ട്രൈവാലന്റ് എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ എത്ര? 3 അല്ലേ. ജെർമേനിയോ സിലിക്കണോ എടുത്ത 4 അല്ലേ, 3 കൂടെ ചെയ്യും. അപ്പോൾ ഒരു ഇലക്ട്രോണും ഒരു ഹോളും ബാക്കി വരും. ശരിയാണെന്ന് പറഞ്ഞത്. ആഡ് ചെയ്ത ഇമ്പ്യൂരിറ്റിക്കകത്ത് ഹോളാവും. ശരിയല്ലേ പറഞ്ഞത്? അപ്പൊ ശരിക്കും പറഞ്ഞാൽ എക്സസ് ആയിട്ട് വരുന്ന ഹോളാ. ശരിയല്ലേ പറഞ്ഞത്? ഇലക്ട്രോൺ കുറവാ അല്ലേ, ആണോ? അപ്പൊ അക്സെപ്റ്റർ അവൻ അക്സെപ്റ്റ് ചെയ്യും. ആ ഹോൾ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഹോളാണ് മെജോറിറ്റി ചാർജ് കാര്യം. ഹോൾ എന്ത് ചെയ്യും? ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായി? ഇവിടെ ഇലക്ട്രോണെ കൊടുക്കുക ചെയ്യുന്നെങ്കിൽ ഇവിടെ ഇലക്ട്രോണെ എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുക ചെയ്യും. പി ടൈപ്പ് മനസ്സിലായി? എൻ ടൈപ്പിൽ എക്സസ് ഓഫ് ഇലക്ട്രോൺ ആണുള്ളത്, അവിടെയോ ഹോളാണ്. മെജോറിറ്റി ചാർജ് കാരിയർ എന്ന് പറയും. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലെ മെജോറിറ്റി ചാർജ് കാരിയർ ഇലക്ട്രോൺസ് ആണ്. അതാണ് ഇലക്ട്രോൺസ്, കാരണം ബാക്കി വരുന്ന ഇലക്ട്രോൺസ്. ഇനി പി ടൈപ്പിനകത്തെ മെജോറിറ്റി ചാർജ് കാരിയർ ആരാ? ഹോൾസ്. ആരാ? ഹോൾസ്. അവരുടെ എക്സസ് ഓഫ് ഇലക്ട്രോൺ ഒന്നും ഇല്ല. അവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഇമ്പ്യൂരിറ്റി. അപ്പൊ അവർക്ക് വേണ്ടിയാണ് നമ്മൾ അക്സെപ്റ്റർ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുന്നത്. ആർക്ക് വേണ്ടിയാ? പി ടൈപ്പിന് വേണ്ടി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഏത് ടൈപ്പ് സെമി കണ്ടക്ടറിന് വേണ്ടിയാണ് വരയ്ക്കുന്നത്. ഡോണർ വരയ്ക്കുന്നത് എൻ ടൈപ്പിന് വേണ്ടി, ശരിയാണോ? അക്സെപ്റ്റർ എനർജി ലെവൽ വരയ്ക്കുന്നതോ പി ടൈപ്പിന് വേണ്ടി. ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ ആണോ പറഞ്ഞത്? പി ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്താലും എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്താലും ഞാനൊരു എനർജി ലെവലിന്റെ ബാൻഡ് വരയ്ക്കാൻ പോകും. ആണോ? നോക്കിയേ, കുറെ എനർജി ലെവൽസ്, ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള കുറെ എനർജി ലെവൽസ് ഇതാ ഇവിടെ വച്ചേക്കുന്നു. ഇതേപോലെ ഒരു റേഞ്ച് ഓഫ് ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള എനർജി ലെവൽസ് വരച്ചേക്കുന്നു. ഓക്കെ ആണോ? ഇതേത് ബാൻഡ്? ഇതേത് ബാൻഡാ? ബാലൻസ് ബാൻഡ്. ഇതോ കണ്ടക്ഷൻ. ശരിയാണോ പറഞ്ഞത്? ഇതിനെ നമുക്ക് ഇതിന്റെ എനർജിയെ നമുക്ക് ഈ ഒരു ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്ന എനർജിയാണ് എനർജി. ഇതിനെ നമ്മൾ EV എന്ന് മാർക്ക് ചെയ്യാൻ പോകും. എനർജി ഓഫ് ബാലൻസ് ബാൻഡ്. കണ്ടത് ഈ ടോപ്പ് ഉണ്ടല്ലോ ഇവിടെ. ഇനി ഇവിടെ കൊണ്ട ബോട്ടം, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്ന EC എന്തുവാ? എനർജി ഓഫ് കണ്ടക്ഷൻ. ശരിയാണോ? ഇവരിടയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവരിടയ്ക്കുള്ള ഗ്യാപ്പ്, ഈ ഗ്യാപ്പ്, ഇതിനെന്ത് വിളിക്കുന്നത്? എന്തുവാ? EG. ശരിയാണോ? എനർജി ഗ്യാപ്പ് EG. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി ഡോണർ എനർജി ലെവൽ അല്ലേ. അപ്പൊ അതായത് ഡോണറിന് ഒരു എനർജി ലെവൽ കാണും. ഡോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ്, അറിയാലോ. അപ്പൊ ഇലക്ട്രോൺസിന്, അതായത് എക്സസ് ആയിട്ട് വരുന്ന ഇലക്ട്രോൺസ് ഇല്ലേ, അവർക്ക് ഒരു എനർജി ലെവൽ കാണില്ലേ എന്ന് എന്റെ ചോദ്യം. എടാ, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. ശരിയാണോ? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5. ശരിയാണോ പറഞ്ഞു? ഓക്കെ ആണോ? ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അല്ലേ എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള സാധനം, ഒന്നി സിലിക്കൺ ഓർ ജെർമേനിയം. അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ 4 കൂടെ കൂടിച്ചേർന്ന് ബോണ്ടിങ് ആവുമല്ലോ, 4 ബോണ്ട്. പിന്നെ ബാക്കി ആര് വന്നൊരു ഇലക്ട്രോൺ. ശരിയാണ്? ഞാൻ ഈ ഇലക്ട്രോണിന്റെ കാര്യം പറഞ്ഞു. ഇവർ 4 കൂടെ എന്ത് ചെയ്തു? ഷെയർ ചെയ്തിട്ട് കോവാലൻ ബോണ്ട് ഉണ്ടാക്കിയവരുടെ അല്ലേ? കോവാലൻ ബോണ്ട് ആണോ? ഇമ്പ്യൂരിറ്റി 4 കൊടുത്തു, അപ്പുറത്തുനിന്ന് നമ്മുടെ പ്യുവർ സിലിക്കൺ ജെർമേനിയം 4 കൊടുത്തു. രണ്ടുപേരുടെ ഷെയറിങ്. മനസ്സിലായോ? ബോണ്ട് ഉണ്ടോ? ക്ലിയർ ആ പറഞ്ഞത്? ഷെയറിങ് വഴി ബോണ്ട് ഉണ്ടാകുമ്പോഴാണ് കോവാലൻ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 4 കോവാലൻ ബോണ്ട് അവിടെ ഉണ്ടാവും, ബാക്കി ഒരു ഇലക്ട്രോൺ ബാക്കി വരും. ഇതാണ് ഞാൻ പറഞ്ഞ ഇലക്ട്രോൺസ് എക്സസ് ആയിട്ട് ഇവിടെ ഉണ്ടെന്നുള്ളത്.
ഈ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആയി പറഞ്ഞത്. അപ്പൊ ഈ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഇവനെയാണ് നമ്മുടെ ഡോണർ എനർജി, ഇവന്റെയാണ് ഡോണർ എനർജി ലെവൽ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോൺ ഇല്ല, ഈ ഇലക്ട്രോൺ ഒരു എനർജി ലെവൽ കാണുമല്ലോ, എല്ലാ ഇലക്ട്രോണും ഒരു എനർജി കാണത്തില്ലേ, അതേപോലെ ഈ ഇലക്ട്രോണും ഉണ്ട് എനർജി ലെവൽ. അത് എപ്പോഴും ഓർത്തോണം. നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിന്റെ ബോട്ടം ഓഫ് ദ കണ്ടക്ഷൻ ബാൻഡ് അടുത്താണ് നിങ്ങൾ ആ എനർജി ലെവൽ മാർക്ക് ചെയ്യേണ്ടത്. എവിടെയാണ്? ബോട്ടം ഓഫ് ദ കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്ത് ഏത് എനർജി ലെവൽ മാർക്ക് ചെയ്യണം? ഇ ഡി. എന്തുവാ ഇ ഡി? എന്തുവാ ഇ ഡി? എനർജി ഓഫ് ഡോണർ. ആ ഡോണർ ആരാ? ദാ ഈ ഇലക്ട്രോൺ. പറയാൻ മനസ്സിലായോ? ക്ലിയർ ആയി പറഞ്ഞു. ഇതിപ്പോ ഒരെണ്ണത്തിന്റെ കേസാ പറഞ്ഞത്. നമ്മളൊരു ഒറ്റ ആറ്റമാണ് ആഡ് ചെയ്യും, അല്ലല്ലോ, നമ്മൾ ഒരുപാട് ആറ്റംസ് ആഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു ആറ്റത്തിന്റെ കേസ് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ഇവിടെ എക്സസ് ആയിട്ട് ഒരു ഇലക്ട്രോൺ വന്നു. ഈ ഇലക്ട്രോണിന്റെ എനർജി ലെവൽ നിങ്ങൾ എവിടെ മാർക്ക് ചെയ്യാവും? കണ്ടക്ഷൻ ബാൻഡ് അടുത്തേ മാർക്ക് ചെയ്യാവും. കണ്ടോ? അതിനെ നിങ്ങൾ എന്ത് വിളിച്ചത്? ഇ ഡി. എനർജി ഓഫ് ദ ഡോണർ ഇംപ്യൂരിറ്റി. എനർജി ഓഫ് ദ ഡോണർ ഇംപ്യൂരിറ്റി. ക്ലിയർ ആയി ഞാൻ പറഞ്ഞത്? ഈ എനർജി ഗ്യാപ്പ് വളരെ ചെറുതല്ലേടാ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 0.01 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ഉള്ളൂ. പറയാൻ മനസ്സിലായല്ലോ? വളരെ ചെറിയ എനർജി ഗ്യാപ്പ് ഉണ്ട്, അല്ലെ 0.1 ഇലക്ട്രോൺ വോൾട്ട്, ഇത്രയൊക്കെ കാണത്തുള്ളൂ എനർജി ഗ്യാപ്പ്. വളരെ ചെറിയ എനർജി ഗ്യാപ്പ് ആയിരിക്കും. ഇനി എന്റെ ചോദ്യം, ഈ പറയുന്ന കൂട്ടി ഈ ഇ ഡി എന്ന് പറയുന്ന ഡോണർ എനർജി ലെവൽ ഇലക്ട്രോൺസ് കാണത്തില്ലേ? ഇലക്ട്രോൺസ് കാണുമോ? കാണുമല്ലോ. കാരണം നിങ്ങൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ കുറെ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തു. ഓരോ ഇമ്പ്യൂരിറ്റിക്ക് പകരമായിട്ട്, അതായത് നിങ്ങൾ ഓരോ, ഫോർ എക്സാമ്പിൾ പെൻറ്റാവാലിന് എക്സാമ്പിൾ ആരൊക്കെയാണ് പറഞ്ഞു? അതെ, പെൻറ്റാവാലിന് ആഴ്സൻസ് ആണോ? പിന്നെ എന്തൊക്കെ? എസ് ബി, ആന്റിമണി, ബിസ്മത്ത്. മനസ്സിലായോ? എടാ, ഞാൻ ഒരു ബിസ്മത്ത് ആറ്റം എടുത്തിട്ട് ആഡ് ചെയ്യുന്നു. ഞാൻ ചിലപ്പോൾ ഒരു 100 ബിസ്മത്ത് ആറ്റം എടുക്കുന്നു. ശരിയാണ് പറഞ്ഞത്? അപ്പൊ ഒരു ബിസ്മത്ത് ഇടുമ്പോൾ ഒരു ഇലക്ട്രോൺ ഉണ്ട്. എവിടെ? ഈ ഒരു ലെവലിൽ. അങ്ങനത്തെ ഞാനൊരു 50 ബിസ്മത്ത് ആയിട്ടെങ്കിലും 50 ഇലക്ട്രോൺ ഇവിടെ കാണത്തില്ലേ? എവിടെ? എനർജി ഇ ഡിയിൽ. ഇ ഡിയിൽ ഒരു 50 ഇലക്ട്രോൺ കാണും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോ അറ്റ് റൂം ടെമ്പറേച്ചർ പ്രത്യേകിച്ച് കണ്ടക്ഷൻ ഒന്നുമില്ല. പക്ഷേ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 0 എങ്കിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന എനർജി ഓഫ് ഡോണർ ലെവലില്ലേ, അവിടെയുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നുള്ളൂ. അപ്പൊ എനർജി ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ എക്സൈറ്റ് ആയിട്ട് അങ്ങോട്ട് കയറിക്കും. ഈ ഇലക്ട്രോൺസ് നിങ്ങളുടെ കണ്ടക്ഷൻ ബാൻഡിലോട്ട് കയറിക്കും. കണ്ടക്ഷൻ സിമ്പിൾ. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് എടാ, ഇവിടെ നേരത്തെ ഇലക്ട്രോൺസ് ഉണ്ട്. എവിടാ? ഇ ഡി. അതായത് ഡോണർ എനർജി ലെവലില്ലേ, ആ ഡോണർ എനർജി ലെവലിൽ കുറെ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഇരിപ്പില്ലേ? നിങ്ങൾ എന്ത് ആഡ് ചെയ്തുകൊണ്ട്? ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തുകൊണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ കണ്ടക്ടിവിറ്റി കൂട്ടിയെടുക്കുന്നത്. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ഇത് ആഡ് ചെയ്യാതിരിക്കുവായിരുന്നു വിചാരിച്ച് ഇങ്ങനെ ഒരു എനർജി ലെവൽ കാണുമോ? ഇല്ലല്ലോ. ഇങ്ങനെ ഈ ഒരു എനർജി ലെവൽ ഇലക്ട്രോൺസ് വല്ലതും കാണും? ഇല്ല. അപ്പൊ ഇത്രയും ഒരു എനർജി ഗ്യാപ്പ് നിങ്ങൾ ക്രോസ് ചെയ്യേണ്ടത്. അത്രയും എനർജി കൊടുത്താലല്ലേ നിങ്ങൾക്ക് കണ്ടക്ഷൻ കിട്ടത്തുള്ളൂ. ശരിയല്ലേ? ഇതിപ്പോ ആ വിഷയമില്ല. നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു? നമ്മളൊരു പെൻറ്റാവലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് എക്സസ് ആയിട്ട് ഇലക്ട്രോൺ കിട്ടി. ആ ഇലക്ട്രോണിന്റെ എനർജി ലെവൽ കണ്ടക്ഷൻ ബാൻഡുമായിട്ട് വളരെ അടുത്താണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ചെറിയൊരു എനർജി കിട്ടിയാൽ മതി. ഇവിടെ ചാടി എങ്ങോട്ട് പോകും? ഇവിടെ ഇരിക്കുന്ന ഓരോ ഇലക്ട്രോണും ചാടി എങ്ങോട്ട് പോകും? നിങ്ങളുടെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അങ്ങനെ നല്ലോണം കണ്ടക്ടിവിറ്റി കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ ഇലക്ട്രോൺ വരേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ബാലൻസ് ബാൻഡിൽ ആവശ്യം പോലെ ഇലക്ട്രോൺസ് കാണും, ഫുൾ ആയിരിക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ എല്ലാം നിങ്ങൾക്ക് ആരെ കാണിക്കാം? ഇലക്ട്രോൺസിനെ കാണിക്കാം. പറഞ്ഞാൽ മനസ്സിലായല്ലോ? പക്ഷെ നമുക്കിവിടെ ഇ ഡി എന്ന് പറഞ്ഞൊരു എനർജി ലെവൽ ഉണ്ട്, ഡോണറിന്റെ. അവിടെ ആവശ്യം പോലെ ഇലക്ട്രോൺ ഇരിപ്പുണ്ട്. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ, ചെറിയൊരു ടെമ്പറേച്ചർ കൊടുത്താൽ പോലെ, ഒരു ചെറിയൊരു എനർജി കൊടുത്താൽ പോലെ ഇവിടെ എനർജി അബ്സോർബ് ചെയ്തിട്ട് വെറും 0.1 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ ഉള്ളൂ എനർജി ഗ്യാപ്പ്. രണ്ട് ഈ ഒരു എനർജി ഗ്യാപ്പ് ഇവിടുന്ന് പെട്ടെന്ന് ചാടി അങ്ങോട്ട് പോയിക്കോളും, കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോയിക്കോളും. നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടക്ടിവിറ്റി കിട്ടിക്കോളും. ഇതാ പറഞ്ഞ കണ്ടക്ടിവിറ്റി കൂട്ടിയെടുക്കാൻ പറ്റും ഡോപ്പിംഗ് ചെയ്താൽ. ഡോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ചോദിക്കാൻ നന്നാ ചൂടാക്കിയാൽ പോരെ, നല്ലപോലെ ടെമ്പറേച്ചർ കൊടുത്താൽ പോരെ. അത് വിഷയമാണ്. എത്ര എണ്ണം പറഞ്ഞാൽ ടെമ്പറേച്ചർ കൊടുക്കുന്നു? കാരണം ഈ ഒരു എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്, ഒരു 2.8 ഒക്കെ ആയിരിക്കും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 0.1 എന്ന് പറഞ്ഞാൽ നോക്കി എത്ര ചെറുതാണ് എനർജി ഗ്യാപ്പ്. ശരിയല്ലേ? നിങ്ങളിവിടെ ടെമ്പറേച്ചർ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ശരിയല്ലേ? വലുതായിട്ട് ടെമ്പറേച്ചർ ഒന്നും എനർജി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു റൂം ടെമ്പറേച്ചർ മതി. റൂം ടെമ്പറേച്ചർ മതിയെന്ന്. റൂം ടെമ്പറേച്ചർ തന്നെ എന്ത് സംഭവിച്ചാലും ഇ ഡി എന്ന് പറഞ്ഞ എനർജി ലെവലിൽ നിന്ന് ഇലക്ട്രോണുകൾ ചാടി എങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നുള്ളൂ? നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിലോട്ട് ചാടി പോയിക്കൊണ്ടിരുന്നു. മനസ്സിലാകാറുണ്ട്? നിങ്ങൾ പ്രത്യേകിച്ച് ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ കണ്ടക്ടറിന്, സെമി കണ്ടക്ടറിന്. പറഞ്ഞാൽ മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? പെൻറ്റാവലന്റ് ആഡ് ചെയ്യുന്നുണ്ടാണ്. ഇത് ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു എനർജി ലെവൽ ഇല്ല. ഇവിടുന്ന് കാണാൻ ഇലക്ട്രോൺ ചാടി ഇവിടെ പോകാൻ സീന നല്ലപോലെ എനർജി കൊടുക്കേണ്ടി വരും. ശരിയാണോ ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇതാണ് ഡോണർ എനർജി ലെവൽ ഡയഗ്രാം. നിങ്ങൾ അതിനകത്ത് മാർക്ക് ചെയ്യേണ്ട എന്തൊക്കെയാ? ഇ ഡി മാർക്ക് ചെയ്യണം, തെറ്റിപ്പോകരുത്. ഇ ഡി മാർക്കിംഗ് ഇവിടെ കൊണ്ടല്ല, ഇവിടെ എവിടെയും കൊണ്ടൊന്ന് വരച്ചു വെക്കരുത്. ഡോണർ എനർജി ലെവൽ എപ്പോഴും വരയ്ക്കുന്നത് കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്തായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ കണ്ടക്ഷൻ ബാൻഡ് അടുത്ത് വരച്ചേക്കുന്ന ലെവൽ ഏതാ? ഇ ഡി. ഇനി കണ്ടക്ഷൻ ബാൻഡിന്റെ എനർജി ഇ സി, ബാലൻസ് ബാൻഡ് എനർജി ഇ വി. ഇ സിയുടെ ഇ വിയുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഏതാ? ഇ ജി, എനർജി ഗ്യാപ്പ്. പറഞ്ഞാൽ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ വരച്ചിടാമല്ലോ.
എന്നിട്ട് ഇവിടുന്ന് ചാടി എങ്ങോട്ട് പോകുന്നതായിട്ട് കാണിക്കുക ഇലക്ട്രോൺസ്? നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ്. എവിടെ ചാടി പോകുന്നത്? ED. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആയോ? എഴുതിട്ടോ, പഠിച്ചിട്ടോ. ഇതായിരുന്നു ഫസ്റ്റ് ഡയഗ്രാം. പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് എനർജി ലെവൽ. അക്സെപ്റ്റ് എനർജി ലെവൽ ആർക്ക് വേണ്ടിയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്? പി ടൈപ്പിന് വേണ്ടിയാണോ? ഇതേപോലെ നമുക്ക് ബാൻഡ് വരയ്ക്കാതെ രണ്ട് സൈഡ് ഇങ്ങോട്ട് നോക്കിയേ. ഒരു ബാൻഡ് ഏത് ബാൻഡ് ആയിരിക്കും? ഏതായത് കണ്ടക്ഷൻ ബാൻഡ്. താഴെ വരയ്ക്കുന്ന ഏതാണ്? വാലൻസ് ബാൻഡ്. എനർജി ലെവൽസ് മാർക്ക് ചെയ്യുക. കുറെ എനർജി ലെവൽസ് ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള ഇതിനെ ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതേത് ബാൻഡാ? ഇതേത് ബാൻഡാ? ഇതേതാ? അപ്പൊ ഈ എനർജി EV. ഇതേതാ? EC. ഈ ഗ്യാപ്പ് EG ആണോ? ശരി. അപ്പോ നമ്മള് പി ടൈപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തോണ്ടിരുന്നത്? നമ്മളൊരു സിലിക്കണോ ഓർ ജെർമേനിയോ എടുക്കുന്നു, അതിലേക്ക് ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. ട്രൈ വാലന്റ് എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺ കൊണ്ടല്ലേടാ വരുന്നത് അല്ലേ? സിലിക്കൺ ജെർമേനിയത്തിനകത്ത് 4 ഇലക്ട്രോൺ ഇല്ലേടാ? ആണോ? അപ്പൊ 3 എണ്ണം പോയി. 3 ശരിയാണ് പറഞ്ഞത്. 3 ചേരുക. അപ്പൊ പിന്നെ എന്തോ ഉള്ളത്? ഹോള് മാത്രം ബാക്കിയുള്ളൂ. എന്തുവാ? ഹോൾസ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹോളുകൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഓരോ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹോളാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. എന്തുവാ? ഒരു ഹോൾ. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ഒരു എം ടി സ്പേസ് അല്ലെ ഹോളാ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എനർജി ലെവൽ വരയ്ക്കുമ്പോൾ അക്സെപ്റ്റ് എനർജി ലെവൽ, ആ അക്സെപ്റ്റ് എനർജി ലെവലിനകത്ത് ഇലക്ട്രോൺ ആയിരിക്കും ഉള്ളത്, ഹോൾ ആയിരിക്കും. ഇവിടെ ഡോണർ എനർജി ലെവൽ മാർക്ക് ചെയ്തില്ലേ? അതിനകത്ത് എന്ത് വരുന്നുണ്ടായിരുന്നത്? ഇലക്ട്രോൺസ്. എവിടുന്ന് വന്നയാ? എക്സസ് ആയിട്ട് വന്നൊരു ഇലക്ട്രോൺ ആണോ? എങ്കിൽ അക്സെപ്റ്റ് എനർജി ലെവലിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് എന്റെ ചോദ്യം. അക്സെപ്റ്റ് എനർജി ലെവലിനകത്ത് ഇലക്ട്രോൺ ആണോ ഉള്ളത്? പിന്നെയോ? അപ്പൊ ഹോൾ അല്ലേടാ ഉള്ളത്? എന്തോ ഉള്ളത്? ഹോൾസ്. ഞാൻ പറഞ്ഞ മനസ്സിലായി. അത് ആർക്ക് ക്ലോസ് ആയിരിക്കും എന്നറിയാം? ബാലൻസ് ബാൻഡിന് ക്ലോസ് ആയിട്ടായിരിക്കും നിങ്ങൾ വരയ്ക്കുന്നത്. ആർക്ക് ക്ലോസ് ആയിട്ടാ? ബാലൻസ് ബാൻഡ്. അപ്പൊ ബാലൻസ് ബാൻഡിന് ക്ലോസ് ആയിട്ട് നിങ്ങൾ ഏത് ലെവൽ വരയ്ക്കും? അക്സെപ്റ്റർ എനർജി ലെവൽ. ഏതാ? അക്സെപ്റ്റർ എനർജി ലെവൽ. എനർജി ഓഫ് അക്സെപ്റ്റർ ഇംപ്യൂരിറ്റി. എനർജി ഓഫ് അക്സെപ്റ്റർ ഇംപ്യൂരിറ്റി. ഇതിനകത്ത് എന്ത് വരയ്ക്കും ഉള്ളത്? ഹോളുകളല്ലേ? കാരണം നിങ്ങൾ ആഡ് ചെയ്തത് ട്രൈവാലന്റ് ഇംപ്യൂരിറ്റിയാ. ആണോ അല്ലയോ? ആണല്ലോ. ഇനി ഈ പറഞ്ഞ ബാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ് ആയിരിക്കത്തില്ലേ? ഇലക്ട്രോൺസ് ഫിൽഡ് ആയിരിക്കില്ലേ? ആണ്. ശരിയാണോ പറഞ്ഞത്? എപ്പോഴാണോ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 0 കെൽവിൻ ആകുന്നത് എന്ത് സംഭവിക്കും? വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ ചാടി എങ്ങോട്ട് പോകും? ഹോളിലേക്ക്. വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ ചാടി എങ്ങോട്ട് പോകും? ഹോൾസിലേക്ക്. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണല്ലോ. അങ്ങനെ ഇത് ചാടി ചാടി അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ എന്തുമായിരിക്കും ജനറേറ്റ് ചെയ്യപ്പെടുന്നത്? അതായത് ഇത് ഒക്യുപ്പൈഡ് ആയല്ലോ. കണ്ട് ഇത് ഒക്യുപ്പൈഡ് ആയല്ലോ. ഇതിനെ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്തല്ലോ. ഇവിടെ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്തല്ലോ. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഹോൾ ക്രിയേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എത്ര ഇലക്ട്രോൺ ആണ് ഇവിടെ ചാടി എങ്ങോട്ട് പോയത്? അക്സെപ്റ്റർ എനർജി ലെവലിലേക്ക് പോയത്. അത്രയും ഹോൾ ആയിരിക്കും എവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? ബാലൻസ് ബാൻഡ്. എവിടെയാ? ബാലൻസ് ബാൻഡ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ എനർജി ലെവൽ ഏതാ? അക്സെപ്റ്റർ എനർജി ലെവൽ. ഇതിനകത്ത് എന്ത് മാത്രമേ ഉള്ളായിരുന്നു? ഹോളുകൾ മാത്രം. കാരണം നിങ്ങൾ ആഡ് ചെയ്യുന്ന ഓരോ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്തും ഉണ്ടാവുന്നത്? ഹോൾ. ഓരോ ഹോളും ഇതും ഉണ്ടാവും. അങ്ങനെ ഒരു 100 എണ്ണം ആഡ് ചെയ്യും. 100 അലുമിനിയം ആഡ് ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞ മനസ്സിലായോ? എന്ത് സംഭവിക്കും? 100 ഹോൾ ആയിരിക്കും ഇവിടെ ജനറേറ്റ് ചെയ്യും. ബാലൻസ് ബാൻഡിനകത്ത് ഇലക്ട്രോൺസ് കാണുമല്ലോ. നിങ്ങളുടെ ടെമ്പറേച്ചർ കൊടുക്കുമല്ലോ, എനർജി കിട്ടുമല്ലോ ഇലക്ട്രോൺസിന്. എനർജി കിട്ടുമ്പോഴത്തേക്ക് ഇവിടുന്ന് അയണൈസേഷൻ സംഭവിക്കും. എക്സൈറ്റഡ് ആവും ഇലക്ട്രോൺസ്. എന്നിട്ട് ചാടി എങ്ങോട്ട് പോയിരിക്കും? ഹോളുകളിലേക്ക്. ഏത് ഹോളുകളിലേക്ക്? അക്സെപ്റ്റർ എനർജി ലെവലിലുള്ള ഹോളിലേക്ക്. ശരിയാണോ പറഞ്ഞത്? ആ സമയത്ത് ബാലൻസ് ബാൻഡ് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും? ഹോൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം ഇവിടുന്ന് ഇലക്ട്രോൺ ലീവ് ചെയ്ത് പോയല്ലോ. ഇലക്ട്രോൺ ലീവ് ചെയ്ത് അങ്ങോട്ട് പോയി ഹോളിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഹോൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ ആണോ? ഇതാണ് എനർജി ലെവൽ ഡയഗ്രാം ഫോർ അക്സെപ്റ്റർ. പറഞ്ഞ മനസ്സിലായോ? അക്സെപ്റ്റർ എനർജി ലെവൽ ഡയഗ്രാം ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. സംശയം ഉണ്ടാക്കി ഇല്ലല്ലോ? ഓക്കെ ആണ്? മനസ്സിട്ടോ? ഇങ്ങോട്ട് നോക്കി. ഒരുപാട് കോംപ്ലക്സ് ആക്കാതെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു 4-5 പോയിന്റ് മാത്രം വരുന്ന രീതിയിൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് വരും. പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ടൈപ്പ് ആണെന്ന് മനസ്സിലായി കാണും. എൻ എന്ന് പറഞ്ഞാൽ എൻ ടൈപ്പ് ആണെന്ന് മനസ്സിലായി കാണും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെക്കുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ടാവുന്നുണ്ട് ഈ ഡയോഡ്. ആ ജംഗ്ഷൻ നമ്മളതിനെ, അതായത് ഒരു പി ടൈപ്പൂടെ എൻ ടൈപ്പൂടെ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ നമുക്കൊരു ഡയോഡ് കിട്ടും. അതാ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഇവിടെ നോക്കിയോ, പി ടൈപ്പ്, ഒരു പി ടൈപ്പും ഒരു എൻ ടൈപ്പ്, ഒരു പി ടൈപ്പും ഇതാ ഒരു എൻ ടൈപ്പ്. ഇത് പി ടൈപ്പ്, ഇത് എൻ ടൈപ്പ് എന്ന് വിചാരിച്ചു. സെമി കണ്ടക്ടർ, ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ? എങ്ങനെ? പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും എങ്ങനെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? ഞാൻ ഒരു ജെർമേനിയോ സിലിക്കണോ എടുക്കും. വേണമെങ്കിൽ ഇതൊരു ഫുൾ ക്രിസ്റ്റലായിട്ട് എടുത്തിട്ട് ഇതിന്റെ പാതിയിൽ പെൻഡാവാലന്റ് ആഡ് ചെയ്യും, പാതിയിൽ ട്രൈവാലന്റ് ആഡ് ചെയ്യും. അപ്പൊ എന്താ എനിക്ക് പി ടൈപ്പ് എൻ ടൈപ്പ് എടുത്തിട്ട് അങ്ങനെ ആയാലും മതിയോ? അങ്ങനെ ആവാലോ.
അല്ലെങ്കിൽ ഒരു പി ടൈപ്പ് എൻ ടൈപ്പ് ഒരുമിച്ച് വെച്ചാലും സെപ്പറേറ്റ് ഉണ്ടാക്കിയെടുക്കും. കാരണം മനസ്സിലായോ? ഒരു പ്യുവർ ജെർമേനിയോ സിലിക്കൺ ക്രിസ്റ്റൽ എടുക്കുക, അതിന്റെ ഹാഫ് വേ നിങ്ങൾ എന്താ ആഡ് ചെയ്യുക? പെൻടാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എൻ ടൈപ്പ്. ട്രൈവാലന്റ് ഒരു സൈഡിൽ ആഡ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? പി ടൈപ്പ്. ശരിയാണോ ഞാൻ പറഞ്ഞത്? അങ്ങനെ ഒരുമിച്ച് കിട്ടുന്ന സാധനത്തിന് നമ്മൾ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയോ, നമ്മൾ പി ടൈപ്പ്, അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആഡ് 1 പി ടൈപ്പ് 1 എൻ ടൈപ്പ്. ഒരു പി ടൈപ്പ് എൻ ടൈപ്പ് കൂടെ ആഡ് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ പ്രോസസ്സ്. ഇനി എൻ്റെ ചോദ്യം, ഇത് എൻ ടൈപ്പാ ഇത് പി ടൈപ്പാന്ന് പറഞ്ഞല്ലോ. എൻ ടൈപ്പിൽ ആരാ മെജോറിറ്റി ചാർജ് കാരിയർ എന്ന് പറഞ്ഞു? എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ആരാണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്? ആരാ? ഇലക്ട്രോൺസ്. അപ്പോൾ ഞാനിവിടെ ഇലക്ട്രോൺസ് എടുക്കും. 1 2 3 1 2 3. ശ്രദ്ധിച്ചിട്ട് തോന്നേ 1 2 3. ഇതിനകത്ത് മൈനോറിറ്റി ചാർജ് കാരിയർ കാണുമല്ലോ, 1 2 ഹോള് കാണും അവിടെ കഴിഞ്ഞല്ലോ. അടുത്തത് പി ടൈപ്പ് സെമി കണ്ടക്ടറല്ലേ? പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ആരാ മെജോറിറ്റി ചാർജ് കാരിയർ? ഹോൾസ്. അപ്പോൾ നമ്മൾ ഹോൾ വരും. 1 2 3 1 2 3 1 2 3. ഇവിടെ മൈനോറിറ്റി ചാർജ് കാരിയർ ആയിരിക്കും 1 2 ഇലക്ട്രോൺസ്. ക്ലിയർ ആണ്? ഓക്കെ ആണ്? ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഡിഫ്യൂഷൻ പ്രോസസ് എന്നൊരു പ്രോസസ് നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡിഫ്യൂഷൻ പ്രോസസ് വഴി ഉണ്ടാകുന്ന ഒരു കറണ്ട് ഉണ്ടായി വിളിക്കുന്ന പേര് ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച്, ഈ കാണുന്ന ഇതൊക്കെ എന്തുവാ? ഈ 3 ഇലക്ട്രോൺസ്. ഇത് 3 എന്തുവാ? ശരിയാണ് പറഞ്ഞത്. ഇലക്ട്രോൺ ഇവിടുന്ന് ചാടി ഹോളിലേക്ക് പോയി ഡിഫ്യൂസ് ചെയ്യപ്പെടും, അല്ലെ ന്യൂട്രലൈസ് ചെയ്യപ്പെടും. ഇത് പോസിറ്റീവ് അല്ലേ ഹോളുകൾ, ഇതെന്തുവാ? നെഗറ്റീവ് ഇലക്ട്രോൺസ്. ഇത് രണ്ടും കൂടെ കൂടി ചേർന്ന് രണ്ടും കൂടെ ന്യൂട്രലൈസ് ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലായി? ഇതാണ് ഡിഫ്യൂഷൻ പ്രോസസ് എന്ന് പറഞ്ഞത്. എന്തുവാ? ഡിഫ്യൂഷൻ പ്രോസസ്. അതായത് ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺസ്, അതായത് എൻ ടൈപ്പിന്റെ അറ്റത്തിരിക്കുന്ന, അതായത് ഈ ഒരു എൻഡിലിരിക്കുന്ന ഇലക്ട്രോൺസ് എല്ലാം കൂടെ അടുത്തിരിക്കുന്ന ഹോളുകളിലേക്ക് പോയി ഡിഫ്യൂസ് ആയി തമ്മിൽ ന്യൂട്രലൈസ് ചെയ്യും. ഒരു പോസിറ്റീവ് നെഗറ്റീവ് എന്തായി ന്യൂട്രലൈസ് ആയി പോകും. അതേപോലെ ഇവിടുത്തെ 3 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ചാടിപ്പോയിട്ട് ഇതുമായിട്ടാണ് ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ ഇവിടുന്ന് മൂവ് ചെയ്ത് അപ്പുറത്തോട്ട് പോകല്ലേ, പിയിലോട്ട്. എന്നിന്ന് മൂവ് ചെയ്ത് അങ്ങോട്ട് പോവാ പിയിലോട്ട്. മോഷൻ ഓഫ് ഇലക്ട്രോൺസ് എന്ത് സംഭവിക്കും? കറണ്ട് ഉണ്ടാവും. ആണോ? ആ കറണ്ടിനെ എന്ത് വിളിക്കും? ഡിഫ്യൂഷൻ കറണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ ഡിഫ്യൂഷൻ പ്രോസസ് ആണ്. അതായത് 3 ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്തു എങ്ങോട്ടും ഹോളിലേക്ക്. പി ടൈപ്പിലിരുന്ന 3 ഹോളിലേക്ക് 3 ഇലക്ട്രോൺസ് എന്ത് ചെയ്യപ്പെട്ടു? ഡിഫ്യൂസ് ചെയ്യപ്പെട്ടു, ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു. ഇലക്ട്രോൺസ് ഇവിടുന്ന് മൂവ് ചെയ്ത് അപ്പുറത്തോട്ട് പോയേക്കുന്നത്. ഇലക്ട്രോണുകൾ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാവും നമുക്കറിയാം. അതായത് ഫ്ലോ ഓഫ് ചാർജ് അല്ലേ? ഒരു പെർട്ടിക്കുലർ സമയത്ത് ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളവിടെ കറണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും കറണ്ട് ഉണ്ടായി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. എൻ ടൈപ്പിലുള്ള ഇലക്ട്രോൺസ് പി ടൈപ്പിലുള്ള ഹോളുമായിട്ട് ഡിഫ്യൂസ് ആയി പോകും. മനസ്സിലായ പറഞ്ഞു? എല്ലാം ഒന്നും അല്ല, ഈ ഒരു കുറച്ച് ഭാഗം നിങ്ങൾക്ക് കാണാമായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? അപ്പുറത്തോട്ട് പോകും. എന്നിട്ട് ഇതുമായിട്ട് എന്ത് ചെയ്യുന്നു? ഡിഫ്യൂസ് ചെയ്യുന്നു. ആരുമായിട്ട്? ആ ഹോളുമായിട്ട്. എവിടെ ഇരിക്കുന്ന ഹോളുമായിട്ട്? പി ടൈപ്പ്. അങ്ങനെ പടം ഇങ്ങനെ വരുമെന്ന് പറയാം. അടുത്ത പടം ശ്രദ്ധിച്ചു വേണ്ടേ? ഇങ്ങനെ വന്നിട്ട് 1 2 1 2 1 2. ഈ ഒരു ഇത്രയും സ്പേസ് കണ്ടിങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇലക്ട്രോൺസ് 1 2 1 2 1 2. ഇത് ഇതുമായിട്ട് അങ്ങ് ന്യൂട്രലൈസ് ആയി പോയി. ഇത് ഇതുമായിട്ട് പറഞ്ഞത് ഡിഫ്യൂഷൻ പ്രോസസ് അല്ലെ, ഡിഫ്യൂഷൻ കറണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ചെയ്ത് എന്തോ, നമുക്കൊരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാക്കിയെടുക്കണമായിരുന്നു. നമ്മളൊരു പി ടൈപ്പ് എടുത്തു, നമ്മളൊരു എൻ ടൈപ്പ് എടുത്തു, അല്ലേ? രണ്ടും ഒരുമിച്ച് വെച്ചു. ശരിയാണല്ലോ പറഞ്ഞത്? ഇങ്ങനെ വെച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് പി ടൈപ്പ് ഇത് എൻ ടൈപ്പ് എന്ന് വിചാരിച്ചു, അല്ലേ? അപ്പൊ എൻ ടൈപ്പിനകത്ത് മൊത്തം ഉള്ളത് എന്താണ്? ഇലക്ട്രോൺസ് ആണ് നമുക്കറിയാം. പി ടൈപ്പിൽ എന്താ ഉള്ളത്? ഹോൾസ് ആണെന്ന് അറിയാം. അപ്പൊ ഇവിടുന്നുള്ള ഇലക്ട്രോൺസ് എൻ ടൈപ്പിൽ നിന്ന് പി ടൈപ്പിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോവുകയും ന്യൂട്രലൈസ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ആദ്യം നമ്മൾ കാണുന്ന പ്രോസസ്സ്, ഒബ്സർവ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? അപ്പുറത്തുള്ള പി ടൈപ്പിലെ ഹോളുമായിട്ട് ഡിഫ്യൂസ് ആയിപ്പോയി, അല്ലെ ന്യൂട്രലൈസ് ആയിപ്പോയി. ശരിയാണോ പറഞ്ഞത്? ഇലക്ട്രോൺ ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകുന്നുണ്ടല്ലോ, മോഷൻ ഓഫ് ഇലക്ട്രോൺ സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ കറണ്ട് ഉണ്ടാവുന്നില്ല. ഇവിടെ നടന്നത് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന കറണ്ട് ഏതാ? ഡിഫ്യൂഷൻ കറണ്ട്. ഏത് കറണ്ടാ? ഡിഫ്യൂഷൻ കറണ്ട്. മനസ്സിലായോ? കുഴപ്പമില്ലല്ലോ. ഇനി നോക്കിയേ, ഇങ്ങനെ ഒരു ഡിഫ്യൂഷൻ പ്രോസസ് നടന്നു കഴിയുമ്പോൾ ഡയഗ്രാം ഇതായിരിക്കത്തില്ലേ? ഇലക്ട്രോൺ ഇവിടെ അങ്ങോട്ടല്ലേ ചാടിപ്പോയത്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ആണോ? ഇവിടെ ഒരു പോസിറ്റീവ് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്തു. ഇവിടെയോ? ഇവിടെ ഒരു നെഗറ്റീവ് പൊളാരിറ്റി. ഡെവലപ്പ് ചെയ്തു. പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ ഒരു പോസിറ്റീവ് പൊളാരിറ്റിയും ഇവിടെ ഒരു നെഗറ്റീവ് പൊളാരിറ്റിയും ഡെവലപ്പ് ചെയ്യും. ശരിയല്ലേ പറഞ്ഞത്? ഒരു ബോഡി ഇലക്ട്രോൺ പോവുകയാണെങ്കിൽ അവിടെ പോസിറ്റീവ്, ആരാണോ വാങ്ങിക്കുന്നത് അവിടെ നെഗറ്റീവ് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യും. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇനി പറ, ഇതിവിടെ മൊത്തം പോസിറ്റീവ് ആയിട്ടൊരു റീജിയൻ ആണ്, ഇത് നെഗറ്റീവ് ആയിട്ടുള്ള റീജിയൻ. പോസിറ്റീവ് ഇത് നെഗറ്റീവ് റീജിയനിലേക്ക് എന്തോ ഒരു സാധനം പോകട്ടെ. എന്തുവാ? ഇലക്ട്രിക് ഫീൽഡ്. കേട്ടുണ്ടോ? പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്തില്ല. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ലേ? ആണോ? ഇലക്ട്രിക് ഫീൽഡ് ഈ. ശരിയാണോ പറഞ്ഞത്? അതുമല്ല, ഈ ഒരു റീജിയൻ നിങ്ങൾ ഉണ്ടായിരുന്നു, ഈ റീജിയനകത്ത് വല്ല ചാർജ് ഇരിപ്പുണ്ടോ?
ഈ ഒരു ഇത്രയും റീജിയനകത്ത് ചാർജ് വല്ലതും ഉണ്ടോ? ഇല്ല. ഷോർട്ടേജ് ഓഫ് ചാർജ് സംഭവിച്ചില്ലേ? ഡിഫ്യൂഷൻ പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് ചാർജ് എന്ന് പറഞ്ഞ സാധനമേ കാണാനുണ്ട്. കാണാനുണ്ടോ? ഇതിന് ഈ ഒരു ലെയറിന് ഒരു പേര് വിളിക്കും, അറിയാം, ഡിപ്ലീഷൻ ലെയർ. എന്ത് വിളിക്കും ഈ ലെയറിനെ? ഇത്രയും വിളിക്കും ഡിപ്ലീഷൻ ലെയർ. ഡിപ്ലീഷൻ ലെയറിലെ പ്രത്യേകത അവിടെ ഷോർട്ടേജ് ഓഫ് ചാർജ് ആണല്ലോ. അവിടെ പ്രത്യേകിച്ച് ചാർജുകളൊന്നും കാണാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. ഷോർട്ടേജ് ഓഫ് ചാർജ് ഉള്ള ഒരു റീജിയൻ ആയത് ഡിപ്ലീഷൻ ലെയർ. അപ്പോൾ ഫോർമേഷൻ ഓഫ് ഡിപ്ലീഷൻ ലെയർ ആണ്, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. പി എൻ ജംഗ്ഷൻ ഡയോഡിലെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് ഓഫ് ചാർജ് ഉണ്ടാകും. ആര് കാരണം? ഡിഫ്യൂഷൻ കറണ്ട് കാരണം. അങ്ങനെ ഉണ്ടാകുന്ന ലെയറിനെ വിളിക്കുന്ന പേര് എന്ത്? ഡിപ്ലീഷൻ ലെയർ. ആ ഡിപ്ലീഷൻ ലെയറിനകത്ത് നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ സാധിക്കുന്നുണ്ട്. പോസിറ്റീവ് പൊളാരിറ്റി ഉള്ള സ്ഥലത്തു നിന്ന് നെഗറ്റീവ് പൊളാരിറ്റി ഉള്ള സ്ഥലത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. എന്നിട്ടാവുന്നു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കാം? ക്ലിയർ ആയ പറഞ്ഞു. ഇനി നോക്കിക്കേ, ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ഡിപ്ലീഷൻ ലെയറിന്റെ, അതിനെ ഡി എന്ന് വിളിച്ചോട്ടെ. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇ എന്ന് വിളിച്ചോട്ടെ. എടാ, പോസിറ്റീവ് പൊളാരിറ്റിയിൽ നിന്ന് നെഗറ്റീവ് പൊളാരിറ്റിക്ക് എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ഡിപ്ലീഷൻ ലെയറിന്റെ ഡിസ്റ്റൻസ് അതിനെ ഡി എന്ന് വിളിച്ചു. അപ്പൊ ഇ ഉണ്ട്, ഡി ഉണ്ട്. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇടിയല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇടിയല്ലേ? ഇടി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായില്ലേ? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായില്ലേ? ആ വി ഇസ് ഈക്വൽ ടു എന്തുവാ? ഇടി. അപ്പൊ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. ഇതിനെന്ത് വിളിക്കും? പൊട്ടൻഷ്യൽ ബാരിയർ. അത് എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് പറയാം. ഡിപ്ലീഷൻ ലെയറിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഒരു ഡിസ്റ്റൻസ് ഡി ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഡിപ്ലീഷൻ ലെയറിൽ, അതാണ് ഇടി. സാധാരണ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കറണ്ട് ഒഴുകാൻ വേണ്ടിയല്ലേ ഉണ്ടാവുന്നതെന്ന് പറയുന്നത്, അതായത് സപ്പോർട്ട് ദ ഫ്ലോ ഓഫ് കറണ്ട്. അതിന് വേണ്ടിയല്ലേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നത്. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ഉണ്ടായ ഈ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ഇത് സപ്പോർട്ട് ചെയ്യുവല്ല കറണ്ടിനെ. പിന്നെ എന്ത് ചെയ്യാന്നറിയാം? ഒപ്പോസ് ചെയ്യും. എന്ത് ചെയ്യുക? ഒപ്പോസ് ചെയ്യും. എന്ത് ചെയ്യുക? ഒപ്പോസ് ചെയ്യുക. കാരണം എന്ന് പറയാം എന്താണ്? എന്താ കാരണം എന്ന് പറയാം? ഇനി ഇവിടുന്ന് ഇലക്ട്രോൺസ് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇവിടുന്ന് ഇലക്ട്രോൺസിന് അങ്ങോട്ട് പോകാൻ പറ്റും, അപ്പുറത്തോട്ട് പീലോട്ട്. കാരണം നെഗറ്റീവ് പൊളാരിറ്റിയാണ്. നോക്കിക്കേ, ശ്രദ്ധിച്ച്. എടാ, അപ്പുറത്ത് പി ടൈപ്പിന് ഒരു നെഗറ്റീവ് പൊളാരിറ്റി ഉണ്ടായില്ലേ? എൻ ടൈപ്പിന് ഇലക്ട്രോൺ അങ്ങോട്ട് പോകാൻ പറ്റൂ. കാരണം നെഗറ്റീവിന്റെ ചാർജ്, സോറി, ഇലക്ട്രോണിന്റെ ചാർജ്, അപ്പുറത്തെ ചാർജ് നെഗറ്റീവ് അല്ലേ? ഇവിടെ നെഗറ്റീവ് പൊളാരിറ്റി, ഇവിടെ ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഇനി അങ്ങോട്ട് ചാടി പോകാൻ പറ്റുമോ? റിപ്പൾഷൻ അല്ലേ? പറ്റൂല. പറഞ്ഞ മനസ്സിലായോ? ഇനി ഹോളിന് ഇവിടെ ഇങ്ങോട്ട് വരാൻ പറ്റൂ? ഇല്ല. ഹോളിന് ഇവിടെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? കാരണം ഇവിടെ ഏത് പൊളാരിറ്റിയാ? ഹോളിന്റെ ചാർജ് ഏതാ? പോസിറ്റീവ്. പോസിറ്റീവ് റിപ്പൾഷൻ, ശരിയല്ലേ? അപ്പൊ ഇനി ചാർജിന്റെ ഫ്ലോ ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുമല്ലേ ഇവൻ? ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ശരിക്കും കറണ്ടിനെ ഒഴുക്കാനല്ല സഹായിക്കുന്നത്, പിന്നെയോ ഒപ്പോസ് ചെയ്യുക. കറണ്ട് ഒഴുകാതിരിക്കാനാണ് ശ്രമിക്കുന്നത്, ശരിയല്ലേ? അത് ഈ പൊട്ടൻഷ്യൽ അതിവിടെ ഡിഫ്യൂഷൻ ലെയർ ഉണ്ടായോണ്ടാണ്. ഇവിടെ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് നടന്നു, ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടായി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ടായിട്ടുണ്ട്. എന്താ ഡിപ്ലീഷൻ ലെയർ? ദർ ഇസ് ഷോർട്ടേജ് ഓഫ് ചാർജ്, നോ ചാർജ് ഇൻ ദിസ് പർട്ടിക്കുലർ റീജിയൻ. അതിനെ നമ്മൾ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത്. ഡിപ്ലീഷൻ ലെയറിനകത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അത് നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇടിയാണ്. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായെന്ന് മനസ്സിലായി. സാധാരണ ഒരു കണ്ടക്ടറിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ കറണ്ട് ഫ്ലോ ചെയ്യാറാണ് സാധ്യത. പക്ഷെ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ ചെയ്യുന്നത്? ബാരിയറായിട്ട് ആക്ട് ചെയ്യും. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യും. കാരണം നിങ്ങൾക്ക് കണ്ടാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെയുള്ള ഇലക്ട്രോൺസിന് ഒന്നും തന്നെ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇവിടെ നെഗറ്റീവ് പൊളാരിറ്റി, നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് പൊളാരിറ്റി, ഓപ്പോസ് ചെയ്യപ്പെടും, റിപ്പൾഷൻ സംഭവിക്കും. ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇനി ഇവിടെ ഇരിക്കുന്ന ഹോളിന് അപ്പുറത്തോട്ട് പോകണമെന്ന് വിചാരിച്ചാലോ? പി ടൈപ്പിലിരിക്കുന്ന ഹോളിന് എന്നിലോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ പോകും അങ്ങോട്ട്. കാരണം ഇവിടെയുള്ള പൊളാരിറ്റി ഏതാ? പോസിറ്റീവ്. ഇവിടെ ഹോളിന്റെ ചാർജ് ഏതാ? പോസിറ്റീവ്. വീണ്ടും റിപ്പൾഷൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ടായ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ആ പൊട്ടൻഷ്യൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബാരിയർ ആയിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടായ പൊട്ടൻഷ്യൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. പറഞ്ഞാൽ മനസ്സിലായി? അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ ബാരിയർ. ഡിപ്ലീഷൻ ലെയറിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരെന്തുവാ? പൊട്ടൻഷ്യൽ ബാരിയർ. എന്തുകൊണ്ടാണ് പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത്? അവരൊരു ഭിത്തിയായിട്ട് നിൽക്കുക. ശരിക്കും പറഞ്ഞത് അപ്പുറത്തുള്ള ചാർജുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതായത് മെജോറിറ്റി ചാർജ് കാരിയറിന് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, ഇവിടുത്തെ മെജോറിറ്റി ചാർജ് കാരിന് ഇങ്ങോട്ട് വരാനും സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കും. ഇതിനെ എന്ത് വിളിക്കുന്ന? പൊട്ടൻഷ്യൽ ബാരിയർ. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ഉണ്ടായെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു, അതാ പൊളാരിറ്റി കാണിച്ചത്. ലാസ്റ്റ് എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ബാരിയർ. മനസ്സിലായോ? ഇതാ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഇതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ക്ലിയർ ആയി പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ആഡ് 1 പി ടൈപ്പ് ആൻഡ് 1 എൻ ടൈപ്പ്. ഒരു പി ടൈപ്പ് എടുക്കുക, എൻ ടൈപ്പ് എടുക്കുക, ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, എൻ ടൈപ്പിലുള്ള ഇലക്ട്രോൺസ് ഏറ്റവും ആദ്യം ഇനിഷ്യലി ചാടി എങ്ങോട്ട് പോകും? ഹോളുകളിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവും, ശരിയാണ്? അങ്ങനെ ഒരു ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ലെയർ കിട്ടും. ആ ലെയറിനെ വിളിക്കും ഡിപ്ലീഷൻ ലെയർ. കാരണം നിങ്ങൾക്ക് അവിടെ രണ്ട് തരം പൊളാരിറ്റി ഉണ്ടാവും. ഇവിടുന്ന് ഇലക്ട്രോൺ ചാടി അപ്പുറത്തോട്ട് പോയപ്പോൾ ഈ റീജിയൻ പോസിറ്റീവായി. എങ്ങോട്ടാണോ ഇലക്ട്രോൺ ചാടിപ്പോയത് അവിടെ നെഗറ്റീവ് റീജിയനായി.
അപ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് റീജിയൻ നിങ്ങൾക്ക് കാണാം. ഇതിനെ വിളിക്കുന്ന പേര് ഡിപ്ലീഷൻ ലെയർ. ഏത് ലെയറാ? ഡിപ്ലീഷൻ ലെയർ. ഇനി ഡിപ്ലീഷൻ ലെയറിനകത്ത് നിങ്ങൾക്ക് അറിയാം പോസിറ്റീവിന് നെഗറ്റീവിൽ ടെറിട്ടറി ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഈ ഡിപ്ലീഷൻ ലെയറിന്റെ ഡിസ്റ്റൻസ് ഡി ആണ്. അപ്പോൾ ഇയും ഡിയും ഉണ്ടെങ്കിൽ നമുക്ക് വി പറയാൻ പറ്റും, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വി ഈക്വൽ ടു ഇഡി. ഇനി മനസ്സിലാക്കേണ്ടത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സാധാരണ എല്ലാ കേസുകളിലും സപ്പോർട്ടീവ് ഫ്ലോ ഓഫ് കറണ്ടിന്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവിടുത്തെ ഈ രണ്ട് പൊളാരിറ്റിയും ശ്രദ്ധിക്കുക, അപ്പുറത്തുള്ള ചാർജ് കാരിയേഴ്സ് നോക്കുക. ഇലക്ട്രോൺ ഒരു കാരണവശാലും എന്നീന്ന് എങ്ങോട്ട് ചാടിപ്പോകാൻ പറ്റത്തില്ല, പിയിലേക്ക്. കാരണം ആ പിയിൽ ഏത് പൊളാരിറ്റി നിൽപ്പുണ്ട്? ബാരിയറായിട്ട് നെഗറ്റീവ്. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബാരിയർ നിൽപ്പുണ്ട്. ഇപ്പോഴത്തെ ഹോൾ അങ്ങോട്ട് നോക്കുമ്പോഴോ ഒരു പോസിറ്റീവ് ബാരിയർ, ശരിയല്ലേ? അപ്പോൾ ഹോളിന് ഇങ്ങോട്ട് ചാടിപ്പോകാൻ പറ്റത്തില്ല, ഇവിടെയുള്ള ഇലക്ട്രോണും അപ്പുറത്തോട്ട് ചാടിപ്പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ആര് കാരണം? ഈ പൊട്ടൻഷ്യൽ ബാരിയർ കാരണം. ഇപ്പോൾ ഉണ്ടായ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലേ, ആ പൊട്ടൻഷ്യൽ അതൊരു ബാരിയർ ആയിട്ട് നിൽക്കും. എടാ ഇത് നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ്, അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഇല്ലേ? ഉണ്ട്. അതാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ബാരിയർ ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ബാരിയർ. ഇതോ പൊട്ടൻഷ്യൽ ബാരിയർ. ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാകുന്ന ആര് കാരണം? ഇലക്ട്രോൺസ് ഹോളിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നതിന്റെ കാരണമാണ്. എവിടുന്ന് എങ്ങോട്ട്? എൻ ടൈപ്പിലുള്ള ഇലക്ട്രോൺസ് പി ടൈപ്പിലുള്ള ഹോളുമായിട്ട് ഡിഫ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേര് എന്ത്? ഡിഫ്യൂഷൻ കറണ്ട്. അത്തരം ഡിഫ്യൂഷൻ കറണ്ട് കഴിയുമ്പോൾ അല്ലെ ഉണ്ടായി കഴിയുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പൊട്ടൻഷ്യൽ ബാരിയർ അല്ലെ ഡിപ്ലീഷൻ ലെയർ ഉണ്ടാകുന്നത്. പറഞ്ഞ മനസ്സിലായോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ഒന്ന് വരച്ചിട്ട് അതിന്റെ ഡയഗ്രാം എഴുതാനുള്ള ഞാൻ പറഞ്ഞുതരാം. എന്തുവാ? ഇതായിരുന്നു പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ബയാസിംഗ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന്. ബയാസിംഗ് എന്താണ്? ബയാസിംഗ് ഓഫ് എ ഡയോഡ്. ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ്. സി ബി സിക്കാർക്ക് ചോദിക്കാറുണ്ട്, സ്റ്റേറ്റുകാർക്ക് ഡയറക്റ്റ് ആയിരിക്കും ചോദ്യം. എന്താണെന്ന് അറിയാമോ ബയാസിംഗ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ? ഡു യു നോ വാട്ട് ഈസ് ബയാസിംഗ്? ബയാസിംഗ് എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്തുവാന്ന് അറിയാമോ എന്നാ ചോദിച്ചത്. ബയാസിംഗ് ഒന്നുമില്ല, ബാറ്ററി കണക്ട് ചെയ്യുന്ന ബയാസിംഗ് എന്ന് പറഞ്ഞു. എന്തോ ഈ ഡയോഡിനകത്ത് ഞാൻ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇതിനകത്ത് ബാറ്ററിയോ സെല്ലോ കാണാവോ? ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മൾ വെറും ഒരു ഡയോഡ് മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇന്നലെ പഠിച്ചത് എന്തുവാ? എങ്ങനെയാ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് അല്ലേ? സിംബോളിക്കായിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് ശരിക്കും സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. ശരിയാണോ പറഞ്ഞത്? അപ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എങ്ങനെ ഫോം ചെയ്യുമെന്നാണ് പഠിച്ചെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ബയാസിംഗ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ബയാസിംഗിന്റെ അർത്ഥം ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു ബാറ്ററി സെറ്റ് ചെയ്യുക എന്നുള്ളത്. എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കണം, അതിന് ഞാനൊരു ബാറ്ററി യൂസ് ചെയ്യുന്നത് മാത്രമാണ് ബയാസിംഗ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. പറഞ്ഞ മനസ്സിലാവും? എനിക്ക് രണ്ട് രീതിയിൽ ബയാസിംഗ് ചെയ്യാൻ പറ്റും. ഒന്നാ ഫോർവേഡ് ബയാസിംഗ്, മറ്റൊന്നാ റിവേഴ്സ് ബയാസിംഗ്. മനസ്സിലായോ? എന്തുവന്നോ മനസ്സിലാവും ഓരോന്ന് പഠിച്ചു കഴിയുമ്പോൾ. ബയാസിംഗ് എന്തോ മനസ്സിലായോ? ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിനെ ഒരു ബാറ്ററി ആയിട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നതിനെ എന്ത് വിളിക്കുന്നത്? ബയാസിംഗ്. എക്സാക്ട്ലി. ഇനി ചോദിച്ചിരിക്കുന്ന ഫോർവേഡ് ബയാസിംഗ് എന്താണെന്ന് പഠിക്കുന്നത്. ഫോർവേഡ് ബയാസിംഗിലാണ് പി എൻ ജംഗ്ഷൻ ഡയോഡിനെ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഡയോഡ് ആക്ടിവേറ്റഡ് മോഡിലാണെന്ന് പറയും. അല്ലെ അത്തരം കണക്ഷനെ വിളിക്കും ട്രൂ കണക്ഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതൊരു പി എൻ ജംഗ്ഷൻ ഡയോഡാണ് ആണല്ലോ. എങ്കിൽ ഈ പി എൻ ജംഗ്ഷൻ ഡയോഡിനകത്തെ പി കണ്ടോ? പിയെ കൊണ്ടുവന്നിട്ട് പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നു. എൻ കണ്ടോ? എന്നിനെ കൊണ്ടുവന്നിട്ട് നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നു. പി ടൈപ്പിനെ എവിടെ കണക്ട് ചെയ്യുന്നത്? പോസിറ്റീവ് ടെർമിനലായിട്ട്. എൻ ടെർമിനലിനെ നെഗറ്റീവ്, എൻ ടൈപ്പിനെ നെഗറ്റീവ് ആയിട്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രൂ കണക്ഷൻ. പി പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുക, എൻ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുക. അങ്ങനെയാണ് ഡയോഡ് ആക്ടിവേറ്റഡ് മോഡിലാണെന്ന് പറയും. ACT മോഡ്. ACT മോഡ്. ഇതിന് നമ്മൾ മറ്റൊരു വാക്കോടെ പറയാറുണ്ട്, ട്രൂ കണക്ഷൻ. എന്തുവാ? ട്രൂ കണക്ഷൻ. ട്രൂ കണക്ഷനിൽ എപ്പോഴും നിങ്ങൾക്ക് കറണ്ട് കിട്ടും. അതാണ് ഓർത്ത് വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകുന്നത്. ഈ സാധനം പഠിപ്പിക്കുന്ന മനസ്സിലായില്ലെങ്കിലുള്ള പ്രശ്നം എന്താ പറയുക? റെക്ടിഫയർ എന്നൊരു സർക്യൂട്ട് വരും, അതൊന്നും മനസ്സിലാവും. ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ. സ്റ്റേറ്റ് CBC ഉറപ്പിച്ച് ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു ക്വസ്റ്റൻ അതായിരിക്കും. ഉറപ്പാ 150% ഉറപ്പായിരിക്കും. സ്റ്റേറ്റിന്റെ ക്വസ്റ്റൻ പേപ്പറിനകത്ത് ഒന്നി ഹാഫ് വേവ് റെക്ടിഫയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയർ. ഇത്രയും കൊല്ലങ്ങളിലിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്കും കിട്ടും ഹാഫ് വേവ്, ഫുൾ വേവ്. പക്ഷെ അത് എഴുതാൻ പറ്റണമെങ്കിൽ ഭയങ്കര എളുപ്പം, 5 മിനിറ്റ് എടുക്കത്തുള്ളൂ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും എഴുതാനും. പക്ഷെ അത് മനസ്സിലാവണമെങ്കിൽ ഈ പറഞ്ഞ ഫോർവേഡ് ബയാസിംഗ് എന്താ, റിവേഴ്സ് ബയാസിംഗ് എന്താ മനസ്സിലാവണം. പിടി കിട്ടിയെന്ന് പറഞ്ഞു. ഫോർവേഡ് ബയാസിംഗിലാണ് പി എൻ ജംഗ്ഷൻ ഡയോഡിനെ കണക്ട് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഡയോഡ് എന്തെങ്കിലും കണ്ടക്ട് ചെയ്യും, കറണ്ടിനെ കടത്തിവിടും. പക്ഷെ റിവേഴ്സ് ബയാസിംഗിനെ കടത്തിവിടത്തില്ല. അതുകൊണ്ട് അതിനെ ഫോൾസ് കണക്ഷൻ എന്ന് പറയും, തെറ്റായിട്ടുള്ള കണക്ഷൻ. അങ്ങനെ കണക്ട് ചെയ്യാറുണ്ട്. എനിക്കൊരു സ്ഥലത്തൂടെ കറണ്ട് ഒഴുകി വരുന്ന ആഗ്രഹമുണ്ട്, ഞാൻ അവിടെ കൊണ്ടൊരു ഡയോഡ് വെക്കും. റിവേഴ്സ് ബയാസിൽ അവിടെ കൊണ്ടൊരു ഡയോഡ് വെച്ചാൽ മതി, അതിലെ കൂടെ കറണ്ട് പോത്തും. മനസ്സിലായി? നീ എനിക്കൊരു വഴി കൂടെ കറണ്ട് പോകണം എന്ന ആഗ്രഹമുണ്ട്, ഒരു ഡയറക്ഷൻ. ഞാൻ അവിടെ കൊണ്ടൊരു ഡയോഡ് വെക്കും, ഫോർവേഡ് ബയാസിൽ. അല്ലെ ട്രൂ കണക്ഷനിൽ ഞാൻ കണക്ട് ചെയ്യും. ട്രൂ കണക്ഷൻ സിമ്പിൾ ആയിട്ട് എന്താ അർത്ഥം? പിയെ കൊണ്ടുവന്ന് പോസിറ്റീവായിട്ടും എന്നിനെ കൊണ്ടുവന്ന് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നു എന്നാണ് ഫോർവേഡ് ബയാസിംഗ് ഉദ്ദേശിക്കുന്നത്. അല്ലെ ട്രൂ കണക്ഷൻ എന്ന് പറയുന്നത്.
ട്രൂ ആയിട്ട് കണക്ട് ചെയ്താൽ നമ്മൾ പറയും എന്റെ ഡയോഡ് ആക്ടിവേറ്റഡ് മോഡിലാണ്. ഏത് മോഡിലാണ്? ആക്ടിവേറ്റഡ് മോഡ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? എങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം വരയ്ക്കേണ്ടത് ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്. നോക്കിയോ ബ്ലോക്ക് ഡയഗ്രാം എങ്ങനെ വരയ്ക്കുന്നത്? സെയിം സാധനം പി എൻ ജംഗ്ഷൻ ഡയോഡ് വരയ്ക്കുക. നോക്കിയോ, ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ട്, ഓക്കെ ആണല്ലോ, ഹോൾസ് ഉണ്ട്. അപ്പൊ ഇത് പി ആ, ഇത് എൻ ആണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി ചാർജ് കാരിയത്. ഇത് ഡിപ്ലീഷൻ ലെയർ ആണെന്നറിയാം. ഇവിടെ വരുന്ന ചാർജ് ഏതായിരുന്നു? ഇവിടുന്ന് പോവല്ലായിരുന്നു, പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ്, പോസിറ്റീവ് പൊളാര്. ഇങ്ങോട്ട് ഇലക്ട്രോൺ വന്നത്, അപ്പൊ നെഗറ്റീവ് പൊളാര് ആണല്ലോ, ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ മൈനോറിറ്റി ചാർജ് കാരിയറായ ഹോള് കാണുമല്ലോ, അവിടെ ഇവിടെ മൈനോറിറ്റി ചാർജ് കാരിയറായ ഇലക്ട്രോൺസ് ഉണ്ടാവും, പി ടൈപ്പ്, ഓക്കെ ആണ്. ഇനി ഞാൻ പി ടൈപ്പിനെ കൊണ്ടുവന്ന് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യണം എന്നിനെ, ശരിയാണോ? എങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? പി ടൈപ്പിനെ ഞാൻ എന്റെ സെല്ലിന്റെ അല്ലെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ, എന്നിനെയോ നെഗറ്റീവ് ടെർമിനൽ, ശരിയാണോ? പോസിറ്റീവ് നെഗറ്റീവ്. അപ്പൊ പി കണക്ട് ചെയ്തേക്കുന്ന പോസിറ്റീവായിട്ട്, എൻ കണക്ട് ചെയ്തേക്കുന്ന നെഗറ്റീവായിട്ട്. ഇതാണ് ട്രൂ കണക്ഷൻ. ഇങ്ങനെയാണ് ഡയോഡിനെ കണക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കറണ്ട് വേണമെങ്കിൽ, ഇതിനകത്തൂടെ കറണ്ട് കടന്ന് പോകണമെങ്കിൽ ഈ ഡയോഡിനകത്തൂടെ നിങ്ങൾ ഇങ്ങനെ വേണം കണക്ട് ചെയ്യാൻ. പറഞ്ഞു മനസ്സിലായോ? ദിസ് ഈസ് കോൾഡ് ഫോർവേഡ് ബയാസ്. ഇതോ ഫോർവേഡ് ബയാസ്. ഇതാ ഫോർവേഡ് ബയാസിംഗ്. റിവേഴ്സ് ബയാസിംഗ് എന്തുവരും? നേരെ തിരിച്ച് കണക്ട് ചെയ്യുക. ഫോർവേഡ് ബയാസിംഗ് ഇതാണെങ്കിൽ റിവേഴ്സ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് കണക്ട് ചെയ്യുക. എങ്ങനെ തിരിച്ച് കണക്ട് ചെയ്യുന്നത്? പി എ നെഗറ്റീവായിട്ട്, എന്നിനെ ഇതാ റിവേഴ്സ് ബയാസ്. ഇതാണ് റിവേഴ്സ് ബയാസിംഗ്. ബയാസിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ബാറ്ററിയായിട്ട് കണക്ട് ചെയ്യുന്നതിനെ ബയാസിംഗ് എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലാവാം. ഒന്നി പിനെ ബാറ്ററിയുടെ പോസിറ്റീവായിട്ടും എന്നിനെ ബാറ്ററിയുടെ നെഗറ്റീവായിട്ടും. ഇത് തിരിച്ചും ചെയ്യും. ആദ്യം പറഞ്ഞതാ ഫോർവേഡ് ബയാസിംഗ്, രണ്ടാമത് പറഞ്ഞതാ റിവേഴ്സ് ബയാസിംഗ്. ഫോർവേഡ് ബയാസിംഗിലാണ് കണക്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ പറയും ഡയോഡിനകത്തൂടെ കറണ്ട് കിട്ടും, ഡയോഡ് ആക്ടിവേറ്റഡ് മോഡിലാണ്, ഇത് ട്രൂ കണക്ഷൻ ആണ്. റിവേഴ്സ് ബയാസിംഗ് നിങ്ങൾ ഡയോഡ് കണക്ട് ചെയ്താൽ കറണ്ട് കിട്ടൂല, ഡയോഡിനകത്തൂടെ കറണ്ട് ഒഴുകൂല. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ പറയുന്നത് ഡീആക്ടിവേറ്റഡ് മോഡാണ്. ഏതാ? ഡീആക്ടിവേറ്റഡ് മോഡ്. പറഞ്ഞ മനസ്സിലായോ? ഫോൾസ് കണക്ഷൻ തന്നെ പറയും. അത് നമ്മൾ രണ്ടാമത് പഠിക്കുന്നത്. ആദ്യം നമ്മൾ ഫോർവേഡ് ബയാസിംഗ് എന്താണ് കൃത്യമായിട്ട് പഠിക്കാൻ പോകും. അത് പഠിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് ബയാസിംഗ്. അത്രയും അറിയാമെങ്കിൽ റെക്ടിഫയർ സുഖമായിട്ട് മനസ്സിലാവും. ക്ലിയർ ആണ്? ഇത്രയും കാര്യം മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തത് കീ പോയിന്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പിയും എന്നും എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്തേക്കുന്നത് ആദ്യം നോക്കുന്നത്. പി ടൈപ്പിനെ നിങ്ങൾ എവിടെ കൊണ്ട് കണക്ട് ചെയ്യുന്നു, എന്നിനെ എവിടെ കൊണ്ട് കണക്ട് ചെയ്യുന്നു? പി എ പോസിറ്റീവ് കണക്ട് ചെയ്തു, എന്നിനെ നെഗറ്റീവ് ചെയ്തു. അപ്പൊ മനസ്സിലായി ഡയോഡ് എന്റെ ആക്ടിവേറ്റഡ് മോഡിൽ ട്രൂ കണക്ഷൻ. ഇങ്ങനെ വേണം കണക്ട് ചെയ്യാൻ വേണ്ടി. ഫോർവേഡ് ബയാസിംഗ് ആണെങ്കിൽ. രണ്ട്, ഒബ്സർവ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഒബ്സർവ് ചെയ്യുക. രണ്ടാമത്തെ പരിപാടി കീ പോയിന്റ്. നോക്കിക്കേ, ഇതാണോ പോസിറ്റീവ്, ഇതാണോ നെഗറ്റീവ്? അപ്പൊ എന്റെ പി എൻ ജംഗ്ഷൻ ഡയോഡിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എവിടെ നിന്നോട്ടാ? ദാണ്ടെ ഇവിടെ നിങ്ങോട്ടല്ലേ ആണോ ഇലക്ട്രിക് ഫീൽഡ്? ഇനി എക്സ്റ്റേണൽ ആയിട്ടുള്ള സർക്യൂട്ട് നോക്കുക. അവിടെ ബാറ്ററി നിങ്ങൾക്ക് കാണാം, അവിടെ നിങ്ങൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കാണാം. അവിടെ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും? കണ്ട് ഇങ്ങനെയാണ്, ശരിയാണോ? രണ്ട് ഇലക്ട്രിക് ഫീൽഡും ഓപ്പോസിറ്റ് ആണ്, ആണല്ലോ. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കുറയൂലേ? ഒന്നിങ്ങനെ വാ, ശരിയല്ലേ പറഞ്ഞത്? നിങ്ങൾ ഈ പറയുന്ന പി എൻ ജംഗ്ഷൻ ഡയോഡിനകത്ത് നോക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ആണോ? എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാറ്ററി നോക്കുമ്പോൾ കണ്ടിങ്ങനെ പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലേ? എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യുന്ന എവിടെ നിന്നോട്ടാ? പോസിറ്റീവ് ടു. ക്ലിയർ ആവും. അപ്പൊ ഇവിടെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ആ രണ്ട് ഇലക്ട്രിക് ഫീൽഡും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കുറയും. മനസ്സിലായോ? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ചെയ്യും. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കുറയുമ്പോൾ നിങ്ങളുടെ ഈ ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യുന്ന അറിയോ? കുറയും. എന്ത് പറയും? ഡിപ്ലീഷൻ ലെയർ കുറയും. ഈ പറഞ്ഞ ഡിപ്ലീഷൻ ലെയർ ഇല്ലേ, ഇതെന്ത് ചെയ്യും? കുറയും. ഡിപ്ലീഷൻ ലെയർ കുറഞ്ഞാൽ പൊട്ടൻഷ്യൽ ബാരിയർ കൂടുകയോ കുറയും? പൊട്ടൻഷ്യൽ ബാരിയർ കൂടുകയോ കുറയുമോ? നിങ്ങൾക്കറിയാലോ ബി ഈക്വൽ ടു ഇ ഡി അല്ലേ? ആണോ? ആണല്ലോ. എടാ ഡി കുറഞ്ഞു കഴിഞ്ഞാ വി എന്ത് ചെയ്യും? ശരിയാണോ? അപ്പൊ ഡിപ്ലീഷൻ ലെയറിന്റെ വിട്ട് കുറഞ്ഞാൽ അല്ലെ, ഫോർവേഡ് ബയാസിംഗ് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്നറിയാം? രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഒന്ന് ബാറ്ററിയുടെ ഇലക്ട്രിക് ഫീൽഡ്, ഒന്ന് പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ഇലക്ട്രിക് ഫീൽഡ്. ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി രണ്ട് ഓപ്പോസിറ്റ്. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുക? കുറയും. ക്ലിയർ ആവുന്നേ? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞാൽ വിട്ട് എന്ത് ചെയ്യും? എടാ വി ഈക്വൽ ടു ഇ ഡി. ഇ കുറഞ്ഞു, അപ്പൊ ഡി എന്ത് ചെയ്യും? കുറയും. അപ്പൊ വി എന്ത് ചെയ്യും? ക്ലിയർ ആവും? മനസ്സിലായ? അപ്പൊ വി ഈക്വൽ ടു ഇ ഡി വെച്ചുകൊണ്ട് അത് പറയുന്നത്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു, വിട്ട് അല്ലെ പറയാം ഡിപ്ലീഷൻ ലെയറിന്റെ വിട്ട് ഉണ്ടല്ലോ, ഈ വിട്ട് ഡി ഇത് കുറഞ്ഞു. അത് പറഞ്ഞപ്പോ പൊട്ടൻഷ്യൽ ബാരിയറും കുറഞ്ഞു. എങ്കിൽ ഇലക്ട്രോണിന് സുഖമായിട്ട് അപ്പുറത്തോട്ട് പോയിക്കൂടെ? ഹോൾസിന് സുഖമായിട്ട് അപ്പുറത്തോട്ട് പോയിക്കൂടെ? കാരണം ഇത് നോക്ക്, പോസിറ്റീവ് അല്ലടാ,
പോസിറ്റീവ് ഇവിടെ പൊട്ടൻഷ്യൽ കൊടുക്കും, ഇത് ഹോളാ റിപ്പൽ ചെയ്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകും. ഇവിടെ നെഗറ്റീവ് ആണ്, പൊട്ടൻഷ്യൽ ഇവിടെ വന്ന് ഇലക്ട്രോണെ തള്ളി അപ്പുറത്തോട്ട് വിടും. കറണ്ട് സുഖമായിട്ട് ഡയോഡിനകത്തൂടെ കറണ്ട് ഒഴുകും. മനസ്സിലാകാൻ പറഞ്ഞത് ക്ലിയർ ആയി? ഇതാണ് ഫോർവേഡ് ബയാസ്, ഇതാണ് ഫോർവേഡ് ബയാസ്. അപ്പൊ ഫോർവേഡ് ബയാസിന് സംഭവിച്ച കാര്യം എന്തോ ഒബ്സർവ് ചെയ്തു ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്യുക, കുറയുക. എങ്ങനെ പൊട്ടൻഷ്യൽ ബാരിയർ കുറയുന്നത് മനസ്സിലായല്ലോ? നിങ്ങൾ നോക്കിയപ്പോൾ V = ഇടി എന്നറിയാം, ഇലക്ട്രിക് ഫീൽഡ് കുറയുക, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡും സെയിം ഡയറക്ഷനിലായിരുന്നെങ്കിലോ? സെയിം ഡയറക്ഷനിലായിരുന്നെങ്കിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ആഡ് ചെയ്തു. അപ്പൊ നിങ്ങളുടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കൂടിയത്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ ഡിപ്ലീഷൻ ലെയർ കൂടും, അപ്പൊ പൊട്ടൻഷ്യൽ ബാരിയർ കൂടും. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇവിടെ, ഇവിടെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കുറയുമല്ലേ, അപ്പൊ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ കുറയല്ലേ, അപ്പം പൊട്ടൻഷ്യൽ ബാരിയറും കുറയും. പൊട്ടൻഷ്യൽ ബാരിയർ കുറഞ്ഞു, അപ്പൊ ഇലക്ട്രോൺ സുഖമായിട്ട് ചാടിപ്പോ അപ്പുറത്തോട്ട് ഹോൾസിന് ഇപ്പുറത്തോട്ട് വരാം. ക്ലിയർ ആയി പറഞ്ഞു? ഹോൾ ഉണ്ടാക്കുന്നുണ്ട് കറണ്ട്, ഇലക്ട്രോണും ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മാണ് ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാക്കുന്ന കറണ്ട്. ഹോൾ കറണ്ട്, ഇലക്ട്രോണിക് കറണ്ട്. മനസ്സിലായോ? അതാ ടോട്ടൽ കറണ്ട് ഒരു ഡയോഡിൽ. ആരൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്? നമ്മൾ ചാർജ് കാരിയർ പഠിക്കുന്ന സെമി കണ്ടക്ടറിന്റെ കേസിൽ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. മനസ്സിലായോ? കണ്ടക്ടറിന്റെ കേസ് മാത്രം ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്, കറണ്ട് ഉണ്ടാക്കുന്നത്. സെമി കണ്ടക്ടറിലാണല്ല, സെമി കണ്ടക്ടറിൽ ഹോളും കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഇലക്ട്രോൺ. ഇനി ആ രണ്ട് കറണ്ടോട് ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ കറണ്ട് കിട്ടുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞു? ഫോർവേഡ് ബയാസ് മനസ്സിലായല്ലോ? ഇതാണ് നിങ്ങളുടെ ബ്ലോക്ക് ഡയഗ്രാം. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഈ പോയിന്റ് അറിയാൻ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്തോ എഴുതാൻ പോകുന്നത്? നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ഒബ്സർവ് ചെയ്തപ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കുറയുവാന്ന് മനസ്സിലായി. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കുറയുമ്പോൾ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ കുറയുവാന്ന് മനസ്സിലായി. വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ കുറഞ്ഞാൽ പൊട്ടൻഷ്യൽ ബാരിയറും കുറയുവാന്ന് മനസ്സിലായി. ശരിയാണ് പറഞ്ഞത്? അങ്ങനെ നമുക്ക് പറയാം വളരെ സ്മോൾ എമൗണ്ട് ഓഫ് എനർജി മതി ആർക്ക്, ഇലക്ട്രോണിന്. എന്തിനു വേണ്ടി? കറണ്ട് ഉണ്ടാക്കാൻ അല്ലേ? വെരി സ്മോൾ ഓഫ് എമൗണ്ട് ഓഫ് എനർജി പോരെ അപ്പുറത്തോട്ട് പോകാനായിട്ട്. അപ്പം ഇതിന് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആയി പറഞ്ഞു? അപ്പൊ നമ്മുടെ ഡയോഡ് ആക്ടിവേറ്റഡ് മോഡിലായല്ലോ, കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ ഡയോഡ്. അപ്പൊ ഡയോഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഫോർവേഡ് ബയസിൽ കണക്ട് ചെയ്യും. ക്ലിയർ ആയി പറഞ്ഞു? ഇതായിരുന്നു നിങ്ങളുടെ ബ്ലോക്ക് ഡയോഡ്. മനസ്സിലായി പറഞ്ഞു? ഇനി അടുത്തത് എക്സ്പെരിമെന്റ്. ഇതെനിക്ക് ലാബിൽ ചെയ്യാൻ പറ്റുമോ? എനിക്കറിയത്തില്ല, സ്കൂളിൽ പഠിപ്പിച്ചായിരുന്നു, എക്സ്പെരിമെന്റ് പഠിപ്പിച്ചായിരുന്നു. എങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ഫോർവേഡ് ബയസിൽ നോക്കി. എങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുന്നതും കൂടെ മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിന്റെ ഗ്രാഫ് വരച്ചെടുക്കാൻ പറ്റുമേ. ശ്രദ്ധിച്ച് കേട്ട് നോക്കണം, അല്ലെ മനസ്സിലാവൂ. നോക്കിയോ, ഈ സാധനം എന്തോന്ന് പറഞ്ഞു തരണേ നിങ്ങൾ. എന്തോ ഇത് എന്തോ ശരി. ഈ PN ജംഗ്ഷൻ ഡയോഡിന്റെ അക്രോസ് എനിക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഞാൻ എന്ത് കണക്ട് ചെയ്യണം? എനിക്ക് PN ജംഗ്ഷൻ ഡയോഡിന്റെ അക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കും. ലാബിൽ എന്തെങ്കിലും സാധനം ഇരിപ്പുണ്ടോ കൊണ്ടുവരണം. വോൾട്ട് മീറ്റർ എന്തുവാ? അത് സീരീസ് ആയിട്ടല്ലേ കണക്ട് ചെയ്യേണ്ടത്? പാരലായിട്ട്. എങ്ങനെ? പാരലായിട്ട്. ശരിയാണോ? വോൾട്ട് മീറ്റർ. ഈ വോൾട്ട് മീറ്റർ തരാൻ പോകുന്ന എനിക്ക് ഫോർവേഡ് വോൾട്ടേജ് അല്ലേ, ഫോർവേഡ് ബയാസിംഗ് അല്ലേ. അപ്പൊ എനിക്ക് എന്ത് വിളിക്കാം? ഫോർവേഡ് വോൾട്ടേജ്. എന്തുവാ? ഫോർവേഡ് വോൾട്ടേജ്. ക്ലിയർ ആയ? സംശയമൊന്നുമില്ല ഇതിനകത്ത്. ഇനി ഇവിടെ നിന്ന് എടുത്തു. ഇനി ഇങ്ങനൊരു സാധനം കണ്ടോ, വേരിയബിൾ റെസിസ്റ്റൻസ് എന്ന സാധനം, റിയോസ്റ്റാറ്റ്. അത് കൊണ്ടുവന്നിട്ട് ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യും. അതിന് മുമ്പ് താണ്ട ഞാൻ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എനിക്ക് ചെയ്യേണ്ടത്, ഈ ഡയോഡ് ഫോർവേഡ് ബയാസില്ല, അപ്പൊ കറണ്ട് ഉണ്ടാക്കും എന്നാ പറഞ്ഞത്. അപ്പൊ കറണ്ട് ഉണ്ടാക്കുന്നെങ്കിൽ എത്ര കറണ്ട് ഉണ്ടാക്കി എന്ന് അറിയാൻ വേണ്ടി എന്തുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും? അമ്മീറ്റർ കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? അത് സീരീസ് ആയിട്ടല്ലേ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു അമ്മീറ്റർ കൊണ്ട് വെച്ചു. ഓക്കെ ആണല്ലോ? ഇത്രയും ഇവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഇവിടുന്ന് ഒരു റിയോസ്റ്റാറ്റ് എടുത്തു. ആ റിയോസ്റ്റാറ്റിനെ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി പറ, എന്റെ ബാറ്ററിയുടെ പോസിറ്റീവ് ഏതാ? ബാറ്ററിയുടെ പോസിറ്റീവ് ഏതാ? ഇതല്ലേ. ബാറ്ററിയുടെ നെഗറ്റീവ് ഏതാ? ഇതല്ലേ. ആണോ? ഇത് ഫോർവേഡ് ബയാസിലാണ് കണക്ട് ചെയ്തേക്കുന്നത് ഈ ഡയോഡ്. ഫോർവേഡ് ബയാസിന്റെ ഡയഗ്രാം ആണോ അതോ പൊട്ടത്തെറ്റാണോ വരച്ചു വെച്ചേക്കുന്നത്? കറക്റ്റ് ആണോ അതോ തെറ്റാണോ? ശരിയാണോ ഈ വരച്ചു വെച്ചേക്കുന്നത്? എങ്ങനെ മനസ്സിലായി? നിങ്ങൾ പി ടൈപ്പ് ഏതാ നിങ്ങൾ മനസ്സിലാക്കി എടുത്താൽ മതി. പി ടൈപ്പ് നിങ്ങൾക്കറിയാം. പി ടൈപ്പ് ഇതാ പി. അപ്പൊ ഇതോ എൻ. ഈ പി കണക്ട് ചെയ്തേക്കുന്ന എവിടെയാ? എൻ കണക്ട് ചെയ്തേക്കുന്ന എവിടെയാ? ശരിയാ. ഇനി വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് എവിടെ മാർക്ക് ചെയ്യും? സെല്ലിന്റെ പോസിറ്റീവ് അല്ലെ ബാറ്ററിയുടെ പോസിറ്റീവും വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ്. വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവും ബാറ്ററിയുടെ നെഗറ്റീവ് ആണോ? അമ്മീറ്ററിന്റെ നെഗറ്റീവും സെല്ലിന്റെ നെഗറ്റീവും. അമ്മീറ്ററിന്റെ പോസിറ്റീവും ബാറ്ററിയുടെ പോസിറ്റീവ്. ഇന്നലെ കണക്ട് ചെയ്യുന്ന അമ്മീറ്ററും വോൾട്ട് മീറ്ററും ഒക്കെ അല്ലേ? ലാബിലേക്കല്ലേ കണക്ട് ചെയ്യുന്നത്? റെഡ് അറിയാലോ, പോസിറ്റീവ്, ബ്ലാക്ക് നെഗറ്റീവ്. ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ലാബിൽ ഫോർവേഡ് ബയാസിംഗ് ഇങ്ങനെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. ഇത് പരീക്ഷയ്ക്ക് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമല്ല, ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചും കൂടെ. ഈ ബ്ലോക്ക് ഡയഗ്രാം ഒക്കെ വരയ്ക്കേണ്ട ആവശ്യമേ ഉള്ളൂ നിങ്ങൾ. അല്ല ഇങ്ങനെ വരച്ചിട്ട് നേരെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്താലും ഓക്കെയാണ്. ഫോർവേഡ് ബയാസിംഗ് ഡയഗ്രാം ആയി.
പക്ഷേ ലാഗ് ചെയ്യണമെങ്കിൽ ഇത്ര ഐറ്റെങ്കിലും വേണം മിനിമം. ഒരു റിയോസ്റ്റാറ്റ് വേണം, വേരിയബിൾ റെസിസ്റ്റൻസ് മാറ്റി കൊടുക്കാനായിട്ട്. ഒരു എക്സ്റ്റേണൽ ബാറ്ററി വേണം. അതല്ലേ ബയാസിങ് ഇപ്പോഴല്ലേ ആയത്. ഒരു ബാറ്ററി കണക്ട് ചെയ്യുമ്പോഴാണ് ബയാസിങ് എന്ന് പറയുന്നത്. ഡയോഡ് വേണ്ടേ? ഡയോഡ് വേണ്ടേ? ഏത് ഡയോഡ് എടുത്തേക്കുന്നത്? പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഏതാ? പി എൻ ജംഗ്ഷൻ ഡയോഡ്. അതിന്റെ പി പോസിറ്റീവായിട്ട് എൻ നെഗറ്റീവായിട്ട് ഫോർവേഡ് ബയാസിങ് ആയി. എത്ര വോൾട്ടേജ് എവിടെ ഉണ്ടാകുന്നതെന്ന് എനിക്കറിയണം. ഫോർവേഡ് വോൾട്ടേജ് കാണാൻ വേണ്ടി വോൾട്ട് മീറ്റർ. എത്ര കറണ്ട് ഉണ്ടായ കറണ്ടിനെ ഐ എഫ് എന്ന് വിളിക്കാം. ഫോർവേഡ് കറണ്ട്, ഫോർവേഡ് ബയാസിങ് ഉണ്ടാകുന്ന കറണ്ട് എന്ത് വിളിക്കാം? ഐ എഫ്. അതെനിക്ക് റീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് വെച്ചു? ഒരു അമ്മീറ്റർ വെച്ചു. എന്ത് വെച്ചു? ഒരു അമ്മീറ്റർ വെച്ചു. എന്നിട്ട് ഞാൻ ചെയ്തത് എന്തോന്നറിയോ? ഞാൻ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കി. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കി. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇത് ഡയോഡ് അല്ലേ? ഡയോഡ് ഓംസ് ലോ ഒബേ ചെയ്യുവോ ഇല്ലയോ? ഇല്ല. നോണോമിക് കണ്ടക്ടർ ആണ്. മെറ്റീരിയൽ ആണ്. നോണോമിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഐ ആയിരിക്കത്തില്ല. വി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഐ ആയിരിക്കത്തില്ല. നിങ്ങൾ വോൾട്ടേജ് കൂട്ടുന്നതിന്റെ കൂടെ കറണ്ട് കൂടണം എന്ന് വാശി പിടിക്കരുത്. കണ്ടക്ടർ അല്ല സാധനം, സെമി കണ്ടക്ടർ. അതും ഒരു ഡയോഡാണ്. പറഞ്ഞ മനസ്സിലായോ? വോൾട്ടേജ് 0 ആയിരുന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കറണ്ട് എത്രയാണെന്ന് അറിയാം? 0 ആയിരുന്നു. ഓക്കെ. വോൾട്ടേജ് 1 ആക്കിയപ്പോൾ എനിക്ക് കറണ്ട് 0. പറഞ്ഞ മനസ്സിലായോ? വോൾട്ടേജ് 2 ആക്കി കറണ്ട് 0. വോൾട്ടേജ് 3 ആക്കി കറണ്ട് 0. വോൾട്ടേജ് 4 ആക്കി കറണ്ട് 1. വോൾട്ടേജ് 5 ആക്കി കറണ്ട് 2. വോൾട്ടേജ് 6 ആക്കി കറണ്ട് 3. ഇതാണ് എനിക്ക് കിട്ടിയ ഒബ്സർവേഷൻ. ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂസ് ആയിരുന്നു. ക്ലിയർ ആയ പറഞ്ഞു. എങ്ങനെയാ? വോൾട്ടേജും കറണ്ടും തമ്മിലുള്ളതാ നമ്മൾ നോക്കിയത്. ഞാൻ വോൾട്ടേജ് 0 വോൾട്ട് അപ്ലൈ ചെയ്തപ്പോൾ കറണ്ടും 0. 1 വോൾട്ട് ആക്കിയപ്പോഴും 0 കറണ്ട്. 2 വോൾട്ട് ആക്കിയപ്പോഴും 0. 3 0 ആയിരുന്നു. പിന്നെ 4 വോൾട്ട് ആക്കിയപ്പോൾ എനിക്ക് ഒരു കറണ്ട് കിട്ടി തുടങ്ങി, 1 ആംപിയർ. പിന്നെ 5 കൊടുത്തപ്പോൾ 2, 6 കൊടുത്തപ്പോൾ 3. ഇതാണ് എൻ്റെ ഒബ്സർവേഷൻ. ഇത് വെച്ചുകൊണ്ട് വേണം ഞാൻ ഗ്രാഫ് വരയ്ക്കാൻ. ഇത് വെച്ചുകൊണ്ട് വേണം ഞാൻ ഫോർവേഡ് ബയാസിങ്ങിന്റെ ഗ്രാഫ് വരയ്ക്കാൻ. എന്തോ നിങ്ങൾക്ക് കാര്യം പിടി കിട്ടിയോ? അതായത് വോൾട്ടേജ് 0 കൊടുത്തപ്പോഴും കറണ്ട് ഇല്ല. മനസ്സിലായോ? അതിന്റെ കാര്യം എന്ത്? 0 വോൾട്ടേജ് ഒന്നും പ്രത്യേകിച്ച് കൊടുത്തില്ല ബാറ്ററിക്കകത്ത്. അത്രയാണ്. 1 വോൾട്ട് അപ്ലൈ ചെയ്തപ്പോഴും എനിക്ക് കറണ്ട് കിട്ടിയില്ല. അതെന്താ? ഞാൻ ഇവിടെ 1 വോൾട്ട് കൊടുത്തു എക്സ്റ്റേണൽ ആയിട്ട് വോൾട്ടേജ്. എന്നിട്ടും എന്താ എനിക്ക് കറണ്ട് കിട്ടാൻ? പൊട്ടൻഷ്യൽ ബാരിയർ ആണോ? ബാരിയർ വോൾട്ടേജ് എന്ന സാധനം പഠിച്ചു ഓർമ്മയുണ്ടോ? ബാരിയർ വോൾട്ടേജ്. അതിനെ ഓവർകം ചെയ്യാൻ പറ്റിയാൽ മാത്രമല്ലേ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യത്തുള്ളൂ. എടാ, ഈ ബാരിയർ വോൾട്ടേജ് എന്ന് പറയുന്നത് 3 വോൾട്ട് ആണ് കരുതുക. ഞാൻ ഇവിടെ എന്റെ ബാറ്ററി കൊടുക്കുന്ന 1 വോൾട്ടാണ് എക്സ്റ്റേണൽ ആയിട്ട്. ഈ 3 വോൾട്ടിനെ ഓവർകം ചെയ്യാൻ പറ്റുമോ ഇലക്ട്രോൺ? ഇല്ലല്ലോ. കാരണം ഇലക്ട്രോൺ കിട്ടുന്ന വോൾട്ടേജ് എത്ര എക്സ്റ്റേണൽ ആയിട്ട്? 1 വോൾട്ടാണ്. ആ 1 വോൾട്ട് വെച്ചുകൊണ്ട് ഈ 3 വോൾട്ടിന്റെ പൊട്ടൻഷ്യൽ ബാരിയർ അവനെ ക്രോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2 കൊടുത്താൽ പറ്റുമോ? 3 കൊടുത്താൽ പറ്റുമോ? 4 കൊടുക്കുമ്പോഴും അവൻ ക്രോസ് ചെയ്തിട്ടുണ്ട് കറണ്ട് ഉണ്ടാക്കും. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആയി? ഇതാ സംഭവം. പിടി കിട്ടിയല്ലോ. നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ബാരിയർ എപ്പം വരെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്റ്റേണൽ വോൾട്ടേജ്, കറണ്ട് കിട്ടുന്നില്ല ഡയോഡിൽ. ക്ലിയർ ആയി പറഞ്ഞു. കാരണം പി എൻ ജംഗ്ഷൻ ഡയോഡിനകത്ത് ഒരു ബാരിയർ വോൾട്ടേജ് എന്ന സാധനമുണ്ട്, ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഇലക്ട്രോണിന്റെ ഫ്ലോയും ഹോളിന്റെ ഫ്ലോ കാരണം നിങ്ങൾക്ക് കറണ്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം ഈ ബാരിയർ വോൾട്ടേജിനെ ഓവർകം ചെയ്യാനുള്ളതാണ്. അതനുസരിച്ച് വേണം വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ. ഞാൻ നോക്കിയിട്ട് വോൾട്ടേജ് കൂട്ടി നോക്കി 3 വരെ ഒരു രക്ഷയില്ല. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ആ ഡയോഡിന്റെ ബാരിയർ വോൾട്ടേജ് എത്ര? 3 വോൾട്ട്. മനസ്സിലായോ? ക്ലിയർ ആയി ഞാൻ പറഞ്ഞു. അപ്പൊ 4ാമത്തെ വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ, 4th വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് എനിക്ക് കറണ്ട് കിട്ടി തുടങ്ങും. പിന്നെ ഞാൻ കൂട്ടുന്ന അനുസരിച്ച് വോൾട്ടേജ് കൂടുതൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും, കൂടുതൽ കറണ്ട് കിട്ടും. ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വരച്ചു നോക്കാം. ഗ്രാഫ് എങ്ങനെ വരും? ഇതാ പിടിച്ചു ഗ്രാഫ്. ഐ എഫ് എന്തോ ഐ എഫ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ്. ഇവിടെ എന്ത് വരക്കണം? വി എഫ്. എന്തോ വി എഫ്? ഇത് ഒറിജിനൽ ആണോ? 0. എടാ 0 വോൾട്ട് അപ്ലൈ ചെയ്തപ്പോൾ കറണ്ട് വല്ലതും ഉണ്ടായിരുന്നു? 1 2 3 4 5 ഇങ്ങനെ പോട്ടെ കേട്ടോ. കറണ്ട് ഉണ്ടോ? 0 വോൾട്ട്, 1 വോൾട്ടോ, 2 വോൾട്ടോ, 3 വോൾട്ടോ, 4 വോൾട്ടോ കണ്ടോ? പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യുക? കൂടി പോവുക. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ വന്നിട്ട് നിങ്ങളുടെ ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുക? പെട്ടെന്ന് അങ്ങ് കൂടുക. പറഞ്ഞ മനസ്സിലാക്കി? പിന്നെ അങ്ങ് ലീനിയർ ആയിട്ടാണ് കൂടുക. കണ്ടോ? പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആയോ? പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ 4ാമത്തെ വോൾട്ട് എപ്പോഴാണോ അപ്ലൈ ചെയ്തത് അപ്പൊ നിങ്ങളുടെ കറണ്ട് കൂടാൻ തുടങ്ങും. പിന്നെ അങ്ങോട്ട് കൂടിക്കൊണ്ടേയിരിക്കും ലീനിയർ ആയിട്ട്. നിങ്ങൾ ഇവിടെ വോൾട്ടേജ് കൂട്ടുന്നതനുസരിച്ച് എന്ത് കൂടിക്കൊണ്ടേയിരിക്കും? കറണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ലീനിയർ ആയിട്ട് ഗ്രാഫ് പോകും. ഇതാണ് ഫോർവേഡ് ബയാസിങ്ങിന്റെ ഗ്രാഫ്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ്, ഈ വോൾട്ടേജ് ഇല്ലേ, ഈ ഒരു വോൾട്ടേജിലല്ലേ ലീനിയർ ആയിട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങിയത്. ഈ വോൾട്ടേജിന് ഒരു പേര് വിളിക്കും, അറിയോ? അറിയാം? കട്ടിംഗ് വോൾട്ടേജ്. എന്തുവാ?
കട്ടിംഗ് വോൾട്ടേജ്. വേറൊരു പേരുണ്ട് അറിയാം, ത്രഷോൾഡ് വോൾട്ടേജ്. എന്തുവാ? ത്രഷോൾഡ് വോൾട്ടേജ്. വേറൊരു പേരുണ്ട് അറിയാം, നീ വോൾട്ടേജ്. ഏതാ? നീ വോൾട്ടേജ്. ഞാൻ ഇത്രയും പറയാൻ കാരണം വേറെ പരീക്ഷകളിൽ പോകുമ്പോൾ അവർ ഈ നീ വോൾട്ടേജ് യൂസ് ചെയ്യത്തില്ല. എനിക്കറിയാം നിങ്ങളുടെ സ്കൂളുകളിൽ മൊത്തം നീ വോൾട്ടേജ് എന്നായിരിക്കും പറഞ്ഞത്. പക്ഷെ ത്രഷോൾഡ് വോൾട്ടേജ് എന്നും കട്ടിംഗ് വോൾട്ടേജ് എന്നും രണ്ടുപേരുണ്ട് ആ നീ വോൾട്ടേജിന്. അപ്പൊ ഈ നീ വോൾട്ടേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ ഫോർവേഡ് വോൾട്ടേജ് അറ്റ് വിച്ച് ദ കറന്റ് ഇൻക്രീസ്ഡ് ലീനിയർലി. ഇതാ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ. എന്തോ ആ നീ വോൾട്ടേജ് അല്ലെ കട്ടിംഗ് വോൾട്ടേജ്. അവിടെ വെച്ച് വോൾട്ടേജ് കട്ട് ചെയ്യും, കറണ്ട് കയറുക ചെയ്യുന്നത്. മനസ്സിലാ പറഞ്ഞു? ആ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കറണ്ട് കയറുക നേരെ മണ്ടക്കോട്ട് പറഞ്ഞു. മനസ്സിലാകും? അപ്പൊ ഈ കട്ടിംഗ് വോൾട്ടേജ് അല്ലെ ത്രഷോൾഡ് വോൾട്ടേജ്. ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ അറിയാം, ആ ഒരു മിനിമം വോൾട്ടേജ് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് കിട്ടും. അതുകൊണ്ട് ആ ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയ പറഞ്ഞു? അപ്പൊ ത്രഷോൾഡ് വോൾട്ടേജ്, നീ വോൾട്ടേജ്, കട്ടിംഗ് വോൾട്ടേജ്, ഇങ്ങനെ 3 പേരുണ്ട്. ഏതിനാ? ആ 4 വോൾട്ടിന്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത 4 വോൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പൊ ഈ ഒരു 4 വോൾട്ടിന് ഇവിടെ പ്രസക്തി ഉണ്ട്. ഈ ഒരു 4 വോൾട്ടിന് പറഞ്ഞ മനസ്സിലായി? ഇതാ എന്റെ നീ വോൾട്ടേജ്, അതാണ് എന്റെ നീ വോൾട്ടേജ്, അതാണ് എന്റെ ത്രഷോൾഡ് വോൾട്ടേജ്, അതാണ് എന്റെ കട്ടിംഗ് വോൾട്ടേജ്. പറഞ്ഞ മനസ്സിലായി? ക്ലിയർ ആയി? ഇതാണ് ഗ്രാഫ് ഫോർവേഡ് ബയാസിംഗ്. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? 0 ആയിരുന്നു കറണ്ട് ആദ്യം അല്ലേ? 0 0 0 0 ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ആയപ്പോൾ പിന്നെ ലീനിയർ ആയിട്ട് ആ പെർട്ടിക്കുലർ വോൾട്ടേജിനെ ത്രഷോൾഡ് വോൾട്ടേജ്, കട്ടിംഗ് വോൾട്ടേജ് അല്ലെ നീ വോൾട്ടേജ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ എന്റെ ഡയോഡ് ആക്ടിവേറ്റഡ് മോഡിലാണോ? കണ്ടക്ടിങ് ആണോ? കറണ്ട് കിട്ടുന്നുണ്ടോ? എക്സ്പെരിമെന്റൽ സെറ്റപ്പ് മനസ്സിലായോ? ഗ്രാഫ് മനസ്സിലായല്ലോ? ലീനിയർ ഗ്രാഫ് അല്ല, നോൺ ലീനിയർ ഗ്രാഫ് ആയത്. കണ്ടോ? നോൺ ലീനിയർ. ലീനിയർ ആണെങ്കിൽ കണ്ട് ഇവിടുന്നേ ലീനിയർ ആയിരിക്കണമായിരുന്നു. മനസ്സിലായ പറഞ്ഞു? ഒറിജിനിന്ന് പാസ് ചെയ്യണം ലീനിയർ ഗ്രാഫ്. ക്ലിയർ ആയി പറഞ്ഞു? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ക്ലിയർ അല്ലേ പറഞ്ഞു? നോൺ ഓമിക് ആണ് ഗ്രാഫ് കിട്ടി. ആർക്കെങ്കിലും സംശയമുണ്ട്? ഫോർവേഡ് ബയാസ് ഡൗട്ട് ഉണ്ടാക്കും. ഏറ്റവും മിനിമം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. സാധനം ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. അതുകൊണ്ട് ഇത്രയും കീ പോയിന്റ്സ് ഉണ്ട്. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ നടത്താം. ഈ 2 പടം വരച്ച് വെച്ചാൽ മതി. മോർ ദാൻ ഇനഫ്. കാരണം എക്സ്പെരിമെന്റലിന്റെ ഗ്രാഫ് ആരും വരയ്ക്കത്തില്ല. എളുപ്പമല്ലേ? ഒരു ഡയോഡ്, എക്രോസ് ഒരു വോൾട്ട്മീറ്റർ, ഇനി സൈഡിൽ ഒരു അമ്മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഇനി ഇതിനകത്തോട്ടൊരു റിയോസ്റ്റാറ്റ് ബാറ്ററി. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ? പി എപ്പോഴും എവിടെ കൊണ്ട് കണക്ട് ചെയ്യാവും? എന്നെ എവിടെ? അപ്പൊ ഫോർവേഡ് ബയാസിൽ ട്രൂ കണക്ഷൻ ആയി. എന്റെ ഡയോഡ് ആക്ടിവേറ്റഡ് മോഡിലാണ്, എന്റെ ഡയോഡ് കണ്ടക്ട് ചെയ്യും. സംശയമില്ല. ക്ലിയർ ആയി പറഞ്ഞേ? ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് വരിക. എപ്പോഴാണോ ബാരിയർ വോൾട്ടേജ് നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നിങ്ങൾ നീ വോൾട്ടേജ് അല്ലെ കട്ടിംഗ് വോൾട്ടേജ് അല്ലെ ത്രഷോൾഡ് വോൾട്ടേജ് കൊടുത്തു. അപ്പൊ നിങ്ങളുടെ കറണ്ട് ലീനിയർ ആയിട്ട് പിന്നെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ക്ലിയർ ആയി പറഞ്ഞു? ക്ലിയർ ആയി? സംശയം ഉണ്ടോ? ഓക്കെ ആണല്ലോ? എഴുതിയിട്ടു. റിവേഴ്സ് ബയാസിങ്ങിനകത്ത് ഒന്നാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഫോർവേഡ് മാറ്റിയ എന്താക്കാം? റിവേഴ്സ് എന്നാക്കാം. റിവേഴ്സ് ബയാസിങ്. അതുപോലെ പിന്നെ ചെയ്യേണ്ട പരിപാടി ഈ പീഡ് അവിടെ തുടക്കണം അല്ലേ? ഇത് മാറ്റണം. ശരിയാണോ? ACT മോഡ് എന്നുള്ളത് മാറ്റണം. ശരിയാണോ? ട്രൂ കണക്ഷൻ അല്ല, അപ്പൊ അത് മാറ്റണം. ഇലക്ട്രിക് ഫീൽഡ് ഒബ്സർവ് ചെയ്യണം. പൊട്ടൻഷ്യൽ ബാരിയർ കൂടുക ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുവല്ല, ഇൻക്രീസ് ചെയ്യുക. അതാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീട് പറഞ്ഞേക്കുന്ന സ്മോൾ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ്, അതൊക്കെ മാറ്റണം. A large external voltage required for constituting a small current. This small current is due to minority charge carriers. ഒരു പേര് വിളിക്കും റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. പറഞ്ഞാലോ? റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ട പരിപാടി പറയണം. ഇനി എന്തൊക്കെ മാറ്റം ഞാൻ വരുത്തണമെന്ന് പറഞ്ഞേ? ഇത് പി തന്നെയാണോ? പി കണക്ട് ചെയ്യേണ്ട എന്തുമായിട്ടാ? നെഗറ്റീവ് ആയിട്ട്. അപ്പൊ ഈ ടെർമിനൽസ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. ഇവിടെ നെഗറ്റീവ് എന്നും ഇത് പോസിറ്റീവ് എന്നും ആക്കുക. ശരിയാണോ? ഗ്രാഫ് ഇങ്ങനെയാണോ വരുന്നത് അല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ല. അത് നമുക്ക് പിന്നെ ചെയ്യാം. നമുക്ക് നോക്കാം ഗ്രാഫ് ഇങ്ങനെ വരുമല്ലോ. അപ്പം ഇതൊക്കെയാണല്ലോ ഈ കാര്യം. ശരി, ഇനി ചെയ്യാൻ പറ്റുന്ന പരിപാടി എക്സ്പെരിമെന്റൽ സെറ്റപ്പിനകത്ത് എന്ത് ചേഞ്ച് വരുത്തണം? എന്ത് ചേഞ്ച് വരുത്തുന്നത്? എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ റിവേഴ്സ് ബയാസിംഗ് ആക്കേണ്ടത് എന്ത് ചെയ്താൽ മതി? ടെർമിനൽ മാത്രം മാറ്റിയപ്പോൾ. ഈ ടെർമിനൽ മാറ്റിയപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ്. ശരിയാണോ പറഞ്ഞത്? ആണോ? പി നെഗറ്റീവായിട്ട്, എൻ പോസിറ്റീവായിട്ട്. കഴിഞ്ഞ പരിപാടി വാല്യൂസ് ഇങ്ങനെയാണോ വരുന്നത് അല്ലേ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അത് നമുക്ക് നോക്കാം എക്സ്പെരിമെന്റ് ചെയ്ത്. ശരിയാണോ? എടാ മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടിരുന്നത്. ശരി, വ്യത്യാസങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. നോ, റിവേഴ്സ് ബയാസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പി ടൈപ്പിനെ നെഗറ്റീവായിട്ടും എൻ ടൈപ്പിനെ പോസിറ്റീവായിട്ടും നോക്കുക.
അപ്പൊ പി ടൈപ്പിനെ നെഗറ്റീവായിട്ട് എൻ ടൈപ്പിനെ പോസിറ്റീവായിട്ട്. അങ്ങനെ ആകുമ്പോൾ എന്റെ ഡയോഡ് ഡീആക്ടിവേറ്റഡ് മോഡിലോട്ട് പോകും. ഏത് മോഡാ? ഡീആക്ടിവേറ്റഡ് മോഡ്. ഈ കണക്ഷന്റെ പേര് വിളിക്കും ഫോൾസ് കണക്ഷൻ. എന്തുവാ? ഫോൾസ് കണക്ഷൻ. ഇനി ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ഒബ്സർവ് ചെയ്യുമ്പോൾ അകത്ത് പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് എവിടെ ഇങ്ങോട്ടാ? ഇവിടെ നീങ്ങും. ശരിയാണ്. ഇനി പുറത്ത് ബാറ്ററിയിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടെ ഇങ്ങോട്ടാ? ഇവിടെ നീങ്ങും. ശരിയാണ്. രണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ സെയിം ആണോ? അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് E is equal to VD ആണോ? E is equal to VD ആണോ? V is equal to ED. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുക? രണ്ട് ഇലക്ട്രിക് ഫീൽഡും സെയിം ഡയറക്ഷനിൽ ആഡപ്പ് ആവും, ഇലക്ട്രിക് ഫീൽഡ് കൂടും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കൂടും, അപ്പൊ ഡിപ്ലീഷൻ ലെയർ കൂടും. ഇതിന്റെ വിഡ്ത് കൂടും. ഡിപ്ലീഷൻ ലെയർ എക്സാമിന് ചോദിക്കാറുണ്ട് ഫോർവേഡ് ബയാസിംഗില് ഡിപ്ലീഷൻ ലെയറിന് എന്ത് സംഭവിക്കും? വിഡ്ത്തിന് കുറയുമോ കൂടുമോ? ഫോർവേഡ് ബയാസിംഗില് ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് കുറയുമോ കൂടുമോ? അങ്ങനെയെങ്കിൽ റിവേഴ്സ് ബയാസിംഗിലോ കൂടും. കാരണം ഇലക്ട്രിക് ഫീൽഡ് കൂടും, ഡിപ്ലീഷൻ ലെയർ കൂടും, അപ്പൊ പൊട്ടൻഷ്യൽ ബാരിയറും കൂടും. പറഞ്ഞ മനസ്സിലായോ? പൊട്ടൻഷ്യൽ ബാരിയറും കൂടും. നേരത്തെ പൊട്ടൻഷ്യൽ ബാരിയർ കുറയുമായിരുന്നു, ഇവിടെ പൊട്ടൻഷ്യൽ ബാരിയർ കൂടുക. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആയ ഞാൻ പറഞ്ഞു. അപ്പൊ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയല്ലോ. അത് വെച്ചുകൊണ്ട് കമ്പയർ ചെയ്തല്ലോ നമ്മൾ. ഇനി നമ്മൾ പറഞ്ഞേക്കുന്ന കാര്യം പൊട്ടൻഷ്യൽ ബാരിയർ ഇൻക്രീസസ്. അതെനിക്ക് മനസ്സിലായി. ഇനി പൊട്ടൻഷ്യൽ ബാരിയർ ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്ന എക്സ്റ്റേണൽ വോൾട്ടേജ് ഉണ്ട്, അത് ഭയങ്കര കൂടുതലായിരിക്കും, നല്ലോണം കൂടുതലാവുണ്ട്. എന്നാൽ മാത്രം ഒരു ചെറിയ കറണ്ട് എങ്കിലും കിട്ടത്തോന്നാണ്. ഈ കറണ്ട് ഒരു നെഗ്ലിജിബിൾ കറണ്ട് കേട്ടോ, നമ്മൾ അങ്ങനെ നെഗ്ലക്ട് ചെയ്തത്. ഒന്നാമത്തെ കാര്യം ഡയോഡ് കറണ്ട് കടത്തി വിടാറില്ല റിവേഴ്സ് ബയാസിംഗിൽ. പക്ഷേ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ നമുക്കൊരു മൈന്യൂട്ട് കറണ്ട് കിട്ടുന്നുണ്ട്, ഒരു നെഗ്ലിജിബിൾ കറണ്ട്. മറ്റേ സ്ഥലത്ത് നമുക്ക് കിട്ടുന്നത് മില്ലി ആംപിയർ ആയിരിക്കും. എവിടെയാണെന്നറിയാവോ? ഫോർവേഡ് ബയാസിംഗിൽ കിട്ടുന്ന കറണ്ട് ഇല്ലേ, അതിന്റെ റേഞ്ച് എത്ര? മില്ലി ആംപിയർ. ഇവിടെ കിട്ടുന്ന കറണ്ട് എത്ര എന്നറിയോ? മൈക്രോ ആംപിയർ. എന്തുവാ? മൈക്രോ ആംപിയർ. മില്ലി മൈക്രോ തമ്മിൽ വ്യത്യാസമുണ്ടോ? എന്ത് വ്യത്യാസം? ഒന്ന് 10⁻³ മൈക്രോ 10⁻⁻6. മനസ്സിലായോ? നെഗ്ലിജിബിൾ ആയിട്ടുള്ള കറണ്ട് പറയാൻ കാരണമാണ്. ക്ലിയർ ആയി പറഞ്ഞു. ഒരു ചെറിയൊരു കറണ്ട് ഉണ്ടാകുന്നുണ്ട്, അത് മെജോറിറ്റി ചാർജ് കാരിയർ കാരണമല്ല, മൈനോറിറ്റി ചാർജ് കാരിയർ കാരണമാണ്. അതാണ് കണ്ടോ? ശ്രദ്ധിച്ചു ഞാൻ പറഞ്ഞത്. അതായത് ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടെന്നറിയാം. ഞാൻ പറഞ്ഞു ഇതിനകത്തൂടെ ശരിക്കും പറഞ്ഞാൽ കറണ്ട് ഒഴുകത്തില്ല നമ്മുടെ ഡയോഡിനകത്ത്. കാരണം ഏതാ? റിവേഴ്സ് ബയാസിംഗ് ആയതുകൊണ്ട് ഒഴുകാത്തത്. ഇനി പക്ഷെ നമ്മൾ പറയുന്നുണ്ട് ഒരു ചെറിയ കറണ്ട് അവിടെ എവിടെയോ ഉണ്ടാവുന്നുണ്ട്, മെജോറിറ്റി ചാർജ് കാരിയർ കാരണമല്ല, മൈനോറിറ്റി ചാർജ് കാരിയർ. നിങ്ങൾ പറ, പി ടൈപ്പിനകത്തുള്ള മൈനോറിറ്റി ചാർജ് കാരിയർ ആരാ? പി ടൈപ്പിലുള്ള മൈനോറിറ്റി ചാർജ് കാരിയർ ആരാ? എൻ ടൈപ്പിനകത്തുള്ള മൈനോറിറ്റി ചാർജ് കാരിയർ ആരാ? ഇവിടുത്തെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് അല്ലേ? ആ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഇലക്ട്രോൺ ഇല്ലേ, നെഗറ്റീവ് ചാർജ് അല്ലേ, അവനെ അങ്ങോട്ട് റിപ്പൽ ചെയ്തില്ലേ? ചെയ്യുമോ? ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ അല്ലേ, ഇതിവിടെ വന്നിട്ട് ഇവിടുത്തെ ഹോൾ ഉണ്ടല്ലോ മൈനോറിറ്റി ചാർജ്, അവനെ അങ്ങോട്ട് പുള്ളി ചെയ്തില്ലേ? ശരിയാണോ പറഞ്ഞത്? അതുപോലെ ഈ ഹോളിനെ ഇവിടെയുള്ള നെഗറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യൂലേ, ഇവിടെയുള്ള ഇലക്ട്രോണെ ഇവിടുത്തെ ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ അട്രാക്ട് ചെയ്യൂലേ? മനസ്സിലായോ അല്ലോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? നിങ്ങൾ ഇവിടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇതാണ്ട് ഇവിടെ വന്നിട്ട് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇലക്ട്രോണിൽ കൊടുക്കും. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവാണ്, നെഗറ്റീവ് റിപ്പൽ ചെയ്യാം അങ്ങോട്ട്. ശരിയാണോ? ഇനി ഇവിടുത്തെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഹോളിനെ അങ്ങോട്ട് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അത് കൂടാതെ വേറെ ഇവിടെ ശ്രദ്ധിച്ചാൽ കാര്യം മനസ്സിലാവും. ഈ ഇലക്ട്രോണിനെ ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇല്ലേ, ഈ പോസിറ്റീവ് പൊളാരിറ്റി അത് അട്രാക്ട് ചെയ്യുമല്ലോ, നെഗറ്റീവ് പോസിറ്റീവ് അട്രാക്ട് ചെയ്യത്തില്ലേ? അതുപോലെ ഇവിടെ നോക്കി പോസിറ്റീവ് ഹോൾ ഇതിനെ ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പൊളാരിറ്റി അട്രാക്ട് ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺസിന്റെയും ഹോളിന്റെയും മൂവ്മെന്റ് നടക്കും. അപ്പൊ നമുക്കറിയാം ഹോളുകൾ വളരെ കുറവാണ്, ഇലക്ട്രോണുകൾ വളരെ കുറവാണ്, മൈനോറിറ്റി ചാർജ് കാര്യമാണ്. അപ്പൊ അത് കാരണം ഒരു കുഞ്ഞു കറണ്ട് ഉണ്ടാവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. എവിടെ? റിവേഴ്സ് ബയാസിംഗ്. പക്ഷെ അതൊരു നെഗ്ലിജിബിൾ കറണ്ട്. എങ്ങനത്തെ കറണ്ടാ? ഒരു നെഗ്ലിജിബിൾ കറണ്ട്. ക്ലിയർ ആയാൻ പറഞ്ഞു? എന്തുവാ? നെഗ്ലിജിബിൾ കറണ്ട്. മനസ്സിലാകാൻ ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ നോക്കിയേ, ദിസ് സ്മോൾ കറണ്ട് ഈസ് ഡ്യൂ ടു മൈനോറിറ്റി ചാർജ് കാരിയർ, അല്ലെ പറയാം റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഭയങ്കരമായിട്ട് കൂട്ടേണ്ടി വരും. അങ്ങനെ കൂട്ടിയാൽ മാത്രമേ ഇതിനകത്തോട് ഒരു കറണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഭയങ്കര എക്സസീവ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും അപ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ഈ ഡയോഡ് നോർമൽ കേസിലൊന്നും എന്ത് ചെയ്യത്തില്ല, കണ്ടക്ട് ചെയ്യൂല. ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കരമായ എക്സ്റ്റേണൽ വോൾട്ടേജ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ആദ്യം ഒരു കുഞ്ഞു കറണ്ട് കിട്ടും. ആ കുഞ്ഞു കറണ്ട് കിട്ടുന്ന ആര് കാരണമാണ്? മൈനോറിറ്റി ചാർജ് കാര്യമാണ്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് കറണ്ട് കൂടണമെന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? ഭയങ്കരമായിട്ടുള്ള എക്സ്റ്റേണൽ വോൾട്ടേജ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ക്ലിയർ ആയി പറഞ്ഞു? അപ്പോൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കറണ്ട് ഫോംഡ് ബൈ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇൻ ദ പി എൻ ജംഗ്ഷൻ ഡയോഡ്. എന്താ റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെൻ പി എൻഡ് ഓഫ് ദ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ,
N is connected to the positive terminal. The diode is in deactivated mode. It is called false connection. There will be no current. In general, observe the electric field. When electric field is observed, we see that the net electric field is increasing. If net electric field is increasing, width of the diffusion layer increases, potential barrier increases. മനസ്സിലായോ? ഇനി അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, പക്ഷെ ഇവിടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഉണ്ടല്ലോ അപ്പുറം ഇപ്പുറം. ഇവിടെയുള്ള പൊട്ടൻഷ്യലുകൾ കാരണം, അതൊരു അട്രാക്ഷൻ കാരണം അപ്പുറം ഇപ്പുറമുള്ള ഈ മൈനോറിറ്റി ചാർജ് കാരിന്റെ ഫ്ലോ നടക്കുകയും ഒരു കുഞ്ഞൊരു കറണ്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു കുഞ്ഞു കറണ്ടിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. പറഞ്ഞ മനസ്സിലായോ? എന്ന് പറയും റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു ആംപിയർ ആണെങ്കിൽ ആ ഒരു ആംപിയർ ഉണ്ടാകത്തുള്ളൂ. അതിന്റെ കാരണം എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഹോളും ഫിക്സഡ് അല്ലേ? അത് കൂടിക്കൊണ്ടിരിക്കുവോ? ഇല്ല. ആകെ ഒരു 4 ഇലക്ട്രോൺ അപ്പുറത്ത് 4-3 ഹോളോ കാണും. അത് കാരണം ഉണ്ടാകുന്ന കറണ്ട് അല്ലേ ഉള്ളൂ. ആ കറണ്ടിനെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഒരു വലിയ കറണ്ടൊന്നും അല്ല, മാനേജബിൾ. പ്രത്യേകിച്ച് കറണ്ട് ഉണ്ടെന്ന് പോലും പറയാൻ പറ്റുന്ന അവസ്ഥ. ഒരു ഡിഫ്ലക്ഷൻ കിട്ടുന്നേ ഉള്ളൂ. മൊമെന്ററിലി കറണ്ട്. ക്ലിയർ ആയ? മനസ്സിലായ ഞാൻ പറഞ്ഞു? ഓക്കെ ആണോ? അത്ര നോട്ട് ചെയ്ത് വെച്ചു. നമുക്ക് എക്സ്പെരിമെന്റൽ റിവേഴ്സ് ബയാസിംഗ് പറയുമായിരുന്നു. റിവേഴ്സ് ബയാസിംഗിന്റെ എക്സ്റ്റേണൽ, അതായത് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നോക്കിക്കേ. ഡയോഡ് വെച്ചിട്ടുണ്ട്. ഡയോഡിന് പാരലായിട്ട് ഒരു വോൾട്ട് മീറ്റർ. ആ വോൾട്ട് മീറ്റർ എനിക്ക് തരുന്ന റീഡിംഗ് വി എഫ് അല്ലേ? വി എഫ് ആണോ? ഒരിക്കലും അല്ല, വി ആർ ആയി. ഫോർവേഡ് വോൾട്ടേജ് ആണ് വരുന്നത്, അല്ല റിവേഴ്സ് വോൾട്ടേജ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ് അറിയാം, റിവേഴ്സ് വോൾട്ടേജ് ഇവിടെ. അപ്പൊ നമ്മൾ നെഗറ്റീവ് ആക്സിസിൽ വരയ്ക്കാൻ പാടുള്ളൂ സാധനം, റിവേഴ്സ് വോൾട്ടേജ്. ശരി, അപ്പോ എന്റെ വോൾട്ട് മീറ്റർ എനിക്ക് തരാൻ പോകുന്ന റീഡിംഗ് എന്തായിരിക്കും? റിവേഴ്സ് വോൾട്ടേജ്. ഞാനൊരു അമ്മീറ്റർ വെച്ചിട്ടില്ലേ, ഇവിടെ ഒരു കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു മൈന്യൂട്ട് കറണ്ട്, ഒരു നെഗ്ലിജിബിൾ കറണ്ട്. ആര് കാരണം? മൈനോറിറ്റി ചാർജ് കാര്യം കാരണം. ശരിയാണോ? എങ്കിൽ ആ കറണ്ടിനെ ഞാൻ എന്ത് വിളിക്കണം? ഐ എഫ് എന്ന് വിളിക്കണോ? അല്ല, പിന്നെയോ ഐ ആർ, റിവേഴ്സ് കറണ്ട് അല്ലേ? ഐ ആർ റിവേഴ്സ് കറണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയെന്ന് നോക്കാം. എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ നമ്മൾ വിയും ഐയുടെയും കൂടെ ഗ്രാഫാണ് നോക്കേണ്ടത് അല്ലെ? വി ഐ ഗ്രാഫ്. ഞാൻ വോൾട്ടേജ് 0 വോൾട്ട് വെച്ചു, 0 വോൾട്ട് അപ്ലൈ ചെയ്തു. അപ്പൊ കറണ്ട് എത്ര ആയിരിക്കും? 0 വോൾട്ടില് 0, കറണ്ട് 0. ക്ലിയർ ആയോ? ഞാൻ 1 വോൾട്ട് അപ്ലൈ ചെയ്തു, 1 വോൾട്ട്. അപ്പൊ എനിക്ക് കിട്ടിയ കറണ്ട് 1. 2 വോൾട്ട് അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടിയ കറണ്ട് 1. 3 വോൾട്ട് അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടിയ കറണ്ട് 1. 4 വോൾട്ട് അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടിയ കറണ്ട് 1. 5 വോൾട്ട് അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടിയ കറണ്ട് 1. 6 വോൾട്ട് അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടിയ കറണ്ട് 10. 7 വോൾട്ട് അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടിയ കറണ്ട് 20. 8 അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടിയ കറണ്ട് 30. ക്ലിയർ ആയോ? ഇതായിരുന്നു കിട്ടിയ ഗ്രാഫ് എക്സ്പെരിമെന്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് എന്ന് വരച്ച് നോക്കിയാൽ, ഗ്രാഫ് എന്ന് വരച്ച് നോക്കിയാൽ, ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ വേണം ഗ്രാഫ് വരയ്ക്കാൻ, എന്നിട്ട് ഇങ്ങനെ. കാരണം റിവേഴ്സ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോ ഈ സൈഡിൽ നമ്മൾ എക്സ് ആക്സിസിൽ എന്തുവായിരുന്നു പ്ലോട്ട് ചെയ്യുന്നത്? വോൾട്ടേജ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ വി ആർ, ഇങ്ങോട്ട് വി ആർ ആണ് പ്ലോട്ട് ചെയ്യുന്നത്. വി ആർ, ഇങ്ങോട്ടോ ഐ ആർ. ശരിയാണോ? റിവേഴ്സ് കറണ്ട്. ഇനി ഒരു മിനിറ്റ്, ഇങ്ങോട്ട് വി ആർ, ഇങ്ങോട്ട് നോക്കിയോ? ഇങ്ങോട്ട് നോക്കിയേ. 0 വോൾട്ടിൽ എത്ര ആയിരുന്നു കറണ്ട്? 0. ഇത് വി ആർ ആണല്ലോ, റിവേഴ്സ് വോൾട്ടേജ്. ഇങ്ങോട്ട് റിവേഴ്സ് കറണ്ട്. 0 വോൾട്ടിൽ എത്ര ആയിരുന്നു കറണ്ട്? 0. 1 വോൾട്ടിലോ 1. അപ്പൊ 1 വോൾട്ട് കയറിയപ്പോ 1 ആയി. 2 വോൾട്ടിലോ 3ലോ 4ലോ 1, 5ലോ 1, 6ലായപ്പോഴോ ക്ലിയർ ആയോ? 6ലായപ്പോ പിന്നെ ലീനിയർ ആയിട്ട് പോയി. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആയോ? പറഞ്ഞു ക്ലിയർ ആയോ? ഇതിന് നമ്മൾ റിവേഴ്സ് ബയാസ് വരയ്ക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഗ്രാഫ് വരച്ചത്. കാരണം നമുക്കറിയാം നെഗറ്റീവ് പോസിറ്റീവ് നമ്മൾ പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചായിരുന്നു. അപ്പൊ നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് എന്നാണ് പറയേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഞാൻ 0 വോൾട്ട് അപ്ലൈ ചെയ്തപ്പോൾ കറണ്ട് ഇല്ല, 0. 1 വോൾട്ട് അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞൊരു മൈന്യൂട്ട് കറണ്ട് കിട്ടുന്നത്. ആര് കാരണം? ആര് കാരണം? മൈനോറിറ്റി ചാർജ് കാര്യം. ഇതിനെ എന്തുകൊണ്ടാണ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയാൻ കാരണം എന്ന് മനസ്സിലായില്ലേ? സാച്ചുറേറ്റഡ് ആണ് കറണ്ട്. മാറുന്നുണ്ടോ? ഇത്രയും ഭാഗത്തും കറണ്ട് എത്ര? 1 അല്ലേ? അപ്പൊ ഈ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. എന്താ വിളിക്കുന്നത്? റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിന് കാരണം ആരാ? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഓഫ് പി ആൻഡ് എൻ ടൈപ്പ്. ഈ പിയിലെ എന്നിലെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ് എന്തുണ്ടാക്കുന്നത്? റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. പക്ഷെ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ആയപ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് അതിനെ വിളിക്കും. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അവിടെ വെച്ച് വോൾട്ടേജ് ബ്രേക്ക് ചെയ്തിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു കറണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. എന്തുവാ? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയും.
ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഷാർപ്പ് ഇൻക്രീസിങ് കറണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും വോൾട്ട് ഒന്നും അപ്ലൈ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം അത്രയും വോൾട്ട് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു കറണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ മെനക്കേടാ, അതിനെക്കാണല്ല കറണ്ട് ഒഴുകാത്തത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇത്രയൊക്കെ വോൾട്ടേജ് അങ്ങ് അറ്റം വരെ പോകേണ്ട ആവശ്യം വരുന്നത്. ക്ലിയർ ആയി? അപ്പൊ ഇത്രയും വോൾട്ടേജ് അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. ഈ 1 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ അല്ലേ കാണിക്കുന്നത്, കറണ്ട് മാറുന്നില്ലല്ലോ. ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് വരെയും കറണ്ട് മാറുന്നില്ല. അതിന്റെ കാരണം ഇതെല്ലാം മയോറിറ്റി ചാർജ് കാരിയർ കാരണം ഉണ്ടാകുന്നത്. എടാ 3 വോളും ഉണ്ട്, 3 ഇലക്ട്രോണും ഉണ്ട്. അത് കാരണം ഉണ്ടാകുന്ന കറണ്ട് അല്ലേ നിങ്ങൾക്ക് കിട്ടും. അതാണ് കണ്ട് ഈ 1 മനസ്സിലായോ? അത് നിങ്ങൾ 6 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് മെജോറിറ്റി ചാർജ് കാര്യം ഉണ്ടല്ലോ, അവൻ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ അവനെ പുള്ളി ഭയങ്കരമായിട്ട് എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുന്നു. അങ്ങനെ കിട്ടുന്ന കറണ്ടാ പിന്നെ ഷാർപ്പായിട്ട് ഇൻക്രീസ് കാണിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? അപ്പം ഇതിനെ എന്താ വിളിക്കുന്നത്? റിവേഴ്സ് സാച്ചുറേഷൻ. ഇവിടെ വെച്ച് വോൾട്ടേജ് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ വോൾട്ടേജ് എന്താ വിളിക്കുന്നത്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. എന്തുവാ? മറ്റേത് ചെയ്ത വോൾട്ടേജ് എന്നായിരുന്നു പറയുന്നത്? അല്ലെ വേറെ പേര്? അല്ലെ വേറെ പേര്? ഇതിനെ വിളിക്കുന്ന ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അല്ലെ വേറെ പേരുണ്ട്, അറിയാം? കട്ട് ഓഫ് വോൾട്ടേജ്. എന്തുവാ? കേട്ടില്ല? കട്ട് ഓഫ് വോൾട്ടേജ് അങ്ങനെ വിളിക്കില്ല, സ്കൂളിൽ പറഞ്ഞു. കട്ട് ഓഫ് വോൾട്ടേജ്. എന്തുവാ? കട്ട് ഓഫ് വോൾട്ടേജ് എന്ന് പറയും. അല്ലെ എന്ത് വിളിക്കും? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അല്ലെ എന്ത് വിളിക്കും? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. 2 ഗ്രാഫും കണ്ടോ? ഈ 2 ഗ്രാഫിനെയും കൂടെ ഒന്നിച്ചാലും ഒരുമിച്ച് വരച്ചാലും ഒറ്റ ഇതായിട്ട് വരയ്ക്കണം. മനസ്സിലായി പറഞ്ഞേ? അതിനെ IV ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറയാറുണ്ട്. IV ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി എൻ ജംഗ്ഷൻ ഉണ്ടാവണം. അതായത് ഫോർവേഡും റിവേഴ്സും കൂടെ ഒരുമിച്ച് ചേർത്ത് വരയ്ക്കും. അതവിടെ നിൽക്കട്ടെ. റിവേഴ്സ് ബയാസിന്റെ ഗ്രാഫ് മനസ്സിലായോ? അതായത് വാല്യൂസ് വെച്ച് വേണം ആ ഗ്രാഫ് വരയ്ക്കാനായിട്ട്. 0 0 1 2 3 4 5 വോൾട്ട് വരെയും എന്റെ കറണ്ട് എത്രയായിരുന്നു? 1 അതാണ് നിങ്ങളുടെ സാച്ചുറേഷൻ കറണ്ട്. മനസ്സിലായോ? പിന്നെ ഒരു 6 വോൾട്ട് അപ്ലൈ ചെയ്തപ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് സംഭവിച്ചു. കട്ട് ഓഫ് വോൾട്ടേജ് അവിടെ വെച്ച് പിന്നെ ഷാർപ്പായിട്ടാണ് പിന്നെ കറണ്ട് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ക്ലിയർ ആയി പറഞ്ഞത്? ക്ലിയർ ആണല്ലോ? അതാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കരമായിട്ടുള്ള ഒരു ലാർജ് എക്സ്റ്റെൻഡ് ഓഫ് എക്സ്റ്റേണൽ വോൾട്ടേജ് ആവശ്യമായിട്ട് വരും നമുക്ക് കറണ്ട് സെറ്റപ്പ് ചെയ്യണം. ക്ലിയർ ആണെന്ന് പറഞ്ഞത്? അത് റെഫർ ചെയ്തോ. കഴിഞ്ഞു. ഇതാണ് റിവേഴ്സ് ബയാസ്. റിവേഴ്സ് ബയാസ് ഫോർവേഡ് ബയാസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താ? ഡയോഡ് കണ്ടക്ടിങ് ആവുന്നത് ഏത് ബയാസിലാണ്? റിവേഴ്സ് ബയാസിലാണോ ഫോർവേഡ് ബയാസിലാണോ? ഫോർവേഡ് ബയാസിൽ മാത്രം നമുക്ക് കണ്ടക്ടിങ് ആയിട്ട് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഡയോഡ് മനസ്സിലാകാൻ പറഞ്ഞത്. റിവേഴ്സ് ബയാസിൽ കണ്ടക്ടിങ് ആയിട്ട് കിട്ടാറില്ല നമുക്ക്. മനസ്സിലായല്ലോ? ഭയങ്കരമായിട്ടുള്ള എക്സ്റ്റേണൽ വോൾട്ടേജ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ആക്ടിവേറ്റഡ് മോഡിൽ നമ്മുടെ ഡയോഡ് ഇരിക്കുന്ന എപ്പോഴാണ്? ഫോർവേഡ് ബയാസ്. എപ്പോഴാണ് ഡീആക്ടിവേറ്റഡ് മോഡിൽ ഇരിക്കുന്നത്? റിവേഴ്സ് ബയാസ്. അപ്പോൾ ഇപ്പോൾ ഇനി പഠിച്ചു വെക്കേണ്ടത് റിവേഴ്സ് ബയാസ് നമുക്ക് കറണ്ട് ഇല്ല. മനസ്സിലായാലും പറഞ്ഞത്? നമുക്ക് ആകെ കറണ്ട് ഉള്ളത് ഫോർവേഡ് ബയാസ്. കാരണം അതാ ട്രൂ കണക്ഷൻ. മനസ്സിലായോ? മറ്റേതാ ഫോൾസ് കണക്ഷൻ. ഏതാ? റിവേഴ്സ് ബയാസ്. നമുക്ക് പഠിക്കേണ്ടത് റെക്ടിഫയർ എന്നൊരു സർക്യൂട്ട്. റെക്ടിഫയർ എന്താണ്? അതിനകത്ത് തന്നെ ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ റെക്ടിഫൈ എന്നൊരു വാക്ക് കേട്ടുണ്ടോ? എന്തോ റെക്ടിഫൈ എന്ന് പറഞ്ഞാൽ എന്തോ നേരെയാക്കുക, ശരിയാക്കുക, റെക്ടിഫൈ ചെയ്യുക അല്ലേ? തെറ്റായിട്ടുള്ള എന്തോ ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ പകുതി വേവ് റെക്ടിഫൈ ചെയ്യുന്നു. ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ മൊത്തം വേവ് റെക്ടിഫൈ ചെയ്യുന്നു എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് റെക്ടിഫയർ സർക്യൂട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ചാർജർ ആലോചിച്ചാൽ മതി. ചാർജർ, നിങ്ങളുടെ വീട്ടിലുള്ള ചാർജറില്ലേ, നിങ്ങളുടെ ഫോണിനകത്തുള്ള ബാറ്ററിക്കകത്തുള്ള കറണ്ട് ഏതാന്ന് പറഞ്ഞു? നിങ്ങളുടെ ഫോണിനകത്ത് ബാറ്ററി ഉണ്ടല്ലോ, നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററിക്കകത്തുള്ള കറണ്ട് ഏതാ? DC. ഏത് കറണ്ട്? അത് ഡയറക്റ്റ് കറണ്ട്. ഇനി നിങ്ങളുടെ ചാർജറിലേക്ക് കയറുന്ന കറണ്ട് ഏതാ? ആൾട്ടർനേറ്റിംഗ് കറണ്ട്. കാരണം നിങ്ങൾക്ക് വരുന്നത് ഏത് കറണ്ട്? ആൾട്ടർനേറ്റിംഗ് കറണ്ട്. 220 വോൾട്ട് 50 ഹെർട്സ് വരുന്നത് AC ആണ്. മൊബൈലിനകത്തോട്ട് കയറുന്നത് DC ആ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ? DC നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ബാറ്ററിക്കകത്തോട്ട് DC ആക്കി മാറ്റി കൊടുക്കുന്നു AC. അതാ റെക്ടിഫയർ സർക്യൂട്ടിന്റെ ജോലി. എന്താക്കുക? റെക്ടിഫയറിന്റെ ജോലിക്ക് എന്താ? AC മാറ്റി DC ആക്കുക. പറഞ്ഞാൽ മനസ്സിലായി? ഇതാ റെക്ടിഫയറിന്റെ ജോലി. അൾട്ടർനേറ്റിംഗ് കറണ്ടിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കി മാറ്റുക? ഡയറക്റ്റ് കറണ്ട് ആക്കി മാറ്റുക. നിങ്ങളുടെ ചാർജർ ഉണ്ടല്ലോ, ഫോണിന്റെ ചാർജർ, അതാ ഏറ്റവും നല്ല എക്സാമ്പിൾ. ഫോണിന്റെ ചാർജർ ചെയ്യുന്നത് AC എടുക്കുന്നു, കൺവേർട്ട് ചെയ്ത് DC ആക്കി ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ DC കറണ്ട് വെച്ചോണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യുന്നു. പറഞ്ഞാൽ മനസ്സിലായോ? ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ AC-യുടെ എങ്ങനെയാണ് നിങ്ങൾക്കറിയാലോ? AC-യുടെ വേവ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? AC-യുടെ വേവ് എങ്ങനെ വരയ്ക്കുന്ന അറിയാതെ ഇങ്ങനെയല്ലേ പോകുന്നത്? ഇങ്ങനെയാണോ AC പോകുന്നത്? ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കാണും, പിന്നെയോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, പിന്നെന്താണ്? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഇങ്ങനെയല്ലേ അങ്ങോട്ട് പോകുന്നത്? ഇത് ബൈ ഡയറക്ഷൻ കറണ്ട്. ഇത് AC അല്ലേടാ? അൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ബൈ ഡയറക്ഷൻ അല്ലേ? 2 ഡയറക്ഷനൊക്കെയുള്ള കറണ്ട് അല്ലേ? ശരിയാണോ പറഞ്ഞത്? മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമോ? നമുക്ക് പക്ഷേ ഇതെല്ലാം വേണം. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് യൂണി ഡയറക്ഷൻ ആയിട്ടുള്ള കറണ്ടാണ്. എങ്ങനത്തെ കറണ്ടാ? യൂണി ഡയറക്ഷണൽ കറണ്ടാണ് വേണ്ടത്. ഒറ്റ ഡയറക്ഷനിൽ ഒഴുകുന്ന കറണ്ട്. പറഞ്ഞ് മനസ്സിലായോ? അതിനു വേണ്ടിയാണ് നമ്മൾ ഒരു ഡയോഡ് യൂസ് ചെയ്യുന്നത്. ഡയോഡിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? ഒറ്റ ദിശയിൽ മാത്രം കറണ്ടിനെ ഒഴുക്കി വിടാൻ പറ്റും.
യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടി ആർക്കുണ്ട്? ഡയോഡിന്റെ. ഞാൻ നേരത്തെ കൂടെ പറഞ്ഞ ഡയോഡിന്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് വിച്ച് അലൗസ് ദ ഫ്ലോ ഓഫ് കറന്റ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. ഓൺലി വൺ ഡയറക്ഷൻ. അപ്പൊ ആ ഒരു യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഡയോഡിന് ഉള്ളതുകൊണ്ട് തന്നെ ഡയോഡിനെ യൂസ് ചെയ്തിട്ട് എ സിയെ മാറ്റി എന്താക്കി മാറ്റും? ഡി സി ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്യും. നമുക്ക് വേണ്ടതാണ് ഈ വേവ് ഫോം. ഇതാ നമുക്ക് വേണ്ടത്. ഇതും കൊണ്ട് കാര്യമില്ല. പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചാർജിങ് ഡിസ്ചാർജിങ്, ചാർജിങ് ഡിസ്ചാർജിങ്. എത്ര കയറിയോ അത്ര ഇറങ്ങിപ്പോയി. ആ സംഭവം എത്ര കയറിയോ അത്ര ഇറങ്ങിപ്പോയി. കയറി ഇറങ്ങിപ്പോയി. നടക്കുമല്ല പരിപാടി ഇല്ല. മനസ്സിലായോ? ചാർജിങ് ഡിസ്ചാർജിങ് അതായിരിക്കും സംഭവം. അപ്പൊ എ സി പറ്റത്ത് നമുക്ക് ഡി സി വേണം. ഒറ്റ ഡയറക്ഷനുള്ള കറണ്ട് വേണം. അതിനുവേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യും? റെക്ടിഫയർ. ഇനി പറയാം, വാട്ട് ഈസ് റെക്ടിഫയർ? Rectifier is a device which converts AC into DC. The process of converting AC into DC is called rectification. Rectification. It is called rectification. ഒന്നും കൂടി പറയാം, റെക്ടിഫയർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് അതാണ്ട് വെച്ചിട്ട് റെക്ടിഫയർ. ഇവൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഞാൻ ഇവിടെ കൊടുക്കുന്നത് എ സി, എനിക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന ലോഡോ ഡി സി. എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഡി സി ആയിരിക്കും. ഇൻപുട്ട് കൊടുക്കുന്നത് എ സി, പുറത്തോട്ട് കിട്ടുന്നത് ഡി സി. എനിക്കത് ആവശ്യം. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത്, റെക്ടിഫയർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് എ സി ടു ഡി സി. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് എ സി ടു ഡി സി ഇസ് കോൾഡ് റെക്ടിഫിക്കേഷൻ. ആ പ്രോസസ്സിനെ വിളിക്കുന്നത് റെക്ടിഫിക്കേഷൻ. ദർ ആർ ടു ടൈപ്സ് ഓഫ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. കൂടുതൽ എഫിഷ്യന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഫുൾ വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയർ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. പിന്നെയാണ് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി വെറും 40.6% എന്നുള്ളത് മനസ്സിലായത്. 40.6% എഫിഷ്യൻസി മാത്രമേ ഹാഫ് വേവ് റെക്ടിഫയറിനുള്ളായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഡിസ്കവറി നമ്മൾ. അതാണ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാർജർ. നിങ്ങളുടെ വീട്ടിലുള്ള ചാർജർ ഉണ്ടല്ലോ, അതിൽ ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി ഇതിന്റെ ഇരട്ടിയായിരുന്നു. ഇതിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര വരും? എത്ര? ഇതിന്റെ ഇരട്ടി എത്ര? 81.2%. ആണോ? ആണോ? 81.2% ആണോ 40.6ന്റെ ഇരട്ടി? അപ്പൊ ഇതായിരുന്നു എഫിഷ്യൻസി ഫുൾ വേവ് റെക്ടിഫയറിന്. അപ്പൊ ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹാഫ് വേവ് ആയിരിക്കും, ഫുൾ വേവ് ആയിരിക്കും? ഫുൾ വേവ് എഫിഷ്യൻസി. കണ്ടില്ലേ, ഇരട്ടി എഫിഷ്യൻസി ഉള്ളത്. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ പഠിക്കും. അപ്പൊ റെക്ടിഫയർ എന്തോ മനസ്സിലാവും. റെക്ടിഫയർ ഇസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് എ സി ഇൻടു ഡി സി. എക്സാമ്പിൾ നിങ്ങളുടെ ചാർജർ. ശരിയാണ് പറഞ്ഞത്. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് എ സി ഇൻടു ഡി സി ഇസ് കോൾഡ് റെക്ടിഫിക്കേഷൻ. ദർ ആർ ടു ടൈപ്സ് ഓഫ് റെക്ടിഫയർ. ഏതൊക്കെയാ? ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയർ വിളിക്കാൻ എന്താ ആ ഒരു പേര് വരാൻ കാരണമുള്ളത് ഇതിന്റെ വർക്കിംഗ് എക്സ്പ്ലനേഷൻ എല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ട് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്? റെക്ടിഫയർ റെക്ടിഫൈ ചെയ്യുന്നു, എ സിയെ ഡി സി ആക്കുന്നു. അതാർത്ഥം. ഹാഫ് വേവിനെ മാത്രം റെക്ടിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. കണ്ടോണേ, എങ്ങനെ വരയ്ക്കും സർക്യൂട്ട് ഡയഗ്രാം? ഒന്നാമത്തെ കീ പോയിന്റിനകത്ത് ഒന്നാമത്തെ പരിപാടി ചെയ്യേണ്ടത്, എക്സാമിന് ചോദിച്ചാൽ ഫസ്റ്റ് പരിപാടി സർക്യൂട്ട് ഡയഗ്രാം വൃത്തിയായിട്ട് വരച്ചു വെക്കും. 2, ഒബ്സർവ് ചെയ്യുക നിങ്ങളുടെ ഡയോഡ്. എങ്ങനെയാണ് നിങ്ങൾ ഡയോഡിനെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്? 3, ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോമിലോട്ട് എത്തണം. അതാ വർക്കിംഗ്. മനസ്സിലായോ? അപ്പൊ ഒന്നാമത്തെ കാര്യം സർക്യൂട്ട് ഡയഗ്രാം അല്ലേ? ഇങ്ങനൊരു ഡയഗ്രാം വേറെ എവിടെയും കണ്ടുണ്ടോ? നിങ്ങൾ ട്രാൻസ്ഫോമർ പഠിച്ചു പറഞ്ഞു. ട്രാൻസ്ഫോമറിനകത്ത് പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ എന്ന സാധനമുണ്ട്. EMI, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ലാസ്റ്റ് ടോപ്പിക് ആയിരുന്നു, ലാസ്റ്റ് വീഡിയോ. EMI അതായിരുന്നു ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന്റെ ജോലി എന്താ? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ? എന്താണ് ട്രാൻസ്ഫോമറിന്റെ ജോലി? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ? ലോ വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആക്കുക, ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആക്കുക. മനസ്സിലായോ? വോൾട്ടേജ് കൂട്ടുക, കുറയ്ക്കുക. ഇതാണ് ട്രാൻസ്ഫോമറിന്റെ ജോലി. മനസ്സിലായോ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ താഴെ മണ്ടക്കോട്ടുണ്ട്, അതായത് ലോയിനെ ഹൈ ആക്കുക. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഹൈയെ ലോ ആക്കുക. അപ്പോൾ there are 2 types of transformers, step up, step down. ക്ലിയർ ആയി പറഞ്ഞേ? അപ്പൊ ഇതൊരു ട്രാൻസ്ഫോമർ ശരിക്കും പറഞ്ഞു. ഇതൊരു ട്രാൻസ്ഫോമർ രൂപത്തിൽ നമ്മൾ വരച്ചിരിക്കും. നോക്കിയേ, ഈ ഒരു കോയിൽ കണ്ടോ? ഇതൊരു കോയിലും ഇത് അടുത്ത കോയിലും. ഈ കോയിലിനെ എന്ത് കോയിൽ എന്നാ വിളിക്കുന്നത് അറിയാം? പ്രൈമറി കോയിൽ. എന്തുവാ? പ്രൈമറി കോയിൽ. ഇതിനെ വിളിക്കുന്നത് അറിയാം? സെക്കൻഡറി കോയിൽ. ഏതാ? സെക്കൻഡറി കോയിൽ. പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ. സംശയം വല്ലതും ഉണ്ടോ? അപ്പൊ പ്രൈമറി കോയിലിനകത്ത് നിങ്ങൾക്ക് കണ്ടോ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, ഇവിടെ കുറവാണ്. കാരണം നിങ്ങൾ നനച്ചു, നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന വോൾട്ടേജ് എത്ര? നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഡൊമസ്റ്റിക് സപ്ലൈ എത്ര? KCB 220 വോൾട്ട് 50 ഹെർട്സ്. 220 വോൾട്ട് ആണോ വേണ്ടത്? കൺവേർട്ട് ചെയ്തിട്ട് അത്രയും DC ആക്കിയാണോ നിങ്ങളുടെ ബാറ്ററിക്ക് കൊടുക്കേണ്ടത്? നിങ്ങളുടെ ബാറ്ററി എത്ര വോൾട്ട് ആയിരിക്കും എന്ന് അറിയാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ടത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുവാണോ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് അപ്പ് ചെയ്യണോ? സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് പ്രൈമറിയിലായിരിക്കണം ഏറ്റവും കൂടുതൽ കോയിൽ, സെക്കൻഡറിയിൽ കുറവായിരിക്കണം. കാരണം ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് ആക്കണം അല്ലേ? കൂടിയ വാല്യൂ കുറയ്ക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് എങ്ങനെയായിരിക്കണം? കൂടുതലായിരിക്കും. സെക്കൻഡറി നമ്പർ ഓഫ് കോയിൽസ് ക്ലിയർ ആയല്ലോ? സോഫ്റ്റ് ടൈം വെക്കുന്ന കാര്യം അറിയായിരിക്കും, ട്രാൻസ്ഫോമർ അറിയാവുന്ന. പിന്നെ 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 അതായത് ഇവിടുത്തെ ഫുൾ ഫ്ലക്സ് പത്ത് കിട്ടാൻ വേണ്ടി സോഫ്റ്റ് ടൈം വെച്ചേക്കുന്നു. അപ്പോൾ പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ. ഇതെന്തോ സാധനം? AC സോഴ്സ് ആണ്. AC സോഴ്സ്. ഓക്കെ. 220 വോൾട്ട് 50 ഹെർട്സ് പ്രൈമറി കോയിൽ.
സെക്കൻഡറി കോയിലിനകത്ത് ആരൊക്കെ ഇരിപ്പുണ്ട്? ഒരു ഡയോഡ് ഇരിപ്പുണ്ടോ? പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. പിയും എന്നും ഉണ്ടോ? ശരി. ഇവിടെ വച്ച് വെച്ചിരിക്കുന്ന സാധനമുണ്ടോ? ഇതിനെ നമ്മൾ വിളിക്കുന്നത് ലോഡ് റെസിസ്റ്റർ എന്നാണ്. RL, ലോഡ് റെസിസ്റ്റർ. നിങ്ങളുടെ ഫോണാവാം, ഫോൺ കുത്തി വെച്ചേക്കുന്നു വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു ബൾബ് ആവാം, കത്തുന്നു, എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു മനസ്സിലാവും. അപ്പൊ ഇവിടെ ഒരു ബൾബോ മൊബൈൽ ഫോണോ എന്തെങ്കിലും കണക്ട് ചെയ്താൽ മതി. അപ്പൊ ഇതാണ് നിങ്ങളുടെ ലോഡ് റെസിസ്റ്റർ. മനസ്സിലായി പറഞ്ഞു. ഇവിടെയാണ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഇൻപുട്ട് ഇവിടുന്ന് കൊടുക്കും, ഇവിടെ നിങ്ങൾ ഇൻപുട്ട് കൊടുക്കും, ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ ആണോ? നമുക്കിനി നോക്കാം എങ്ങനെയായിരിക്കും ഇത് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പോയിന്റ് ഞാൻ പേരിടാൻ പോവാ A, ഇതിനെ പേരിടുക B. കുഴപ്പമില്ലല്ലോ. ഇതിന് C എന്ന് പേരിടുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ റെക്ടിഫൈ ചെയ്യുമല്ലേ നമ്മുടെ ജോലി എന്തുവാ? AC യെ DC ആക്കുക. എനിക്കറിയാം KCB എന്ന് വരുന്ന വേവ് ഫോം ഇതാണ്. എനിക്ക് ആ വേവ് ഫോമിനെ ഇങ്ങനെ മാറ്റിയെടുക്കും, ഒറ്റ ഡയറക്ഷനിലോട്ട് മാറ്റിയെടുക്കും. ശരിയാണോ പറഞ്ഞത്? അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. AC-യിൽ ആദ്യത്തെ സൈക്കിൾ വരുന്ന പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണോ, രണ്ടാമത്തെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലേ? അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു AC ഫുൾ ഒരു വേവ് കൺസിഡർ ചെയ്തു, ഇത്രയും കൺസിഡർ ചെയ്യാം. ഒരു AC സൈക്കിൾ, ഒരു കംപ്ലീറ്റ് AC സൈക്കിൾ എടുത്തു. അതിലെ ആദ്യത്തെ സൈക്കിൾ ഏതാ? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ ഫോർ ദ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കേട്ടിരുന്നോണേ. ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ആദ്യത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഇവിടെ ഇങ്ങോട്ട് വരും, ഇവിടെ അപ്ലൈ ചെയ്യും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയിരിക്കും, എയും ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിരിക്കും. ഓർത്ത് വെച്ചോ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ A എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ വിളിച്ചില്ലേ, അവിടെ കൊടുക്കുന്നത് പോസിറ്റീവ് പൊട്ടൻഷ്യലും ഇവിടെ കിട്ടുന്നത് നെഗറ്റീവ് പൊട്ടൻഷ്യലും ആയിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായി. എങ്കിൽ പറ, എന്റെ ഡയോഡ് ഏത് കണക്ഷൻ്റെ കിടക്കുന്നു? ഓൺ ആണോ, എന്റെ ഡയോഡ് ഓഫ് ആണോ? ഒബ്സർവ് ദ ഡയോഡ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അപ്ലൈ ചെയ്തു. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ കൊണ്ട് അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. ഓക്കെ ആണോ? ഡയോഡിന്റെ P ഉണ്ടോ? P കണക്ട് ചെയ്തേക്കുന്ന എന്തുമായിട്ടാ? N കണക്ട് ചെയ്തേക്കുന്ന എന്തുമായിട്ടാ? ഡയോഡ് ഫോർവേഡ് ബയാസ് ആണോ റിവേഴ്സ് ബയാസ് ആണോ? അപ്പൊ ഫോർ ദ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഫോർവേഡ് ബയാസ് ആണ് മനസ്സിലായി. കാരണം P ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്, N ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. അതിന്റെ അർത്ഥം ഡയോഡ് ഈസ് ഇൻ ഏത് മോഡാ? ACT മോഡ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അല്ലെ പറയാം ഏത് ബയാസാ? ഫോർവേഡ് ബയാസിലാണ്. കറണ്ട് കിട്ടുവോ? കിട്ടും. ഔട്ട്പുട്ട് കിട്ടുവോ? കിട്ടും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അതാണ്ട് കറണ്ട് ഇതിലേക്ക് ഒഴുകും, ഇങ്ങോട്ട് വന്നു, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, കറണ്ട് കിട്ടിയല്ലോ. എടാ കറണ്ട് ഒഴുകിയില്ലേ? ഫോർവേഡ് ബയാസിങ്, അതിനകത്തൂടെ കറണ്ട് ഒഴുകി, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ കറണ്ടും റെസിസ്റ്റൻസും ഉണ്ട്, എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ് കിട്ടും. V = IR. കേട്ടുണ്ടോ? ഓംസ് ലോ. V = അപ്പൊ നാട്ടിൽ ഇതിനകത്തൂടെ എന്ത് ഒഴുകുന്നുണ്ട്? ഒരു കറണ്ട് ഒഴുകുന്നുണ്ട്, ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റൻസും ഉണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് കിട്ടും? V കിട്ടൂലേ? V = IR. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്? V = IR എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നുണ്ട്. എന്ത് കിട്ടുന്നുണ്ട്? ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നുണ്ട്. സംശയം ഉണ്ടോ? ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇതാണ് ഫോർ ദ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പൊ നോക്കിക്കേ, ഇതാണ് ഞാൻ കൊടുത്ത ഇൻപുട്ട്. ആണോ? ഇൻപുട്ട്. എനിക്ക് കിട്ടേണ്ട ഔട്ട്പുട്ടിലെ ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കണം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയോ? ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് വല്ലതും കിട്ടിയോ? പിന്നെ എന്തോ തേങ്ങ അവിടെ കിട്ടിയത്? V = IR. അത് ശരി. എടാ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടിയില്ലേ? ഫോർവേഡ് ബയാസ് അല്ലായിരുന്നോ? കറണ്ട് ഒഴുകിയില്ലയോ? റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നല്ലോ, വോൾട്ടേജ് കിട്ടിയില്ലയോ? അപ്പൊ പിന്നെന്തുവാ? ഇൻപുട്ട് ആയിട്ട് ഒരു വോൾട്ടേജ് കൊടുത്തു, ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടി. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ലേ? വോൾട്ടേജ് ഉണ്ട്, ദാണ്ടെ കിട്ടിയില്ലേ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഫോർ ദ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് എന്ത് കിട്ടി? ഔട്ട്പുട്ട് കിട്ടിയില്ലയോ? അപ്പുറത്ത് ഔട്ട്പുട്ട്. അതായത് എന്ത് ചെയ്ത്? ഫോൺ കത്തി കാണും, ചാർജിങ് എന്നൊന്ന് എഴുതി കാണിച്ചു കാണും. പിന്നെ സംഭവിക്കുന്ന കാര്യത്തില്ല, ചാർജിങ് ഇപ്പൊ എഴുതി കാണിച്ചു കാണും. പറഞ്ഞ മനസ്സിലായി അല്ലെ? ബൾബ് ആണെന്ന് കത്തി കാണും. മനസ്സിലായോ? ഇനി നേരെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലോട്ട് കയറുമല്ലോ. അപ്പൊ നോക്കിക്കേ, രണ്ടാമത്തെ പരിപാടി ഫോർ ദ സെക്കൻഡ് അല്ലെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ക്ലിയർ ആയി പറഞ്ഞേ? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഇവിടെ വരുന്ന പൊട്ടൻഷ്യൽ ഏതായിരിക്കും? നെഗറ്റീവ്. ഇവിടെ വരുന്നതോ പോസിറ്റീവ്. ഡയോഡ് ഒബ്സർവ് ചെയ്യണം. അപ്പൊ ഡയോഡ് ഒബ്സർവ് ചെയ്യുമ്പോൾ P എങ്ങോട്ടാ കണക്ട് ചെയ്തേക്കുന്നത്, N എങ്ങോട്ടാ കണക്ട് ചെയ്തേക്കുന്നത് നോക്കേണ്ടത്. P കണക്ട് ചെയ്തേക്കുന്നത് നെഗറ്റീവ്, N കണക്ട് ചെയ്തേക്കുന്നത് പോസിറ്റീവ്. ശരിയാണോ? ഇത് ഏത് കണക്ഷനാ? റിവേഴ്സ് ബയാസ് അല്ലെ? അതായത് ഡയോഡ് DCT ആണോ? DCT മോഡ്. ഡീആക്ടിവേറ്റഡ് മോഡാണ്. ഏത് ബയാസിംഗ്? റിവേഴ്സ് ബയാസിംഗ്. ഏത് ബയാസിംഗ്? റിവേഴ്സ് ബയാസിംഗ്. ഇതിനകത്തോടെ കറണ്ട് ഒഴുകുമോ? ഇല്ല. ഒഴുകുമോ? കറണ്ട് ഒഴുകാത്തോണ്ട് തന്നെ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുമോ? അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 അല്ലേടാ? ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുവോടാ?
അപ്പൊ താണ്ടെ ഇവിടെ ഒരു മാങ്ങിയില്ല. പറഞ്ഞ മനസ്സിലായി? ഈ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു വോൾട്ടേജ് കിട്ടിയില്ല ഔട്ട്പുട്ടായിട്ട്. കിട്ടിയോ? ഇനി അടുത്തതിൽ എന്ത് സംഭവിക്കും? അടുത്ത വീണ്ടും എങ്ങോട്ടാണ് കയറുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുമോ? കിട്ടും. ശരിയല്ലേ? പിന്നെ നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. പിന്നെ കിട്ടുമോ? കിട്ടും. പറഞ്ഞ മനസ്സിലായി? ഇവിടെ അല്ലേ? പിന്നെ കിട്ടൂല, പിന്നെ കിട്ടും. ഇങ്ങനല്ലേ പോന്നെ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഔട്ട്പുട്ട്? ആകെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം എന്ത് കിട്ടുന്നുള്ളൂ? ഔട്ട്പുട്ട്. ശരിയല്ലേ? അതായത് എന്താ സംഭവിക്കുന്നത് അറിയാം? നിങ്ങൾ ഫോൺ ചാർജിങ് കുത്തിയിട്ട് ചാർജിങ് പിന്നെ ഓഫായി പോകും, ചാർജിങ് ഓഫായി പോകും, ചാർജിങ് ഓഫായി പോകും. പൊളി സാധനമല്ലേ? നിങ്ങൾ കുത്തിയിടുക സാധനം, അതിനകത്തൊരു വെട്ട് വരുമല്ലോ, മിന്നലിന്റെ ഒരു വെട്ട്. മിന്നൽ വരുന്നു പോകുന്നു, മിന്നൽ വരുന്നു പോകുന്നു. ആലോചിച്ച് നോക്കി, ഇതാ അവസ്ഥ ഹാഫ് വേവ് റെക്ടിഫയർ യൂസ് ചെയ്തു. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലോ കിട്ടത്തില്ല. പിന്നെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. കത്തുന്നു അണയുന്നു, കത്തുന്നു അണയുന്നു. ബൾബാണ് അതുപോലെ കത്തി അണഞ്ഞു, കത്തി അണഞ്ഞു, കത്തി അണഞ്ഞു. ഇതാ സംഭവം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതാ എഫിഷ്യൻസി വെറും 40.6% ഉള്ളതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എങ്ങനെയാ റെക്ടിഫൈ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? എ സി എങ്ങനെ ഡി സി ആക്കിയെന്ന് മനസ്സിലായോ? അതായത് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് എ സിയാ, ഔട്ട്പുട്ട് ആയിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഡി സിയാ. ഇത് ഡി സി ആണോ കിട്ടിയേക്കുന്നത് നിങ്ങൾക്ക്? അല്ലല്ലേ? ഇത് ഡി സി അല്ല കിട്ടിയേക്കുന്നത്, ഒരേ ഡയറക്ഷനുള്ള പോസിറ്റീവ് അല്ലേ കിട്ടിയേക്കുന്നത്. ഇടയ്ക്ക് ഇച്ചിരി ഗ്യാപ്പ് വന്നു, ഇച്ചിരി സമയം എടുത്ത് അടുത്ത് വരാൻ. പക്ഷെ ഒറ്റ ഡയറക്ഷനുള്ള കറണ്ട് അല്ലേ ഉള്ളൂ, ഒറ്റ ഡയറക്ഷനുള്ള കറണ്ട് അല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഡി സി ആണോ എ സി ആണോ? ഡി സി ഔട്ട്പുട്ട് കിട്ടിയേക്കുന്നത്. ഇൻപുട്ട് കൊടുത്തതോ? കൊടുത്തത് എ സി, പുറത്ത് വന്നത് ഡി സി. പക്ഷെ ചെറിയ പ്രശ്നമുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഡി സി കിട്ടുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഡി സി കിട്ടുന്നില്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് എ സിയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഔട്ട്പുട്ട്, പക്ഷെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ട് കിട്ടുന്നില്ല. പിന്നെയും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, നെഗറ്റീവിൽ കിട്ടുന്നില്ല. ഇതാ പ്രശ്നം. ഞാൻ പറഞ്ഞ മനസ്സിലായി? ചാർജിങ് നോ ചാർജ്, ചാർജിങ് നോ ചാർജ്, ചാർജിങ് നോ ചാർജ്. ഇതാ അവസ്ഥ. ഞാൻ പറഞ്ഞ മനസ്സിലായി? അപ്പൊ ഇതാണ് നിങ്ങളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം. വരയ്ക്കാൻ എളുപ്പമല്ലേ? ഇതാണ് നിങ്ങളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം. മനസ്സിലായി? ചെയ്ത ഒറ്റ പരിപാടി, പടം എല്ലാം വരച്ച് സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അപ്ലൈ ചെയ്യുമ്പോൾ എ പോസിറ്റീവ്, ബി നെഗറ്റീവ്. ആ സമയത്ത് നമ്മൾ ഏത് ബയാസാ? ഫോർവേഡ് ബയാസ്. ആ സമയത്ത് ഡയോഡ് കണ്ടക്ടിങ് ആണ്, നമുക്കൊരു കറണ്ട് വരും, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ കറണ്ടും റെസിസ്റ്റൻസും കൂടെ ചേരുമ്പോൾ നമുക്കറിയാം വോൾട്ടേജ് കിട്ടും. അപ്പൊ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്, V = IR. നമുക്ക് ആ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ വരച്ച് വെച്ചേക്കണം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. പിന്നെ നമ്മൾ നോക്കുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴോ എ എന്തായി പോവും? നെഗറ്റീവ്. ബി എന്തായി പോവും? പോസിറ്റീവ്. അപ്പൊ പി നെഗറ്റീവ്, എൻ പോസിറ്റീവ്. നമുക്കറിയാം ഇത് റിവേഴ്സ് ബയാസ് അല്ലെ ഡീആക്ടിവേറ്റഡ് മോഡാണ്. ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല, കറണ്ട് ഇവിടെ വരില്ല. കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ വോൾട്ടേജ് പുറത്തില്ല, അപ്പൊ ഇവിടെ വോൾട്ടേജ് ഇല്ല. പിന്നെയും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, ഔട്ട്പുട്ട് ഇല്ല, ഉണ്ട്, ഇല്ല, ഉണ്ട്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇതായിരുന്നു ഹാഫ് വേവ് റെക്ടിഫയർ. ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ഇന്ന് മനസ്സിലായോ? ഞാൻ പറഞ്ഞ പിടികിട്ടിയല്ലോ. അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഫോർ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓൺലി യു വിൽ ഗെറ്റ് ഔട്ട്പുട്ട്, ഫോർ ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ദർ ഇസ് നോ ഔട്ട്പുട്ട്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇതിന്റെ എഫിഷ്യൻസി എത്രയാണ് നമ്മൾ പറഞ്ഞത്? 40.6% is the efficiency of half wave rectifier. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഫോർവേഡ് ബയാസിംഗ് റിവേഴ്സ് ബയാസിംഗ് അറിയത്തില്ലെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല. സർക്യൂട്ട് ഡയഗ്രാമിനൊക്കെ എന്തൊക്കെ വരയ്ക്കും? ഒരു പ്രൈമറി കോയിൽ, ഒരു AC സോഴ്സ് കാണിച്ചേക്കും. പിന്നെ സെക്കൻഡറി കോയിൽ വരയ്ക്കണം, ഇടയ്ക്ക് ഒരു സോഫ്റ്റ് ആൻഡ് കോർ വരച്ചിട്ട് സെക്കൻഡറി കോയിലിനകത്ത് നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കണം. ഒരു ഡയോഡ് ഉറപ്പായിട്ട് വേണം. ഡയോഡ് ഇല്ലാതെ ഒരു പരിപാടി നടക്കും ഇല്ല. ഡയോഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന റെക്ടിഫയർ ആയിട്ടാണ്. ഇവിടെ റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആരെയാ? ഡയോഡിനെയാണ്. പറഞ്ഞാൽ മനസ്സിലായി? ഈ ഡയോഡ് ഇല്ലാതെ ഒരിക്കലും റെക്ടിഫിക്കേഷൻ നടക്കത്തില്ല. അപ്പൊ ഡയോഡ് വെക്കുന്നു. ഡയോഡ് കഴിഞ്ഞാൽ പിന്നെ ഒരു ലോഡ് റെസിസ്റ്റർ ആണ്. പറഞ്ഞാൽ മനസ്സിലായി? ഈ രണ്ട് പോയിന്റ് വിളിച്ചോണം എയും ബിയും. കാരണം അവിടെ ആയിരിക്കും നിങ്ങൾ പൊളാരിറ്റി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് എ, എന്ത് വരും? ഏത് ചാർജ് വരും? എയിൽ. ഏത് പൊളാരിറ്റി വരും? എയിൽ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ എയിൽ പോസിറ്റീവ്, ബിയിൽ നെഗറ്റീവ്. ഹാഫ് സൈക്കിൾ ആണെങ്കിൽ എയിൽ ഏത് പൊളാരിറ്റി വരും? ബിയിൽ പോസിറ്റീവ്. ശരിയാണോ പറഞ്ഞത്? ക്ലിയർ ആണോ പറഞ്ഞത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് റിവേഴ്സ് ബയാസിലാണോ ഫോർവേഡ് ബയാസിലാണോ? ഏത് ബയാസാ? ശരി. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് റിവേഴ്സ് ബയാസിലാണോ ഫോർവേഡ് ബയാസിലാണോ? ഫോർവേഡ് ബയാസിലാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് കിട്ടുമോ? റിവേഴ്സ് ബയാസ് കിട്ടുമോ? ആക്ടിവേറ്റഡ് മോഡിലാണോ ഫോർവേഡ് ബയാസ്? റിവേഴ്സ് ബയാസ് ഡീആക്ടിവേറ്റഡ് മോഡാണോ? ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കുഴപ്പം എന്താ? ഓൺലി ഫോർ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വി ഗെറ്റ് ഔട്ട്പുട്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോ ഔട്ട്പുട്ട്. പറഞ്ഞ മനസ്സിലാവും? എഫിഷ്യൻസി 40.6%. 40. അപ്പൊ ഒരു AC കംപ്ലീറ്റ് സൈക്കിൾ എടുത്താൽ അതിലൊരു ഹാഫ് വേവ് മാത്രമല്ലേ റെക്ടിഫൈ ചെയ്തുള്ളൂ? എടാ, ഒരു കംപ്ലീറ്റ് AC സൈക്കിൾ ഏതാ? കണ്ടിത്? കണ്ടോ? ഈ ഒരു കംപ്ലീറ്റ് AC സൈക്കിൾ നോക്കിയപ്പോൾ ഇതിലെ വെറും ഹാഫ് വേവ് മാത്രമല്ലേ റെക്ടിഫൈ ചെയ്തത്?
ഹാഫ് വേവ് മാത്രമല്ലേ ഡി സി ആയിട്ട് കിട്ടിയത്, മറ്റേ ഹാഫിന് ഡി സി വല്ലതും കിട്ടിയോ, ഔട്ട്പുട്ട് വല്ലതും കിട്ടിയോ, ഇല്ല. അതുകൊണ്ടാണ് ഇവനെ എന്ത് വിളിച്ചത്, ഹാഫ് വേവ് റെക്ടിഫയർ. ഓൺലി ഹാഫ് ഓഫ് ദ വേവ് ഈസ് റെക്ടിഫൈഡ്. അല്ലെ പറയാം, ഹാഫ് ഓഫ് ദ എ സി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡി സി. മനസ്സിലായോ? പിടി കിട്ടിയോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ, എഴുതിട്ടോ. ഇത് ഇങ്ങോട്ട് വരച്ചേക്കുന്നത് എന്തോ വോൾട്ടേജ് അല്ലേ, വോൾട്ടേജ് ആണോ? ഇതും വോൾട്ടേജ് തന്നെയാണല്ലോ വരച്ചേക്കുന്നത്. ഇത് ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ആണേ. എന്റെ ചോദ്യം, ഇതിനെ എന്ത് വിളിക്കും? ഈ വോൾട്ടേജിന്, ഈ വോൾട്ടേജിന്റെ പേര് വിളിക്കും, പറയാം, പീക്ക് വോൾട്ടേജ്. അതിനെന്ത് വിളിക്കും? വി എം ആണോ? അപ്പൊ ഇതെന്തുവാ? ഇതും പീക്ക് വോൾട്ടേജ്, വി എം. അറിയാലോ, അതൊക്കെ അറിയാവേ. പീക്ക് വോൾട്ടേജ്, എ സി, ആൾട്ടർനേറ്റിംഗ്. ഫുൾ വേവ് റെക്ടിഫയർ ഏതാ നല്ലത്? ഹാഫ് വേവ് റെക്ടിഫയർ ആണോ ഫുൾ വേവ് റെക്ടിഫയർ ആണോ? മനസ്സിലായി, ഫുൾ വേവ് റെക്ടിഫയർ ആണ്. നമ്മുടെ പ്രശ്നം എന്തുവായിരുന്നു ഹാഫ് വേവ് റെക്ടിഫയറിനകത്തുള്ള? ഹാഫ് വേവ് റെക്ടിഫയറിനകത്ത് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലം എന്താ? നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം ആ കൺവേർട്ട് ചെയ്ത് റെക്ടിഫൈ ചെയ്തിട്ടൊരു ഔട്ട്പുട്ടായി മാറുന്നു അല്ലേ? നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താവുന്നില്ല, ഒരു ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നില്ല. ഇവിടെ എല്ലാം ബ്ലാങ്ക് ആയി പോകും അല്ലേ? ഇവിടെ ഒന്നും തന്നെ നമുക്ക് എന്തില്ല, ഔട്ട്പുട്ട് ഇല്ല. നമുക്ക് ഔട്ട്പുട്ട് വേണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ഉണ്ടാക്കിയെടുക്കുന്നത്? ഒരു ഫുൾ വേവ് റെക്ടിഫയറിനെ കുറിച്ച് പഠിക്കുന്നത്. ഫുൾ വേവ് റെക്ടിഫയർ, ഇതിന്റെ എഫിഷ്യൻസി ഏകദേശം നമ്മുടെ ഹാഫ് വേവിന്റെ ഇരട്ടിയാണ്. 81.2% എഫിഷ്യൻസി ഉണ്ട്. വ്യത്യാസം എന്ത് വെക്കണം? നമ്മുടെ പ്രശ്നം എന്താണ്? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് കിട്ടുന്നില്ല എന്നുള്ളതല്ലേ. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് കിട്ടാതിരിക്കാൻ കാരണം എന്താ? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവൻ റിവേഴ്സ് ബയാസിലായി പോകും. ആണോ? ആണോ? റിവേഴ്സ് ബയാസിലായി പോകുക എന്റെ ഡയോഡ് അല്ലേ? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് അല്ലേ? ആ സമയത്ത് പി നെഗറ്റീവ്, എൻ പോസിറ്റീവ്, റിവേഴ്സ് ബയാസ്. അതുകൊണ്ടാണ് കിട്ടാത്തത്. അപ്പൊ ഈ ഡയോഡ് റിവേഴ്സ് ബയാസിലാവുമ്പോൾ മറ്റൊരു ഡയോഡ് ഇവിടെ ഉണ്ടെങ്കിൽ ഫോർവേഡ് ബയാസിൽ വിഷയമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഒരു എക്സ്ട്രാ ഡയോഡ് കൊണ്ടുവെക്കും. ഓക്കെ ആണോ? അപ്പൊ ഇതിനെ ഞാൻ ഡയോഡ് നമ്പർ 1, ഇത് ഡയോഡ് 2 എന്ന് വിളിച്ചു. ഇനി ഇതൊന്ന് ഇവിടുന്ന് മാറ്റിയിട്ട് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് വയർ വലിച്ചെടുത്ത് ഒരു ഔട്ട്പുട്ട്, അതായത് ലോഡ് റെസിസ്റ്റർ വെച്ചിട്ട് ഇവിടുന്ന് ഈ വയർ എടുത്ത് ഇവിടുന്ന് ഓവർലാപ്പ് ചെയ്തു നേരെ സെന്ററിൽ കൊണ്ട് ടാപ്പ് ചെയ്തു. സെന്ററിൽ കൊണ്ട് ടാപ്പ് ചെയ്തു കൊണ്ട് വരുത്തിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലായിരുന്നു ലോഡ് റെസിസ്റ്റർ. അത് അവിടുന്ന് മാറ്റിയിട്ട് ഞാൻ ഇവിടുന്ന് ഒരു വയർ കണക്ട് ചെയ്ത് പുറത്തേക്ക് എടുത്തിട്ട് ഇവിടെ ലോഡ് റെസിസ്റ്റർ വെച്ചു കൊണ്ടുവന്നു ഓവർലാപ്പ് ചെയ്ത് സെക്കൻഡറി കോയിലൂടെ ഓവർലാപ്പ് ചെയ്തിട്ട് നേരെ കൊണ്ട് ടാപ്പ് ചെയ്ത് വെച്ചു സെന്ററിൽ. ഇതിനെ സെന്റർ ടാപ്പ് എന്ന് പറയാറുണ്ട്. സെന്റർ ടാപ്പ്, ഇതിനെന്ത് വിളിക്കുന്നത്? സെന്റർ ടാപ്പ്. എന്തിനാ സെന്റർ ടാപ്പ് യൂസ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഇത്രയും മനസ്സിലാവും എന്താ ചെയ്തതെന്ന്. ആ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ പടത്തിനകത്ത് രണ്ട് വ്യത്യാസം വരും. ഒന്ന്, താഴെ ഒരു ഡയോഡ് കൊണ്ടുവന്നു എക്സ്ട്രാ ആയിട്ട്, അപ്പൊ ഡയോഡ് 1 ഡയോഡ് 2 ആയി. ഇനി ലോഡ് റെസിസ്റ്റർ ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടുന്ന് വയർ വലിച്ചെടുത്ത് ലോഡ് റെസിസ്റ്റർ വെച്ച് അവിടുന്ന് വയർ എടുത്ത് കൊണ്ടുവന്ന് ഓവർലാപ്പിംഗ് ആയിട്ട് കൊണ്ടുവന്ന് സെന്ററിൽ കൊണ്ട് ടാപ്പ് ചെയ്ത് വെക്കണം. ക്ലിയർ ആയ പറഞ്ഞു? സെക്കൻഡറി കോയിലിന്റെ സെന്ററിൽ കൊണ്ടുവന്ന് ടാപ്പ് ചെയ്ത് വെക്കണം. ഇതാണ് ആകെ വ്യത്യാസം. ഇതിനെ സെന്റർ ടാപ്പ് റെക്ടിഫയർ എന്ന് പറയാറുണ്ട്. എന്താണ്? സെന്റർ ടാപ്പ് റെക്ടിഫയർ. ഇനി ശ്രദ്ധിച്ചു, നമുക്ക് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും അപ്ലൈ ചെയ്യാം. ഇതിനെ സി എന്ന് കാണാൻ വിളിക്കാറ്. സി എന്ന് പറഞ്ഞ പോയിന്റ്. കാരണം സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് ഞാൻ വയർ എടുത്ത് ലോഡ് റെസിസ്റ്ററും ഓവർലാപ്പ് ചെയ്ത് സെന്റർ ടാപ്പ് ചെയ്തു. ഓക്കെ ആണോ? ഞാൻ അപ്ലൈ ചെയ്യേണ്ട എന്താ? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് ഏറ്റവും ആദ്യം. അപ്പൊ നോക്കിയേ, 1 ഫോർ ദ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് എ സി. ശ്രദ്ധിച്ചിരുന്നോണേ, ഫോർ ദ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് എ സി. പറ, ഇവിടെ വരുന്ന ഏത് പൊളാരിറ്റി ആയിരിക്കും? എയിലെ പൊളാരിറ്റി ഏതായിരിക്കും? പോസിറ്റീവ്. ബിയിലെയോ? നെഗറ്റീവ് ആണോ? ഇനി ഒബ്സർവ് ദ ഡയോഡ് അല്ലേ? ഇത് പി അല്ലേ? ഇത് പി, ഇത് തന്നെയാണല്ലോ അടുത്ത ഡയോഡിന്റെ. ഇനി എന്റെ ചോദ്യം, ഈ പറഞ്ഞ ഡയോഡ് D1 ഉണ്ടല്ലോ, D1ന്റെ കേസിൽ പി കണക്ട് ചെയ്തേക്കുന്ന എങ്ങോട്ടാ? പോസിറ്റീവ് ആണോ? എൻ കണക്ട് ചെയ്തേക്കുന്ന നെഗറ്റീവ്. ശരിയാണോ പറഞ്ഞത്? പി കണക്ട് ചെയ്തേക്കുന്ന പോസിറ്റീവായിട്ട്, എൻ കണക്ട് ചെയ്തേക്കുന്ന നെഗറ്റീവായിട്ട്. പറ, ഡയോഡ് ആക്റ്റീവ് ആണോ? ആണ്. ആക്ടിവേറ്റഡ് മോഡിലാണ്. ഏത് ബയാസാ? ഫോർവേഡ് ബയാസ്. ഏതാ? ഫോർവേഡ് ബയാസ്. അപ്പൊ ഇതിനകത്തൂടെ കറണ്ട് ഒഴുകുമല്ലോ, ഒഴുകും. അതവിടെ നിൽക്കട്ടെ. ഇത് പി ആണോ? പി കണക്ട് ചെയ്തേക്കുന്ന നെഗറ്റീവ് ആയിട്ടല്ലേ ഇവിടെ? എന്നോ പോസിറ്റീവ് ആയിട്ട്. ഇത് ഏത് ബയാസിലാ? ഡയോഡ് 2 ഏതിലാ? റിവേഴ്സ് ബയാസ്. ഏത് ബയാസാ? റിവേഴ്സ് ബയാസ്. അതായത് DCT മോഡാണോ? ഡീആക്ടിവേറ്റഡ് മോഡാണോ? കറണ്ട് വല്ലതും കിട്ടുമോ? ഇല്ല. മനസ്സിലായി പറഞ്ഞു? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കറണ്ട് ഒഴുകും, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് പോവും. ഇതിനകത്തോട് ഒഴുകത്തില്ലല്ലോ കറണ്ട്, റിവേഴ്സ് ബയാസില. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറും, ദാ പോവും. നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. ഈ കറണ്ട് ഒഴുകി തിരിച്ചിങ്ങനെ വന്നിട്ട് കണ്ടിരിക്കും, നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ആ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞു ക്ലിയർ ആയോ? നിങ്ങളുടെ ആദ്യത്തെ ഡയോഡ് ഫോർവേഡ് ബയാസിലാവും, അതിലൂടെ കറണ്ട് ഒഴുകും.
സിയിൽ വരും, താഴോട്ട് പോകും ഇല്ല, കാരണം ഈ ഡയോഡ് എവിടെ റിവേഴ്സ് ബയാസില്ല. ഇതിലേ കൂടെ കറണ്ട് ഇറങ്ങും, ദാ പോയി കംപ്ലീറ്റ്. ക്ലിയർ ആയ പറഞ്ഞത് ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടി? ഔട്ട്പുട്ട് കിട്ടി, ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടി. പറ ഡയറക്ഷൻ ഓഫ് കറണ്ട് എങ്ങനെയായിരുന്നു? ഡയറക്ഷൻ ഓഫ് കറണ്ട് എവിടെയാ തുടങ്ങിയ കറണ്ട് ഒഴുകാൻ? എവിടെയാ തുടങ്ങിയ? എ ആണോ? എയിൽ എങ്ങോട്ടാ പോയത്? D1 ഡയോഡിലോട്ട് ആണോ? അവിടെ നിന്ന് എങ്ങോട്ടാ പോയത്? എക്സിലോട്ട് ആണോ? അവിടെ നിന്ന് എങ്ങോട്ടാ പോയത്? സിയിലോട്ട്. അവിടെ നിന്ന് എങ്ങോട്ടാ പോയത്? RL ലോഡ് റെസിസ്റ്ററിലോട്ട്. അവിടെ നിന്ന് എങ്ങോട്ടാ പോയത്? സെന്റർ ടാപ്പിലോട്ട് ആണോ? പിന്നെ എങ്ങോട്ടാ പോയത്? എയിലോട്ട്. ഇപ്പൊ കംപ്ലീറ്റ് ആയി, കംപ്ലീറ്റ് ആയില്ലേ? ഇവിടെ ക്ലോസ് സർക്യൂട്ട് ആയില്ലേ? അത് ശരി. എവിടെ നിന്നാണോ തുടങ്ങി അവിടെ തന്നെ അവസാനിച്ചില്ലേ? ക്ലോസ് സർക്യൂട്ട്. ഔട്ട്പുട്ട് കിട്ടിയോ? കിട്ടി. എനിക്കിവിടെ ഔട്ട്പുട്ട് കിട്ടി. V കയ്യാ കിട്ടുവോ? കിട്ടി. അപ്പൊ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എനിക്ക് എന്ത് കിട്ടി? ഔട്ട്പുട്ട് കിട്ടി. മനസ്സിലായോ? ഇതായിരുന്നു ഫസ്റ്റ് പരിപാടി. ഈ സെക്കൻഡ് പരിപാടി നോക്കിയോ, രണ്ടാമത്തെ പരിപാടി. ഫോർ ദ സെക്കൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണോ? ആണോ? ആ കേസിൽ എ എന്തായി പോവും? നെഗറ്റീവ്. ഇവിടെ എന്താ അപ്ലൈ ചെയ്യേണ്ടത്? പോസിറ്റീവ്. ശരിയാണോ പറഞ്ഞത്? ഇനി പറ, ഡയോഡ് 1 നോക്കുക. ഡയോഡ് 1ന്റെ പി എവിടെ കണക്ട് ചെയ്തേക്കുന്നത്? നെഗറ്റീവ്. എൻ എവിടെ കണക്ട് ചെയ്തേക്കുന്നത്? പോസിറ്റീവ്. ഡയോഡ് ആക്ടിവേറ്റഡ് ആണോ ഡീആക്ടിവേറ്റഡ് ആണോ? ഡീആക്ടിവേറ്റഡ് ആ. ഏത് ബയാസാ? റിവേഴ്സ് ബയാസ് ആണോ? അതായത് ഡയോഡ് ഓഫ് അല്ലേ? ഡയോഡ് ഓഫ് അല്ലേ? ഇനി എന്താണ്ട് ഡയോഡ് 2 നോക്കിയാലോ? ഡയോഡ് 2 ദാ ഡയോഡ് 2. ഡയോഡ് 2 നോക്കിയാൽ പി കണക്ട് ചെയ്തേക്കുന്ന പോസിറ്റീവ് ആയിട്ട്, എൻ കണക്ട് ചെയ്തേക്കുന്നത് നെഗറ്റീവ് ആയിട്ട്. അപ്പൊ പി കണക്ട് ചെയ്തേക്കുന്ന പോസിറ്റീവ് ആയിട്ട്, എൻ നെഗറ്റീവ് ആയിട്ട്. പറ ഏത് മോഡാ? ആക്ടിവേറ്റഡ് മോഡ് ആണോ? ഏത് ബയാസ് ആടാ? ഫോർവേഡ് ബയാസ്. എടാ കറണ്ട് ഉണ്ടാവൂടാ? ഉണ്ടാവും. ഡയോഡ് ഓൺ അല്ലേടാ? ഓൺ ആണ്. അപ്പൊ ഇതിലെ കൂടെ കറണ്ട് ഒഴുകിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇവിടുന്ന് ഒഴുകും കറണ്ട്, ഇവിടുന്ന് കറണ്ട് ഒഴുകും. ദാ പോയി അങ്ങോട്ട് പോവും. കാരണം ഇത് ഏത് ബയാസാ? റിവേഴ്സ് ബയാസാ. അപ്പൊ ദാ ബിന്ന് ഒഴുകി ദാ സി വന്ന് ലോഡ് റെസിസ്റ്റർ. ഇവിടെ എന്ത് കിട്ടും? ഔട്ട്പുട്ട്. ഇങ്ങോട്ട് കറണ്ട് വന്നല്ലോ, ഇവിടെ എന്ത് കിട്ടും? ഔട്ട്പുട്ട്. ദാ കിട്ടിയ ഔട്ട്പുട്ട്, ദാ കിട്ടിയ ഔട്ട്പുട്ട്. കിട്ടിയോ? ഔട്ട്പുട്ട് കിട്ടിയല്ലോ, ഔട്ട്പുട്ട് കിട്ടി. അപ്പൊ അതായത് എവിടുന്നാ കറണ്ട് ഒഴുകിയത്? ബിയിൽ നിന്ന് ഒഴുകി ഡയോഡിലൂടെ D2 സിയിലെത്തി, ലോഡ് റെസിസ്റ്റർ, സെന്റർ ടാപ്പ്, പിന്നെ തിരിച്ച് ബിയിലേക്ക്. മനസ്സിലായോ? ഫ്ലോ മനസ്സിലായോ ഇതിന്റെ? അപ്പൊ ഇനി പറഞ്ഞേ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഡയറക്ഷൻ ഓഫ് കറണ്ട് എങ്ങനെയാ പറഞ്ഞോ? എവിടെയാ തുടങ്ങുന്നത്? ബിന്ന് അങ്ങോട്ട് പോയി കറണ്ട് രണ്ടാമത്തെ ഡയോഡിലോട്ട്. പിന്നെ അങ്ങോട്ട് പോയി എങ്ങോട്ടാ? സിയിലോട്ട്. സോറി വൈ അല്ലേ? വൈയിലോട്ട്. പിന്നെ എങ്ങോട്ടാ? സി. പിന്നെ എങ്ങോട്ടാ? RL ലോഡ് റെസിസ്റ്റർ. പിന്നെ എങ്ങോട്ടാ? സെന്റർ ടാപ്പ്. പിന്നെ എങ്ങോട്ടാ? ബി. മനസ്സിലായോ? ക്ലിയർ ആയി? കഴിഞ്ഞു. ഫുൾ റെക്ടിഫൈ. കാരണം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുത്തപ്പോൾ എന്ത് കിട്ടി? അതിനെ ഈ രണ്ടാമത്തെ ഡയോഡ് കൊണ്ട് വെച്ചത്. ആദ്യത്തെ കേസിൽ എനിക്കറിയാൻ സീനൊന്നുമില്ല, കാരണം ഒന്നാമത്തെ ഡയോഡ് ഫോർവേഡ് ബയാസ് ആയിക്കോളും, എനിക്ക് ഔട്ട്പുട്ട് കിട്ടും. സെക്കൻഡ് ഹാഫ് സൈക്കിൾ ഈ പ്രശ്നം വന്നുകൊണ്ടിരുന്നു, ഒറ്റ ഡയോഡോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ ഡയോഡ് കൊണ്ട് വെച്ചു. സെന്റർ ടാപ്പ് എന്ന് പറഞ്ഞൊരു അപ്പാരറ്റസ് എടുത്തു, കൃത്യമായിട്ട് ഫ്ലോ നടക്കാൻ വേണ്ടി കാരണം. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ നമുക്ക് എന്താ മനസ്സിലായത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് ഉണ്ട്, സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ നമുക്ക് എന്തുണ്ട്? ഔട്ട്പുട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുമല്ലോ. അതായത് ഫുൾ ടൈം ചാർജ് ആവുമല്ലോ. എവിടെയെങ്കിലും വെച്ച് ഔട്ട്പുട്ട് ഇല്ലാതാവുന്നുണ്ടോ? ഇല്ല. എ സിയുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ റെക്ടിഫൈ ചെയ്ത് എന്താക്കുന്നുണ്ട്? ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ റെക്ടിഫൈ ചെയ്ത് എന്ത് കിട്ടുന്നുണ്ട്? ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായി? അതിന്റെ അർത്ഥം ഒരു ഫുൾ എ സി സൈക്കിളിനെയും കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്ത് എന്താക്കുന്നുണ്ട്? DC ആക്കി മാറ്റുന്നുണ്ട്. മനസ്സിലായി? ഇതുകൊണ്ട് എഫിഷ്യൻസി ഇരട്ടിയായി പോയി. മറ്റേതിന് 40.6 ആയിരുന്നെങ്കിൽ ഇതിന്റെ 81.2 ശരിയാണോ? ഹാഫ് വേവിനകത്ത് എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും നിങ്ങൾ വരുത്തുന്നത്? പടത്തിനകത്ത് ഒരു ഡയോഡ് എക്സ്ട്രാ കൊണ്ട് ഫിറ്റ് ചെയ്യും, ലോഡ് റെസിസ്റ്റർ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഒരു വയർ വഴി ലോഡ് റെസിസ്റ്റർ എടുത്ത് ഓവർലാപ്പ് ചെയ്ത് സെന്റർ ടാപ്പ് വെച്ച് പറഞ്ഞാൽ മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ അപ്ലൈ ചെയ്യും, പോസിറ്റീവ് നെഗറ്റീവ്. ആ സമയത്ത് D1 എന്ന് പറഞ്ഞ ഡയോഡ് ഏത് ബയാസിലായിരിക്കും? ഫോർവേഡ് ബയാസ്. അപ്പൊ ഇത് ഏത് ബയാസിലായിരിക്കും? റിവേഴ്സ് ബയാസ്. അപ്പൊ കറണ്ട് ഇങ്ങനെ ഒഴുകി സിയിലൂടെ കയറി RL പോയി സെന്റർ ടാപ്പ് വഴി എയിലേക്ക് തിരിച്ചു. ഔട്ട്പുട്ട് കിട്ടിയോ? കിട്ടി. സെക്കൻഡ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലേ? അപ്പൊ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് നെഗറ്റീവ്, ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് പോസിറ്റീവ്. അപ്പൊ ഈ ഡയോഡ് റിവേഴ്സ് ബയാസ്, ഈ ഡയോഡ് ഫോർവേഡ് ബയാസ്. അപ്പൊ ഇവിടെ കറണ്ട് ഇല്ല, ഇവിടുന്ന് പക്ഷെ കറണ്ട് ഒഴുകും. അപ്പൊ ബിന്ന് ഒഴുകി ഡയോഡിൽ കയറി വൈ പോയി, സി പോയി, RL പോയി, തിരിച്ച് സെന്റർ ടാപ്പിൽ വന്നു, തിരിച്ച് ബിയിലോട്ട് വന്നു. അപ്പൊ മനസ്സിലായ കറണ്ട് ഫ്ലോ എങ്ങനെയാണ്? ഇങ്ങനെ കയറിപ്പോയി അല്ലേ? ആണോ? ഇങ്ങനെ പോകുന്നു. മനസ്സിലായോ? ഫ്ലോ മനസ്സിലായ കറണ്ട്? ഔട്ട്പുട്ട് കിട്ടിയോ? കിട്ടി. അപ്പൊ ഒരു ഫുൾ എ സി സൈക്കിൾ എടുക്കുമ്പോൾ ആ ഫുൾ എ സി സൈക്കിളിനെയും എന്റെ ഫുൾ വേവ് റെക്ടിഫയറിന് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇതിന്റെ എഫിഷ്യൻസി ഇരട്ടിയായിരിക്കും മറ്റേ 81.2%.
ഡയറക്ഷൻ ഓഫ് കറണ്ട് എല്ലാവർക്കും മനസ്സിലായോ? ഡയോഡ് 1 ഡയോഡ് 2 എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ആക്ടിവേറ്റഡ് മോഡിലാണോ ഡീആക്ടിവേറ്റഡ് മോഡിലാണോ? ഫോർവേഡ് ബയാസ് ആണോ റിവേഴ്സ് ബയാസ് ആണോ? പിന്നെ ഡയറക്ഷൻ ഓഫ് കറണ്ട് മാർക്ക് ചെയ്യുക. പറഞ്ഞേ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കേസ് ഡയറക്ഷൻ ഓഫ് കറണ്ട് എങ്ങനെ പറഞ്ഞു? എവിടെ എങ്ങനെ പറഞ്ഞു? ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പറ. എ D1 പിന്നെ എക്സ് സി ആർ സെന്റർ ടാപ്പ് പറഞ്ഞോ. എ ഔട്ട്പുട്ട് കിട്ടിയല്ലോ, കിട്ടി. ഇനി സെക്കൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അപ്ലൈ ചെയ്യണം അല്ലെ? ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അപ്ലൈ ചെയ്യാൻ പോകുന്നു. എയിൽ നെഗറ്റീവ് കൊടുക്കുന്നു, ഇവിടെ പോസിറ്റീവ് കൊടുക്കുന്നു. പറഞ്ഞോ എവിടെ നിന്ന് എനിക്ക് കൊടുക്കുന്നത്? ബിയിൽ നിന്ന്. ബിന്ന് D2 പിന്നെ 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 സെന്റർ ടാപ്പ് പിന്നെ ബി. രണ്ടിടത്ത് ഔട്ട്പുട്ട് കിട്ടിയില്ലേ? രണ്ട് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ട് കിട്ടിയില്ലേ? ഫുൾ എ സി സൈക്കിൾ നമ്മൾ റെക്ടിഫൈ ചെയ്തില്ലേ? കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടേയിരിക്കും? ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതിനെ നമ്മൾ സെന്റർ ടാപ്പ് റെക്ടിഫയർ എന്നോ ഫുൾ വേവ് റെക്ടിഫയർ എന്നോ പറയാറുണ്ട്. ഇതാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് റെക്ടിഫയർ സർക്യൂട്ട്. മനസ്സിലായോ? ഇതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഹാഫ് വേവ് റെക്ടിഫയറിന്റെ പ്രശ്നം എന്തുവായിരുന്നു പറ? ഓൺലി ഹാഫ് ഓഫ് ദ AC cycle is rectified. For the other half of the AC cycle there is no output. But when you come to full wave rectifier, the full wave of an AC cycle is rectified into DC. മനസ്സിലായോ? ഫുൾ ആയിട്ട് ഒരു AC സൈക്കിളിനെ നിങ്ങൾ എന്താക്കിക്കൊണ്ടിരിക്കുക? DC ആക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ തന്നെ ഇവിടെ യൂണി ഡയറക്ഷൻ കറണ്ട് കിട്ടിയല്ലോ അല്ലെ? ഒറ്റ ഡയറക്ഷനുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള DC കറണ്ട് നിങ്ങൾക്ക് കിട്ടി. എവിടെ? ഫുൾ വേവ് റെക്ടിഫയറിൽ. പറഞ്ഞ മനസ്സിലായോ? കൂടുതലും സാധാരണ ഫുൾ വേവ് റെക്ടിഫയർ ചോദിക്കാനാണ്. പറഞ്ഞ മനസ്സിലായോ? കാരണം അതാണ് ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്നത്. ഫുൾ വേവ് റെക്ടിഫയർ എഴുതുമ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് രണ്ടിടത്തും പറയാം. ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും. സത്യം പറഞ്ഞാണ്ടല്ലോ ഇതിനെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്ന ഫേസ് ആംഗിൾ ഓർമ്മ ഉണ്ടാക്കില്ല? ഒമേഗ2 AC പഠിച്ചപ്പോൾ. അപ്പൊ ഇവിടെ നമ്മൾ 0 എന്നാണ്. ഇത് പൈ, ഇത് 2π ഇങ്ങനെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 0 ലെസ് ദാൻ ഒമേഗ t ലെസ് ദാൻ പൈ. ഇതാ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ. അടുത്ത ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയല്ലേ? അപ്പോ സെക്കൻഡ് ഹാഫ് പൈ ലെസ് ദാൻ ഒമേഗ t ലെസ് ദാൻ 2π. ഇതിന്റെ കേസ് ഇങ്ങനെ സ്കൂളുകളിൽ ചിലപ്പോൾ എഴുതുമായിരിക്കും ആ ഫേസ് ആംഗിൾ വെച്ചുകൊണ്ട്. കാരണം ഫേസ് ആംഗിൾ ആരുടെയൊക്കെ അടയ്ക്കാം? 0യുടെയും പൈയുടെ അടയ്ക്കാം. അപ്പൊ 0യുടെയും പൈയുടെ അടയ്ക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു അർത്ഥം. ഒമേഗ t അല്ലേടാ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത്. വൈ ആക്സിസിൽ വോൾട്ടേജ് ആയിരുന്നോ? ഓർമ്മയുണ്ടോ? AC പഠിച്ചപ്പോ വൈ ആക്സിസിൽ വോൾട്ടേജ്, എക്സ് ആക്സിസിൽ ഒമേഗ t ആണ് നിങ്ങൾ മാർക്ക് ചെയ്തത്. അപ്പൊ ഈ ഒമേഗ t വേരി ചെയ്യുന്ന 0, π, 2π ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 0 to പൈയുടെ ഇടയ്ക്കുള്ളതാ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ. അതായത് 0 ലെസ് ദാൻ ഒമേഗ t ലെസ് ദാൻ പൈ. അതായത് ഒമേഗ t 0യുടെയും പൈയുടെ ഇടയ്ക്കാന്നാണ് ആ സമയത്തുള്ള ഔട്ട്പുട്ട്. ഇനി അതുപോലെ തന്നെ പൈ തൊട്ട് 2π വരെ പോകുമ്പോൾ, ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ? ഉണ്ട്. എവിടെ? ഫുൾ വേവ് റെക്ടിഫയർ. ഹാഫ് വേവിൽ കിട്ടുമോ? ഇല്ല. ഹാഫ് വേവിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എവിടെ മാത്രമാണ്? 0 to പൈയുടെ അടക്കം. ഫോർ ഫേസ് ആംഗിൾ 0 to പൈ അതിന്റെ അടക്കം കിട്ടുന്നത്. എൻട്രൻസിന് അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അവർ ചോദിക്കുന്ന ഫസ്റ്റ് ഹാഫ് സൈക്കിൾ ആയിരിക്കില്ല. അവർ ചോദിക്കുന്നത് ഇത്രയുള്ളതായിരിക്കും. അതായത് പൈ ലെസ് ദാൻ ഒമേഗ t ലെസ് ദാൻ 2π. ഇതില് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുമോ ഇല്ലയോ? കിട്ടുമോ? ഇല്ല. ഇത് ഏത് ഹാഫ് സൈക്കിൾ ആണെന്നറിയോ? സെക്കൻഡ് ഹാഫ് സൈക്കിൾ. അതായത് സെക്കൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. പൈ ടു 2π. മനസ്സിലായോ? അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുമോ? നോ. ഇനി അവർ ചോദിക്കുവാണ് 0 പൈ ലെസ് ദാൻ ഒമേഗ t ലെസ് ദാൻ 2π. അതിന്റെ അർത്ഥം പൈയുടെയും 2πയുടെയും ഇടയ്ക്ക് നിങ്ങൾക്ക് ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസിൽ ഔട്ട്പുട്ട് കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടുമല്ലോ. ഇനി 0 ലെസ് ദാൻ ഒമേഗ t ലെസ് ദാൻ പൈ, അതിന് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുമോ? കിട്ടും. കാരണം ഇത് ഫസ്റ്റ് ഹാഫ് സൈക്കിളാണ്, ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഞാൻ വല്ലതും പറഞ്ഞത് മനസ്സിലായോ? ഏതാ നല്ലത്? ഹാഫ് വേവ് ആണോ ഫുൾ വേവ് റെക്ടിഫയർ ആണോ? എന്താ ഫുൾ വേവ് റെക്ടിഫയറിന്റെ അഡ്വാൻറ്റേജ്? ഫുൾ ഒരു AC സൈക്കിളിനെ കൺവേർട്ട് ചെയ്ത് DC ആക്കുന്നുണ്ട് ആണല്ലോ. റെക്ടിഫയറിന്റെ ഫുൾ ജോലി ആര് ചെയ്യുന്നുണ്ട്? ഫുൾ വേവ് റെക്ടിഫയർ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഈ ഫുൾ വേവ് എന്തോന്ന് മനസ്സിലായോ? കണ്ട് ഇതാ ഫുൾ വേവ്, അടുത്ത ഫുൾ വേവ് ഇങ്ങനെ പോവാ. മനസ്സിലായ പറഞ്ഞു? ക്ലിയർ ആയ പറഞ്ഞു? ഇതാണ് ഫുൾ വേവ് റെക്ടിഫയർ. വാട്ട് ഈസ് റെക്ടിഫിക്കേഷൻ? ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് AC ടു അത് ചെയ്യുന്ന ഏത് ഡിവൈസാ? എത്ര ഉണ്ട് റെക്ടിഫയർ? ഏതൊക്കെയാ? അല്ലെ ഫുൾ വേവ് റെക്ടിഫയറിന്റെ വേറെ പേരറിയാം? സെന്റർ ടാപ്പ് റെക്ടിഫയർ. കാരണം അതിനകത്തൊരു സെന്റർ ടാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെച്ചോ, സെന്റർ ടാപ്പ് റെക്ടിഫയർ. ഈസ് ദാറ്റ് ക്ലിയർ? ഉറപ്പായിട്ടും ജോലി ചോദിക്കും എക്സാമിന്. ഹാഫ് വേവ് ഫുൾ വേവ് മനസ്സിലായല്ലോ? കിട്ടുമോ? മാർക്ക് കിട്ടുമോ? എഴുതിയിട്ടേക്കാം.